Hello dear students, good evening. എല്ലാവർക്കും JEE Expressന്റെ മറ്റൊരു ലൈവ് സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഫിസിക്സിലെ ഓസിലേഷൻസ് ആൻഡ് വേവ്സ് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതുവരെയുള്ള എക്സ്പ്രസ് ലൈവിലെ ക്ലാസ്സുകളെല്ലാം നിങ്ങൾ കണ്ടു. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഓസിലേഷൻസ് ആൻഡ് വേവ്സിൽ നമുക്ക് ഇതുവരെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ അതാണൊക്കെയുള്ള കാര്യങ്ങൾ എക്സാമിൻ്റെ ആ ഒരു ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഏതെല്ലാം ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നേരത്തെ ചോദിച്ചിരുന്നതെന്നുള്ളതും അതാണൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കൂട്ടത്തിൽ നമുക്ക് അതിൻ്റെ ബേസിക് തിയറിയും കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് പറഞ്ഞു പോകാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ കൂടുതൽ സമയം കളയുന്നില്ല. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് തന്നെ പോവാം. അപ്പോൾ തന്നെ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. നമുക്ക് 2018 JEE മെയിനിൽ ചോദിച്ചൊരു ചോദ്യമാണ്. വളരെ ബേസിക് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നോക്കുകയാണെങ്കിൽ ഓസിലേഷൻസ് എന്നുള്ള ചോദ്യമാണ്. സിൽവർ ആറ്റം ഇൻ എ സോളിഡ് ഓസിലേറ്റ്സ് ഇൻ എ സിമ്പിൾ ഹാർമോണിക് മോഷൻ ഇൻ സം ഡയറക്ഷൻ വിത്ത് ഫ്രീക്വൻസി 10⁻12 seconds. അല്ലേ, വാട്ട് ഈസ് ദ ഫോഴ്സ് കോൺസ്റ്റന്റ് ഓഫ് ദ ബോൺസ് കണക്ടിങ് വൺ ആറ്റം വിത്ത് ദി അതർ? മോളിക്കുലർ വെയിറ്റ് ഓഫ് സിൽവർ നമുക്ക് തന്നിട്ടുണ്ട്, ആൻഡ് അവോഗാഡ്രോ നമ്പർ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം ചോദ്യം, നമുക്കൊരു സിൽവർ ആറ്റം ഉണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ സിൽവർ ആറ്റം സിമ്പിൾ ഹാർമോണിക് മോഷനാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ നമുക്ക് തന്നിട്ടുണ്ട്, 10⁻12 Hz ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു സിൽവർ ആറ്റവും തൊട്ടടുത്ത സിൽവർ ആറ്റവും തമ്മിൽ കണക്ട് ചെയ്യുന്ന ആ ബോണ്ടിൻ്റെ ഫോഴ്സ് കോൺസ്റ്റന്റ് എത്രയാണെന്നാണ് ചോദ്യം, അല്ലേ? അപ്പോൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. F = 10⁻12 Hz ആണ് നമുക്ക് തന്നിരിക്കുന്നത്, ആണല്ലോ. ഫ്രീക്വൻസി 10⁻12 Hz ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫ്രീക്വൻസിയുടെ ഫോർമുല നമുക്കറിയാം, അല്ലേ? ഫ്രീക്വൻസിയുടെ ഫോർമുല എന്ന് പറഞ്ഞാൽ എന്താ വരുന്നത്? 1/2π × √k/m ആണ് ഫോർമുല, അല്ലേ? 1/2π × √k/m. m എന്ന് പറഞ്ഞാൽ ഇവിടെ മാസ് ഓഫ് എ സിംഗിൾ സിൽവർ ആറ്റം ആണ്. k എന്ന് പറഞ്ഞാൽ ഫോഴ്സ് കോൺസ്റ്റന്റ് ബിറ്റ്വീൻ ദ ബോണ്ട് സിൽവർ ആറ്റംസ് ആണ്. ഒരു ഫോഴ്സ് കോൺസ്റ്റന്റ് ഓഫ് ദ ബോണ്ട് ബിറ്റ്വീൻ ദി ആറ്റംസ് ആണ് വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ k ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇനി m തന്നിട്ടുണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് മൊളാർ വെയിറ്റ് തന്നിട്ടുണ്ട്, അല്ലേ? മോളിക്കുലാർ വെയിറ്റ് ഓഫ് സിൽവർ നമുക്ക് തന്നിട്ടുണ്ട്. 108 g/mol ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പം 108 g/mol നമുക്ക് തന്നിട്ടുണ്ട്. മൊളാർ വെയിറ്റ് g/mol ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവോഗാഡ്രോ നമ്പർ നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ മാസ് ഓഫ് എ സിംഗിൾ സിൽവർ ആറ്റം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാം ഒരു മോളിൽ ഇത്രയും മാസം എന്ന് പറഞ്ഞാൽ അവോഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസിൻ്റെ മാസമാണ് നമുക്ക് തന്നിരിക്കുന്നത്, അല്ലേ? അപ്പം m = ഒരു സിൽവർ ആറ്റത്തിൻ്റെ മാസ് m ആണെങ്കിൽ m × Na ആണ് വരുന്നത്. അത് m എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെന്ന് കിട്ടും? m/Na ആണെന്ന് കിട്ടും. സോ m = 108 g/mol ആണ്, ഡിവൈഡഡ് ബൈ അവോഗാഡ്രോ നമ്പർ എന്ന് പറഞ്ഞാൽ 6.02 × 10⁻23 ആണ്. അപ്പോൾ ഇത്രയും നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത്രയും നിങ്ങൾക്ക് ഗ്രാം എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും കിട്ടുന്നത്. ഓക്കെ ആണല്ലോ. ഇത്രയും ഗ്രാം എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും കിട്ടുന്നത്, കാരണം m നമുക്ക് തന്നിരിക്കുന്നത് ഗ്രാമിലാണ്. ഇനിയിപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ m = നമുക്കിതിനെ ഏകദേശം 6 ആയിട്ട് റൗണ്ട് ചെയ്യാം, അല്ലേ? 108 / 6 നമ്മൾ ചെയ്യുവാണെങ്കിൽ 6 1s are 6 ആണ് വരുന്നത്, അല്ലേ? പോയിട്ട് നമുക്ക് എന്ത് വരും? പോയിട്ട് നമുക്ക് 18 വരും. 848 ആണ് വരുന്നത്. അപ്പോൾ 18 × 10⁻23 ഗ്രാം എന്നാണ് വരുന്നത്. ഓക്കെ ആണല്ലോ. ഓർ ഇറ്റ് ഈസ് 1.8 × 10⁻22 ഗ്രാം എന്ന് വരും. അപ്പോൾ ഇതിനെ നമുക്ക് കിലോഗ്രാം ആക്കണം. കിലോഗ്രാം ആക്കാനായിട്ട് എന്ത് ചെയ്യണം? ദിസ് ഇസ് 1.8 × 10⁻25 kilograms ആയിരിക്കും വരാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ മാസ് ഓഫ് എ സിൽവർ ആറ്റം നമ്മൾ കണ്ടുപിടിച്ചു. 1.8 × 10⁻25 kilograms ആണ് വരുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ സ്ക്വയർ ചെയ്യാം. അപ്പോൾ F² = 1/4π² × k/m എന്നാണ് വരുന്നത്. അപ്പോൾ k എന്താണെന്ന് വരും? k = 4π² × m × f² എന്ന് പറഞ്ഞുകൊണ്ട് വരും, അല്ലേ? സോ നമുക്ക് വാല്യൂസ് കൊടുക്കാം. സോ ദിസ് 4 × π² നമുക്ക് 10 ആയിട്ട് റൗണ്ട് ചെയ്യാം, അല്ലേ? π² വാല്യൂ 10 ആയിട്ട് റൗണ്ട് ചെയ്യാം. ഇൻറ്റു മാസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് 1.8 × 10⁻25 ആണ് വരുന്നത്. ഇൻറ്റു ഫ്രീക്വൻസിയുടെ സ്ക്വയർ, അപ്പോൾ 10⁻12ൻ്റെ സ്ക്വയർ വരും, 10⁻24 വരും. ഓക്കെ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ 10 ഉണ്ട്, 10⁻24, 10⁻25 വരും. അത് 10⁻25 ആയിട്ട് നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇപ്പോൾ 1.8 × 4 എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി 7.2 ആണ് വരുന്നത്, അല്ലേ? 7.2 Nm/m ആണ് വരുന്നത്. 7.2 Nm/m. അപ്പോൾ ഇതിനോട് അടുത്ത് വരുന്ന ഒരു ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? 7.1 Nm/m ആണ് ആൻസർ വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ വരുന്നത്. 7.1 Nm/m ഇസ് കറക്റ്റ് ആൻസർ. ഓക്കെ, വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയാൽ ഓസിലേഷൻസ് ഇതാണ്. 2019 JEE മെയിൻ ക്വസ്റ്റ്യൻ ആണ്. A simple harmonic motion is represented by 5 × sin 3πt plus √3 times cos 3πt centimeter, അല്ലേ? ദി ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ടൈം പീരീഡ് ഓഫ് മോഷൻ ആണ്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ചോദ്യം. ആംപ്ലിറ്റ്യൂഡും കണ്ടുപിടിക്കണം, ടൈം പീരീഡും കണ്ടുപിടിക്കണം. അതിന് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് ഫംഗ്ഷൻ നിങ്ങൾ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് y തന്നിരിക്കുന്നത് രണ്ട് സിമ്പിൾ ഹാർമോണിക് മോഷൻസിൻ്റെ സൂപ്പർ പൊസിഷൻ ആയിട്ടാണ്, അല്ലേ?
രണ്ട് സിമ്പിൾ ഹാർമോണിക് മോഷൻസിൻ്റെ സൂപ്പർ പൊസിഷൻ ആയിട്ടാണ് നിങ്ങൾക്ക് y തന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ തരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ വെച്ചിട്ടുള്ള റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡ് നമ്മൾ കണ്ടുപിടിക്കണം. അതാണ് നിങ്ങളോട് ആംപ്ലിറ്റ്യൂഡ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. രണ്ട് നമുക്ക് നോക്കിയറിയാം ഒരേ ആംഗുലാർ ഫ്രീക്വൻസിയാണ് അല്ലേ? നമുക്ക് നോക്കിയറിയാം ഇത് a sin ഒമേഗ ടി ആണ്, ഇതും b cos ഒമേഗ ടി എന്നുള്ള ഫോമിലാണ്. അപ്പോൾ രണ്ടിൻ്റെ ഒമേഗ വാല്യൂ സെയിം ആണ്, 3π റേഡിയൻ പെർ സെക്കൻഡ് ആണ് രണ്ടിനെയും വരുന്നത്. ഓക്കെ ആണല്ലോ? അതുകൊണ്ട് രണ്ടിൻ്റെ ഒമേഗ വാല്യൂ സെയിം ആണ്. അപ്പോൾ ഒരേ ഫ്രീക്വൻസിയിലുള്ള രണ്ട് SHMസിൻ്റെ സൂപ്പർ പൊസിഷനാണ്. അപ്പോൾ ഇവിടുത്തെ തിയറി എന്ന് പറഞ്ഞാൽ ഒരേ ഫ്രീക്വൻസിയിലുള്ള രണ്ട് സിമ്പിൾ ഹാർമോണിക് പോർഷൻസിനെ സൂപ്പർ ഇമ്പോസ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ടൻറ്റ് മോഷനും എന്തായിരിക്കും? സിമ്പിൾ ഹാർമോണിക് ആയിരിക്കും. ഓക്കെ അല്ലേ? റിസൾട്ടൻറ്റ് മോഷനും സിമ്പിൾ ഹാർമോണിക് ആയിരിക്കും. ആ റിസൾട്ടൻറ്റ് മോഷൻ്റെ ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ നമ്മളൊരു ഫോർമുല പഠിക്കുന്നുണ്ട് അല്ലേ? √(a1² + a2² + 2a1a2 cos φ എന്നൊരു ഫോർമുല നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ റിസൾട്ടൻറ്റ് മോഷൻ്റെ ആംഗുലർ ഫ്രീക്വൻസി എത്ര തന്നെയായിരിക്കും? 3π റേഡിയൻ പെർ സെക്കൻഡ് തന്നെയായിരിക്കും. അപ്പോൾ റിസൾട്ടൻറ്റ് മോഷൻ്റെ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ഇവരുടെ രണ്ടുപേരുടെയും ടൈം പീരീഡ് തന്നെയാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ ഒരു കാര്യം പക്ഷേ ശ്രദ്ധിക്കാറുണ്ട്, സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിളാണ്. അപ്പോൾ നമുക്ക് ഈ 5 മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ ഇറ്റ് ഈസ് 5 sin 3πt പ്ലസ് 5√3 cos 3πt എന്നാണ് വരുന്നത് അല്ലേ? 5 sin 3πt പ്ലസ് 5√3 cos 3πt എന്നാണ് വരുന്നത്. ഒന്ന് സൈനും മറ്റേത് കോസുമാണ്. അപ്പോൾ ഈ ഫേസ് ഡിഫറൻസ് എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. അതുകൊണ്ട് രണ്ടിനെ ഒരേ ഫംഗ്ഷനായിട്ട് എഴുതണം, എന്നിട്ട് നമുക്ക് ഫേസ് കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ ഫേസ് ഡിഫറൻസ് 0 ആണെന്ന് വിചാരിക്കരുത്. ഒന്ന് സൈനും മറ്റേത് കോസ്. നമുക്കറിയാം 90 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ഉണ്ട് ഇവർ രണ്ടുപേരും തമ്മിൽ അല്ലേ? സോ ദിസ് ഇസ് 5 sin 3πt പ്ലസ് 5√3 ഇൻറ്റു കോസ് 3πt നമുക്ക് എങ്ങനെ എഴുതാം? sin 3πt പ്ലസ് π/2 എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ? സോ നൗ ഐ ഹാവ് ടു സിമ്പിൾ ഹാർമോണിക് മോഷൻസ് അല്ലേ? ഒന്നിൻ്റെ ആംപ്ലിറ്റ്യൂഡ് 5, മറ്റേതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് 5√3. രണ്ട് പേർക്കിടയിലുള്ള ഫേസ് ഡിഫറൻസ് എത്രയാണ്? π/2 ആണ്. അങ്ങനെയാണെങ്കിൽ റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്കറിയാം. a is equal to √(a1² + a2² + 2a1a2 cos φ വരും അല്ലേ? ഇവിടെ a1ൻ്റെ വാല്യൂ 5 ആണ്, a2ൻ്റെ വാല്യൂ 5√3 ആണ്. 5 is a phase difference between the two SHMs, അത് π/2 ആണ്. അപ്പോൾ ഈ cos φ എന്നുള്ള ടൈം എന്താവും? cos π/2. cos π/2 0 ആവും. ശരിയല്ലേ? അതുകൊണ്ട് നമുക്ക് ഈ ടൈം അങ്ങ് കളയാം. പോയിട്ട് നമുക്ക് എത്രയേ ഉള്ളൂ? √(a1² + a2², അതായത് 5² പ്ലസ് 5√3യുടെ സ്ക്വയർ വരും. സോ 5 നമുക്ക് പുറത്തെടുത്താൽ √(1 + 3 എന്ന് വരും. അപ്പോൾ എത്ര വരുന്നത്? 5 × 2 10 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. ഓക്കെ അല്ലേ? അപ്പം റിസൾട്ടൻറ്റ് മോഷൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 സെൻറ്റിമീറ്റർ ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡ് നമ്മൾ കണ്ടുപിടിച്ചു 10 സെൻറ്റിമീറ്റർ. ഇനി എന്തോടെ കണ്ടുപിടിക്കണം? ടൈം പീരീഡ്. ടൈം പീരീഡ് നമ്മൾ പറഞ്ഞു ഇവരുടെ രണ്ടുപേരുടെയും ആംഗുലാർ ഫ്രീക്വൻസി സെയിം ആയതുകൊണ്ട് രണ്ടുപേരുടെയും ടൈം പീരീഡും സെയിം ആണ്. അതുകൊണ്ട് അതേ ടൈം പീരീഡ് ആയിരിക്കും റിസൾട്ടൻറ്റ് മോഷൻ്റെ ടൈം പീരീഡ് വരുന്നത്. നമുക്കറിയാം ഒമേഗ എന്ന് പറയുന്നത് ഇവിടെ 3π റേഡിയൻ പെർ സെക്കൻഡ് ആയിട്ട് തന്നിട്ടുണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ ടി എന്തായിരിക്കും? ടൈം പീരീഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല 2π / ഒമേഗ ആണ്. സോ ഇറ്റ് ഇസ് 2π / 3π എന്ന് വരും, വിച്ച് ഇസ് 2/3 സെക്കൻഡ്സ് നമുക്ക് ഉത്തരം വരും. ശരിയല്ലേ? 2/3 സെക്കൻഡ്സ് നമുക്ക് ഉത്തരം വരും. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് 10 സെൻറ്റിമീറ്ററും ടൈം പീരീഡ് 2/3 സെക്കൻഡ്സും ആണ്. സോ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ 4 ആണ് വരുന്നത് അല്ലേ? ഓപ്ഷൻ 4 ഇസ് എ കറക്റ്റ് ആൻസർ. അപ്പോൾ അതും അത്യാവശ്യം ഡയറക്റ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റൻ ആയിരുന്നു. എല്ലാവർക്കും പരിചയമുള്ള ഫോർമുലയാണ് അല്ലേ? NCERT തന്നെ പറയുന്നൊരു ഫോർമുലയാണ്. അപ്പോൾ അത് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്തത് 2020 ചോദിച്ചൊരു ചോദ്യമാണ് അല്ലേ? കുറച്ച് ട്രിക്കി ആയിട്ടുള്ളൊരു ക്വസ്റ്റനാണ്. ഒരുപാട് വിവാദം സൃഷ്ടിക്കുന്ന ഒരു ചോദ്യം കൂടിയാണ്. കാരണം ഏറ്റവും കൂടുതൽ സംശയം വരുന്നൊരു ഭാഗമാണ് ഇതാണൊക്കെ ഒരു ഫംഗ്ഷൻ എന്നല്ലാതെ SHM ആണോ അല്ലേ എന്നുള്ളത്. അപ്പോൾ സംശയം തീർത്തുകൊണ്ട് 2020 JEE Mainന്റെ തന്നെ ഒരു ക്വസ്റ്റനിൽ വന്നൊരു ചോദ്യമാണ്. When a particle of mass m is attached to a vertical spring of spring constant k and release, its motion is described by y equal to y0 sin squared omega t. It is measured from the lower end of the unstretched spring, then omega is. അപ്പോൾ ഇവിടുത്തെ ഒമേഗ എന്താണെന്നാണ് ചോദ്യം ഇൻ ടേംസ് ഓഫ് y0 ആൻഡ് g. ഓക്കെ അല്ലേ? ഇത് കാണുമ്പോൾ തോന്നും y0 ആണ് ഇവിടുത്തെ ആംപ്ലിറ്റ്യൂഡ് എന്ന്. പക്ഷെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ഫംഗ്ഷൻ്റെ ഫോം a sin ഒമേഗ ടി പ്ലസ് 5 എന്നോ a cos ഒമേഗ ടി പ്ലസ് 5 എന്നോ ആണ്. അത് സൈൻ സ്കോറോ കോസ് സ്കോറോ അല്ല. ഇനി ആണെങ്കിൽ അതിനെ നിങ്ങൾ സൈൻ അല്ലെങ്കിൽ കോസിൻ്റെ ടേംസിലോട്ട് കൊണ്ടുവരണം. സ്ക്വയർ മാറ്റി സൈൻ അല്ലെങ്കിൽ കോസിൻ്റെ ടേംസിലോട്ട് കൊണ്ടുവരണം. അപ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് ഫംഗ്ഷൻ ഇവിടുത്തെ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ഒരു സ്പ്രിംഗ് ആണ് തന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ സ്പ്രിങ്ങിൻ്റെ നാച്ചുറൽ ലെങ്ത് ഇതാണ്. സ്പ്രിങ്ങിൻ്റെ നാച്ചുറൽ ലെങ്തിൽ നിന്നാണ് നമ്മൾ എല്ലാ ഡിസ്പ്ലേസ്മെൻറ്റുകളും മെഷർ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഈ സ്പ്രിങ്ങിലോട്ട് നമ്മളൊരു ബ്ലോക്ക് അറ്റാച്ച് ചെയ്ത് കൊടുത്തു. ബ്ലോക്കിൻ്റെ മാസ് m ആണ്. ഓക്കെ അല്ലേ? ഇതിലോട്ടൊരു ബ്ലോക്ക് അറ്റാച്ച് ചെയ്ത് കൊടുത്തു. ബ്ലോക്ക് അറ്റാച്ച് ചെയ്യുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാം സ്പ്രിങ് എന്ത് ചെയ്യും? സ്പ്രിങ് കുറച്ചുകൂടെ താഴേക്ക് വരും അല്ലേ? കുറച്ചുകൂടെ താഴേക്ക് വരും. സ്പ്രിങ് കോൺസ്റ്റൻറ്റ് k എന്ന് വിചാരിക്കും. എന്തുകൊണ്ടാണ്?
ബ്ലോക്കിൻ്റെ വെയിറ്റ് കാരണം ബ്ലോക്ക് സ്പ്രിങ്ങിനെ താഴേക്ക് പിടിച്ച് പുള്ളി ചെയ്യും. അപ്പോൾ നമ്മൾ നേരെ ഒരു സ്പ്രിങ്ങിലോട്ട് ഒരു മാസ് കൊണ്ട് അറ്റാച്ച് ചെയ്തിട്ട് നേരെ റിലീസ് ചെയ്താൽ എന്ത് പറ്റും? ഇറ്റ് വിൽ സ്റ്റാർട്ട് ടു എക്സിക്യൂട്ട് സിമ്പിൾ ഹാർമോണിക് മോഷൻ. ശരിയല്ലേ? ആ സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ മീൻ പൊസിഷൻ നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ മേളിലോട്ട് താഴോട്ട് ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. സപ്പോസ് അതിൻ്റെ മീൻ പൊസിഷൻ ഈ ഒരു ലെവലിലാണെന്ന് വിചാരിക്കാം. ഓക്കെ ആണല്ലോ? ഈ ഒരു ലെവലിലാണ് മീൻ പൊസിഷൻ വരുന്നതെന്ന് വിചാരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഇക്വേഷനിലോട്ട് നോക്കാം. നമുക്ക് തന്നിരിക്കുന്ന y എന്താ? y of t is equal to y0 sin square omega t ആണ്. അപ്പോൾ sin square omega t എന്ന് വന്നാൽ നമുക്കറിയാം sin square omega t is 1 minus cos 2 omega t by 2 ആണ് അല്ലേ? So we can write y equal to y0 into 1 minus cos 2 omega t divided by 2 എന്ന് എഴുതാം. കാരണം നമ്മൾ പറഞ്ഞു സൈൻ സ്ക്വയറിലെ കോസ് സ്ക്വയർ നല്ല ഡിസ്പ്ലേസ്മെൻറ്റ് എഴുതേണ്ടത് സൈൻ അല്ലെങ്കിൽ കോസിൻ്റെ ടേംസിലോട്ട് ആക്കണം. സോ y of t is equal to നമുക്ക് എന്ത് വന്നു? y0 by 2 മൈനസ് y0 by 2 ഇൻറ്റു cos 2 omega t എന്ന് വന്നു. ഓക്കെ അല്ലേ? y is equal to y0 by 2 മൈനസ് y0 by 2 ഇൻറ്റു cos 2 omega t എന്ന് വന്നു. മക്കളെ, ഈ ഒരു ഫംഗ്ഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാക്കുക, ഇത് സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണോ? ഇത് സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ജനറൽ ഫോം എന്ന് പറഞ്ഞാൽ y എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പൊസിഷനാണ്. കാരണം y മെഷർ ചെയ്യുന്ന സ്പ്രിങ്ങിൻ്റെ നാച്ചുറൽ ലെങ്തിൽ നിന്നാണെന്ന് പറയുന്നുണ്ട്. ഓക്കെ ആണല്ലോ? അപ്പോൾ y നമുക്ക് ഡിസ്പ്ലേസ്മെൻ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ ഒരു ഇക്വിലിബ്രിയം പൊസിഷൻ, ബ്ലോക്കിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്നാണ് y മെഷർ ചെയ്യുന്നതെങ്കിൽ y ഡിസ്പ്ലേസ്മെൻ്റ് ആയിരുന്നു. പക്ഷേ സ്പ്രിങ്ങിൻ്റെ നാച്ചുറൽ ലെങ്തിൽ നിന്നാണ് y മെഷർ ചെയ്യുന്നത് അല്ലേ? നമ്മുടെ ഇക്വിലിബ്രിയം പൊസിഷൻ ഇവിടെ അല്ലേ വന്നിരിക്കുന്നത്? ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്നാണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഈ തന്നിരിക്കുന്നത് എന്തല്ല? ഡിസ്പ്ലേസ്മെൻ്റ് അല്ല. അതായത് മനസ്സിലാക്കണം, y എന്ന് പറഞ്ഞാൽ പൊസിഷനാണ്. ഓക്കെ അല്ലേ? സ്പ്രിങ്ങിൻ്റെ നാച്ചുറൽ ലെങ്തിൽ നിന്നുള്ള പൊസിഷനാണ്, ബ്ലോക്കിൻ്റെ പൊസിഷനാണ് y എന്ന് പറയുന്നത്. അപ്പോൾ y ഈക്വൾ ടു പൊസിഷൻ ഈസ് ഈക്വൾ ടു x ഈക്വൾ ടു x0 പ്ലസ് a സൈൻ ഒമേഗ ടി അല്ലെങ്കിൽ a കോസ് ഒമേഗ ടി എന്നാണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ജനറൽ പൊസിഷൻ ഫംഗ്ഷൻ വരുന്നത്. വേർ x0 ഇസ് എ മീൻ പൊസിഷൻ. ഓക്കെ ആണല്ലോ? നമ്മളുടെ മീൻ പൊസിഷൻ x0 എന്ന് പറയുന്ന ലൊക്കേഷനിലാണെങ്കിൽ നമ്മളുടെ പൊസിഷൻ ഓഫ് ദി ഓസിലേറ്റർ വരുന്നത് x0 പ്ലസ് a സൈൻ ഒമേഗ ടി അല്ലെങ്കിൽ a കോസ് ഒമേഗ ടി എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ആ ഫോമിലാണല്ലോ ഇത് കിടക്കുന്നത് അല്ലേ? അപ്പോൾ നമ്മളുടെ മീൻ പൊസിഷൻ എവിടെയാണ്? മീൻ പൊസിഷൻ എന്ന് പറയുന്നത് y0 by 2 മീൻ പൊസിഷൻ എന്ന് പറയുന്നത് y0 ഡിവൈഡഡ് ബൈ 2 ആണ്. കണ്ടോ? ഒറിജിനൽ അല്ല മീൻ പൊസിഷൻ വരുന്നത്. കാരണം ഒറിജിൻ എന്ന് പറഞ്ഞാൽ ഈ പോയിന്റാണ്, സ്പ്രിങ്ങിൻ്റെ നാച്ചുറൽ ലെങ്താണ്. മീൻ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയം പൊസിഷനാണ് അല്ലേ? മാസ് ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുന്ന പോയിന്റാണ്. അതായത് ആ ഓസിലേറ്റ് ചെയ്യുന്ന മാസിൽ ഏത് പോയിന്റിലാണ് നെറ്റ് ഫോഴ്സ് 0 ആകുന്നത് ആ പോയിന്റാണ് ഇക്വിലിബ്രിയം പൊസിഷൻ അല്ലെ മീൻ പൊസിഷൻ. അത് എത്ര നമുക്ക് കിട്ടി? അതെന്ന് പറയുന്നത് y0 by 2 ആണ് നമുക്ക് കിട്ടി. സോ മീൻ പൊസിഷൻ ഇസ് അറ്റ് എ ഡിസ്റ്റൻസ് y0 by 2 ഫ്രം ദി അൺസ്ട്രെച്ച്ഡ് ലെങ്ത് ഓഫ് ദ സ്പ്രിങ് ആണ് വരുന്നത്. ഓക്കെ ആണല്ലോ? അതാണ് y0 by 2. ഇനി നോക്കി ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എത്ര? ആംപ്ലിറ്റ്യൂഡ് എയ്ക്ക് പകരം ഇവിടെ കിടക്കുന്നത് എന്താ? y0 by 2 അല്ലേ? അപ്പോൾ ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡും എത്രയാണ്? ആംപ്ലിറ്റ്യൂഡും y0 by 2 y0 അല്ല. ഇത് കാണുമ്പോൾ തെറ്റിദ്ധരിക്കും y0 ആണ് ആംപ്ലിറ്റ്യൂഡ് എന്ന്. y0 അല്ല വരുന്നത്, y0 by 2 ആണ് ആംപ്ലിറ്റ്യൂഡ്. അതായത് ഇതാണ് തന്നെ മെയിൻ പൊസിഷൻ. ഇവിടുന്ന് y0 by 2 അത് താഴേക്കും പോവും, y0 by 2 അത് മേളിലോട്ടും പോവും. ഓക്കെ ആണല്ലോ? y0 by 2 താഴേക്കും, y0 by 2 മേളിലോട്ടും അത് പോവും. ആ രണ്ട് പോയിന്റ്സിനിടയിലായിരിക്കും ഓസിലേഷൻ നടക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി ഒരു കാര്യം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ഓസിലേഷനകത്ത് ജനറൽ നിങ്ങൾ പഠിക്കുന്നതാണ് അല്ലേ? സൈൻ സ്ക്വയർ ഒമേഗ ടി എന്ന് വരുമ്പോൾ ആംഗുലാർ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ ഒമേഗയല്ല, 2 ഒമേഗയാണ്. ഇതാണ് തെറ്റിക്കാൻ സാധ്യതയുള്ള മറ്റൊരു കാര്യം. ഇതിനകത്ത് മുഴുവനും കുറേയേറെ വാരിക്കുഴികളുള്ള ഒരു ചോദ്യമാണ്. നിങ്ങൾ നോക്കിയാൽ കാണാം സൈൻ സ്ക്വയർ ഒമേഗ ടി എന്ന്, സൈൻ ഒമേഗ ടി എന്നായിരുന്നെങ്കിൽ നമുക്ക് പറയാമായിരുന്നു ആംഗുലാർ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ ഒമേഗയാണെന്ന് പറയായിരുന്നു. പക്ഷെ സൈൻ സ്ക്വയർ ഒമേഗ ടി എന്നാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ അത് നോക്കി അതിനെ സിംപ്ലിഫൈ ചെയ്തപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? കോസ് 2 ഒമേഗ ടി എന്നാണ് കിട്ടിയത്. അപ്പോൾ സൈൻ സ്ക്വയർ ഒമേഗ ടി എങ്ങനെയാണ് വേരി ചെയ്യുന്നത്? കോസ് 2 ഒമേഗ ടി എങ്ങനെയാണോ വേരി ചെയ്യുന്നത് അതുപോലാണ് വേരി ചെയ്യുന്നത് അല്ലേ? അപ്പോൾ സൈൻ സ്ക്വയർ ഒമേഗ ടിയുടെ ആംഗുലാർ ഫ്രീക്വൻസി ഒമേഗയല്ല, 2 ഒമേഗയാണ്. അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഓക്കെ അല്ലേ? നമ്മുടെ സിമ്പിൾ ഹാർമോണിക് മോഷൻ ആംഗുലാർ ഫ്രീക്വൻസി എത്രയാണ്? 2 ഒമേഗയാണ് വരുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി ഇത് ഇക്വിലിബ്രിയം പൊസിഷനാണ് നമ്മൾ പറഞ്ഞു. ഈ ഇക്വിലിബ്രിയം പൊസിഷൻ ആണെങ്കിൽ നമുക്കറിയാം ഇതിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കണം അല്ലേ? അപ്പോൾ ഡൗൺവേർഡ് ഫോഴ്സ് നമുക്കറിയാം, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്, mg താഴേക്കുണ്ട്. പിന്നെ ഒരു സ്പ്രിംഗ് ഫോഴ്സ് ഇതിനെ മേളിലേക്ക് വലിക്കുന്നുണ്ട് അല്ലേ? കാരണം സ്പ്രിങ് അതിൻ്റെ നാച്ചുറൽ ലെങ്തിൽ നിന്ന് അതിനെ എങ്ങോട്ടേക്ക് ഡിസ്പ്ലേസ് ചെയ്താലും സ്പ്രിങ്ങിൽ ഒരു ഫോഴ്സ് ഉണ്ടാവും. ആ സ്പ്രിംഗ് ഫോഴ്സ് നമുക്കറിയാം k ഇൻറ്റു ഫോഴ്സ് കോൺസ്റ്റന്റ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്കറിയാം y0 by 2 ആണ്. അപ്പോൾ k ടൈംസ് y0 by 2 ആണ്. ഈ രണ്ട് ഫോഴ്സുകൾ ബാലൻസ്ഡ് ആയിരിക്കണം മീൻ പൊസിഷനിൽ. ബിക്കോസ് മീൻ പൊസിഷൻ ഒരു ഇക്വിലിബ്രിയം പൊസിഷനാണ് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ k y0 by 2 എന്തിനോട് ഈക്വൽ ആയിരിക്കണം? mgയോട് ഈക്വൽ ആയിരിക്കണം. സോ k y0 ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു mg എന്ന് കിട്ടും. ശരിയല്ലേ? അതിൽ നിന്ന് k എന്താണെന്ന് കിട്ടി? k ഈസ് 2 mg ഡിവൈഡഡ് ബൈ y0 ആണ്.
K is 2mg divided by y0 എന്ന് കിട്ടി. കാരണം നമ്മുടെ ഫൈനൽ ആൻസറിനകത്ത് നമുക്ക് ജിയും y0 ഒക്കെയാണ് വേണ്ടത്. ഓക്കെ ആണല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ മാറ്റി എഴുതിയത്. ഇനി ഒരു കാര്യം കൂടെ നിങ്ങൾ നോക്കുക. നമുക്ക് ഇവിടുത്തെ ആംഗുലാർ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ 2 ഒമേഗയാണ്. നമുക്കറിയാം ആംഗുലാർ ഫ്രീക്വൻസിയുടെ ഫോർമുല √k/m ആണ് അല്ലേ. ഒരു സ്പ്രിംഗ് മാസ് ഓസിലേഷനകത്ത് ആംഗുലാർ ഫ്രീക്വൻസിയുടെ ഫോർമുല √k/m ആണ്. അപ്പോൾ സാധാരണഗതിയിൽ എഴുതാൻ സാധ്യതയുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒമേഗ ഈക്വൽ ടു √k/m എന്ന് എഴുതി വെക്കും. ഇവിടെ ഒമേഗയല്ല, ഇവിടെ ഒമേഗയ്ക്ക് പകരം കിടക്കുന്നത് 2 ഒമേഗയാണ്. അതുകൊണ്ട് 2 ഒമേഗ ഇസ് ഈക്വൽ ടു √k/m എന്ന് കൊടുക്കണം. ഓക്കെ അല്ലേ. 2 ഒമേഗ ഇസ് ഈക്വൽ ടു √k/m എന്ന് കൊടുക്കണം. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് കണ്ടുപിടിക്കേണ്ട സാധനം എന്താ നോക്കിയേ. നമുക്ക് ഒമേഗയാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. ഒമേഗ കണ്ടുപിടിക്കുമ്പോൾ ജിയും y0 മാത്രമല്ല, കെയും എമ്മും ഒന്നും ഇല്ല അതിനകത്ത്. അതുകൊണ്ടാണ് നമ്മൾ എല്ലാത്തിനെയും y0 കൊണ്ടുവരാനായിട്ട് നോക്കുന്നത്. അപ്പോൾ അതേ നോക്കിയേ, ഒമേഗ ഇസ് ഈക്വൽ ടു √k/m. കെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ 2 ടൈംസ് ഒമേഗ ഇസ് ഈക്വൽ ടു √k/m. ഇതിൽ നിന്ന് എന്ത് വരും? 2g ഡിവൈഡഡ് ബൈ y0 എന്ന് വരും. ശരിയല്ലേ. അതുകൊണ്ട് ഇവിടുത്തെ ഒരു 2ഉം ഇവിടുത്തെ ഒരു 2ഉം നമുക്ക് വെട്ടാം, √2 വരും. അപ്പോൾ ഒമേഗ എന്താന്ന് കിട്ടും? ഒമേഗ ഇസ് ഈക്വൽ ടു √g ഡിവൈഡഡ് ബൈ 2y0 എന്ന് വരും. ഒമേഗ ഇസ് ഈക്വൽ ടു √g ഡിവൈഡഡ് ബൈ 2y0. അതാണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ വരുന്നത്. ഈ 2 ഇവിടെ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് √2g ബൈ y0 എന്ന് കിട്ടും അല്ലേ. √2g ബൈ y0 നിങ്ങൾ നോക്കിയാൽ കാണാം. √2g ബൈ y0 എന്നൊരു ഓപ്ഷൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്തായാലും ഓപ്ഷൻ 2 ആണ് ഇവിടെ റൈറ്റ് ആൻസർ വരുന്നത് കേട്ടോ. ഓപ്ഷൻ 2 ഇസ് എ റൈറ്റ് ആൻസർ. √g ഡിവൈഡഡ് ബൈ 2y0 ആണ് ആൻസർ വരുന്നത്. ഓക്കെ. അപ്പോൾ അത് കുറച്ച് ട്രിക്കി ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആയിരുന്നു. അപ്പോൾ JEE Mainൽ നിങ്ങൾ ഇത്തരം ചോദ്യങ്ങളോടെ കുറച്ചൊക്കെ പ്രതീക്ഷിച്ചോണം. പ്രത്യേകിച്ച് ഇപ്പോൾ നമുക്ക് സിലബസിൽ നിന്നൊക്കെ കുറേ കാര്യങ്ങൾ കട്ട് ചെയ്ത് കാരണം അത്യാവശ്യം കുറച്ച് ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റൻസ് ഒക്കെ എക്സ്പെക്ട് ചെയ്യാം. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പലതവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. 2021 ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ്. വെൻ എ പാർട്ടിക്കിൾ എക്സിക്യൂട്ട്സ് SHM, ദ നേച്ചർ ഓഫ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് വെലോസിറ്റി ആസ് എ ഫംഗ്ഷൻ ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ്. സിമ്പിൾ ഹാർമോണിക് മോഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വെലോസിറ്റി ഡിസ്പ്ലേസ്മെൻറ്റ് റിലേഷൻ. ശരിയല്ലേ. അതിൽ വെലോസിറ്റി ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാഫിൻ്റെ ഷേപ്പ് നോക്കിയാൽ സർക്കുലർ, എലിപ്റ്റിക്കൽ, പരാബോള, സ്ട്രെയിറ്റ് ലൈൻ ഇത്രയും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. വെലോസിറ്റി ഡിസ്പ്ലേസ്മെൻറ്റ് റിലേഷൻ എല്ലാവരും ഒന്ന് നോക്കിയേ. എന്താ വരുന്നത്? v(x) is equal to omega times √a² minus x² എന്നാണ് നമ്മുടെ റിലേഷൻ അല്ലേ. where x is a displacement, a is amplitude, omega is angular frequency, v is a velocity. അപ്പോൾ v is omega times √a² minus x². ഇതാണ് വെലോസിറ്റി ഡിസ്പ്ലേസ്മെൻറ്റ് റിലേഷൻ വരുന്നത് സിമ്പിൾ ഹാർമോണിക് മോഷനിൽ. നമ്മളതിനെ സ്ക്വയർ ചെയ്താൽ v² ഈക്വൽ ടു omega² ടൈംസ് a² മൈനസ് x² എന്ന് വരും അല്ലേ. അപ്പോൾ v² ബൈ omega² എന്ത് വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു a² മൈനസ് x² എന്ന് വരും. അതിൽ നിന്ന് v² ബൈ omega² പ്ലസ് x² ഈസ് ഈക്വൽ ടു a² എന്ന് വരും. ഓക്കെ ആണല്ലോ. അപ്പോൾ അവിടെ നിന്നും നമുക്ക് a² വെച്ച് ഡിവൈഡ് ചെയ്താൽ v² ഡിവൈഡഡ് ബൈ a omega the whole square പ്ലസ് x² ഡിവൈഡഡ് ബൈ a² ഈസ് ഈക്വൽ ടു 1 എന്ന് വരും. അപ്പോൾ നിങ്ങൾ നോക്കിയേ, v ഈസ് ടേക്കൺ അലോങ് y ആക്സിസ് ആൻഡ് x ഈസ് ടേക്കൺ അലോങ് ദി x ആക്സിസ്. അങ്ങനെയാണെങ്കിൽ y² ബൈ a² പ്ലസ് x² ബൈ b² ഈക്വൽ ടു 1 എന്നൊരു ഇക്വേഷനാണ് വന്നിരിക്കുന്നത് അല്ലേ. സോ ദിസ് റെപ്രസെൻറ്റ്സ് ഇക്വേഷൻ ഓഫ് എൻ എലിപ്സ്. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. വെലോസിറ്റി ഡിസ്പ്ലേസ്മെൻറ്റ് റിലേഷൻ ഓഫ് എ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്തായിരിക്കും? ഒരു എലിപ്സ് ആയിരിക്കും നമുക്ക് തരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ അത് വളരെ ബേസിക് ആണ്. ഞാൻ ജസ്റ്റ് പ്രൂഫ് കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ. എലിപ്സിൻ്റെ ഇക്വേഷനാണ് വരുന്നതെന്നുള്ളത്. പക്ഷേ എല്ലാവർക്കും അറിയാം ഈ ഒരു ചോദ്യം വന്നൊന്നും ചെയ്ത് നോക്കേണ്ട കാര്യമില്ല, ഡയറക്റ്റ് ഉത്തരവാണ്. അപ്പോൾ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ എലിപ്റ്റിക്കൽ ആയിരിക്കും വരുന്നത് കേട്ടോ. എലിപ്റ്റിക്കൽ ആയിട്ടുള്ള ഗ്രാഫ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് 2021 തന്നെ ചോദിച്ചൊരു ചോദ്യമാണ്. ഇൻ ദ ഗിവൺ ഫിഗർ എ ബോഡി ഓഫ് മാസ് m is held between two massless springs on a smooth inclined plane. The free ends of the springs are attached to firm supports. If each spring has force constant k, the frequency of oscillation of the given body is. മര്യാദയ്ക്ക് നേരെങ്ങാനും വെച്ചാൽ മതിയായിരുന്നു. പക്ഷെ ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനും ആൽഫയൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മുടെ കാറ്റ് പോകും അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇതിങ്ങനെ വെച്ചിരിക്കുന്നത്. പക്ഷേ ഓസിലേഷൻസിനകത്ത് വളരെ ബേസിക് ആയിട്ടൊരു പ്രിൻസിപ്പിൾ നിങ്ങൾ അറിയേണ്ടത് സ്പ്രിംഗ് മാസ് സിസ്റ്റത്തിൻ്റെ കാര്യത്തിൽ അല്ലേ. ഇതൊക്കെയാണ് കോൺസെപ്ച്വൽ ക്വസ്റ്റ്യൻസ് പറയുന്നത്. കാരണം ഇതിനകത്ത് ഇപ്പം അത്യാവശ്യം ആ ഒരു കോൺസെപ്റ്റ് അറിയാത്ത ഒരാളെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരച്ച് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ചെയ്താൽ ഉത്തരം കിട്ടും, കിട്ടാതിരിക്കുകയൊന്നുമില്ല. പക്ഷേ ഒത്തിരി ടൈം നമ്മളവിടെ സ്പെൻഡ് ചെയ്യുവാണ്. നമുക്കറിയാലോ ടൈം എന്ന് പറയുന്നതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ റിസോഴ്സ് എന്ന് പറയുന്നത് അല്ലേ. JEE Mainനെ സംബന്ധിച്ച് ഏറ്റവും ശ്രദ്ധിച്ച് നമ്മൾ ചിലവഴിക്കേണ്ട ഒരു സാധനം എന്ന് പറഞ്ഞാൽ ടൈമാണ്. അപ്പോൾ അനാവശ്യമായിട്ട് നമ്മൾ കൂടുതൽ ടൈമിലോട്ട് പോകരുത്. അപ്പോൾ ഈ ഒരു കാര്യം വളരെ ബേസിക് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ ടൈം പീരീഡ് ഓഫ് എ സ്പ്രിംഗ് മാസ് സിസ്റ്റത്തിൻ്റെ ഫോർമുല ആലോചിക്കുകയാണെങ്കിൽ 2π√m/k അല്ലേ. 2π√m/k ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലെങ്കിൽ വെയിറ്റ് ഓഫ് ദി ബോഡിയുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത സാധനമാണ്. നമുക്കറിയാം സ്പ്രിങ്സിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് നമുക്കറിയാം ഈ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലൊക്കെ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിൻ്റെ മാസ് മെഷർ ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു സാധാരണ കോമൺ ബാലൻസ് പോലുള്ള പരിപാടികളൊന്നും അവിടെ നടക്കില്ല എന്നുള്ളതായിരുന്നു നമുക്കറിയാം. കാരണം ഫ്രീ ഫോളിലായതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അപ്പാരൻറ്റ് വെയിറ്റ് എല്ലാത്തിനും 0 ആയിരിക്കും. അതേസമയം നമ്മളവിടെ ഇനേർഷ്യൽ ബാലൻസ് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ഒബ്ജക്റ്റുകളുടെയൊക്കെ മാസ് മെഷർ ചെയ്യുന്നത്, വിച്ച് ഇസ് ബേസ്ഡ് ഓൺ എ സ്പ്രിംഗ് സിസ്റ്റം. ശരിയല്ലേ.
അപ്പോൾ എന്തായാലും സ്പ്രിംഗ് സിസ്റ്റത്തിൻ്റെ ഓസിലേഷൻസ് ഗ്രാവിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. നമ്മൾ പഠിക്കുന്നുണ്ട് ഹൊറിസോണ്ടലി ഓസിലേറ്റ് ചെയ്യിച്ചാലും വെർട്ടിക്കലി ഓസിലേറ്റ് ചെയ്യിച്ചാലും ഇൻക്ലൈൻഡ് പ്ലെയിനിൽ കൂടെ ഓസിലേറ്റ് ചെയ്യിച്ചാലും നിങ്ങൾ എങ്ങോട്ട് ഓസിലേറ്റ് ചെയ്യിച്ചാലും സ്പ്രിംഗ് മാസ് സിസ്റ്റത്തിൻ്റെ ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ അതിൻ്റെ എഫക്റ്റീവ് സ്പ്രിംഗ് കോൺസ്റ്റന്റിനെ മാസിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യത്തുള്ളൂ. ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് വെയിറ്റ് ഓഫ് ദി ഒബ്ജക്റ്റോ അല്ലെങ്കിൽ ആക്സലറേഷൻ ഒരു ഗ്രാവിറ്റി അല്ലെങ്കിൽ അപ്പാരന്റ് വെയിറ്റ് എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ അല്ലേ? അതുകൊണ്ട് ഇങ്ങനെ ഒരു ആൽഫ ഇവിടെ വന്നുകൊണ്ട് ഒരു വ്യത്യാസം ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ ഇതിൻ്റെ സിമിലർ ആയിട്ടുള്ള ഒരു പടം വരച്ചാൽ വേണ്ടി ഇത്രയേ ഉള്ളൂ. ഓക്കെ അല്ലേ? NCERT തന്നെയുള്ളൊരു പടമാണ്. ഇതുകൊണ്ട് ഇത്രയേ ഉള്ളൂ സാധനം. രണ്ടുപേരുടെയും ഫോഴ്സ് കോൺസ്റ്റൻസ് K ആണ്. ഓക്കെ അല്ലേ? ഇതിപ്പോൾ നോക്കിയാൽ നിങ്ങൾക്കറിയാം 2 സ്പ്രിങ്സ് പാരലലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. 2 സ്പ്രിങ്സ് പാരലലാണ്. എങ്ങനെ മനസ്സിലായി പാരലാണെന്നുള്ളത്? 2 സ്പ്രിങ്സ് പാരലാവാനുള്ള കണ്ടീഷൻ അവരുടെ ഡിസ്പ്ലേസ്മെൻറ്റ്സ് സെയിം ആയിരിക്കണം. നമ്മൾ ഒബ്ജക്റ്റിനെ ഡിസ്പ്ലേസ് ചെയ്യിക്കുമ്പോൾ 2 സ്പ്രിങ്ങിന് ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ്സ് സെയിം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സ്പ്രിങ്സ് എന്താണെന്ന് പറയാം? പാരലാന്ന് പറയാം. ഓക്കെ അല്ലേ? 2 ഇപ്പോൾ റെസിസ്റ്റേഴ്സ് കപ്പാസിറ്റേഴ്സൊക്കെ നമ്മൾ പറയും പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആയിരിക്കണം എന്ന് പറയും. അതിന് പകരം നമ്മൾ ഓസിലേഷൻസിനകത്ത് പറയുന്ന ഡിസ്പ്ലേസ്മെൻറ്റുകൾ സെയിം ആയിരിക്കണമെന്നാണ്. അപ്പം ഇതേ നോക്കി ഈ മാസത്തിന് ഞാൻ ഒരു എക്സ് ഡിസ്റ്റൻസ് അങ്ങോട്ടേക്ക് മൂവ് ചെയ്യിച്ചു. ഓക്കെ അല്ലേ? അപ്പോൾ ഈ സ്പ്രിങ് എത്ര സ്ട്രെച്ച് ചെയ്യും? കാരണം ഇവർക്കിടയിലുള്ള ലെങ്ത് ഫിക്സ്ഡാണ്, അത് മാറാൻ പറ്റില്ല. ഈ റിജിഡ് ആയിട്ടുള്ള എൻഡുകളാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള ലെങ്ത് ഫിക്സ്ഡ് ആണ്. അപ്പോൾ ഈ മാസം ഞാൻ എക്സ് ദൂരം അങ്ങോട്ടേക്ക് കൊണ്ടുപോയാൽ ഈ സ്പ്രിങ് എന്ത് ചെയ്യും? എക്സ് ദൂരം അങ്ങോട്ട് സ്ട്രെച്ച് ചെയ്യും. ശരിയല്ലേ? അപ്പോൾ ഈ ഒരു സ്പ്രിങ്ങോ വെറുതെ ഇരിക്കുമോ? ഇല്ല, അത് എക്സ് ദൂരം കംപ്രസ് ചെയ്യപ്പെടും. അപ്പോൾ നോക്കിയേ, 2 സ്പ്രിങ്ങിനുണ്ടായ ഡിസ്പ്ലേസ്മെൻറ്റ് അങ്ങോട്ടേക്കാണ്. രണ്ടിനും ഒരേ വാല്യൂ ആണ് എക്സ് തന്നെ. ഓക്കെ ആണല്ലോ? അപ്പോൾ 2 സ്പ്രിങ്ങുകൾക്കും ഒരേ ഡിസ്പ്ലേസ്മെൻറ്റ് ആയതുകൊണ്ട് ഈ സ്പ്രിങ്സ് പാരലലാണ്. പാരലൽ സ്പ്രിങ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാം കപ്പാസിറ്റേഴ്സിൻ്റെ പോലുള്ളൊരു ഫോർമുലയാണ് നമുക്ക് സ്പ്രിങ്സ് ഇൻ സീരീസ് ആൻഡ് പാരലൽ കോമ്പിനേഷൻ വരുന്നത്. അപ്പോൾ സ്പ്രിങ്സ് പാരലൽ ആണെങ്കിൽ ഇതിൻ്റെ എഫക്റ്റീവ് സ്പ്രിംഗ് കോൺസ്റ്റന്റ് വരാൻ പോകുന്നത്, ഈ സിസ്റ്റത്തിൻ്റെ എഫക്റ്റീവ് സ്പ്രിംഗ് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഇക്വലന്റ് സ്പ്രിംഗ് കോൺസ്റ്റന്റ് വരാൻ പോകുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു K1 + K2 ആയിരിക്കും. ഓക്കെ അല്ലേ? ഇവിടെ അത് രണ്ടും സെയിം ആയതുകൊണ്ട് 2K ആയിരിക്കും വരാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ നിങ്ങൾക്ക് പറയല്ലോ സ്പ്രിങ്സ് ഇൻ സീരീസ് ആണെങ്കിൽ എങ്ങനെ വരും? സ്പ്രിങ്സ് ഇൻ സീരീസ് ആണെങ്കിൽ 1/K equivalent is equal to 1/K1 + 1/K2 എന്നുള്ള രീതിയിലായിരിക്കും വരുന്നത്. ഓക്കെ ആണല്ലോ? പാരലൽ കോമ്പിനേഷൻ ആണെങ്കിൽ അത് തെറ്റിക്കാൻ സാധ്യതയുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ തിരിഞ്ഞു പോകും. അതുകൊണ്ട് ശ്രദ്ധിച്ചോണം. K equivalent എന്ന് പറഞ്ഞാൽ K1 + K2 = 2K ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ എന്താ? ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1/2π × K equivalent by M ആണ് വരുന്നത് അല്ലേ? ഇക്വലന്റ് സ്പ്രിംഗ് കോൺസ്റ്റന്റ് ഡിവൈഡഡ് ബൈ മാസ് ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് വരും? ദിസ് ഇസ് 1/2π × 2K ഡിവൈഡഡ് ബൈ M എന്ന് വരും. ഓക്കെ അല്ലേ? അപ്പോൾ അത് വെർട്ടിക്കലി ഓസിലേറ്റ് ചെയ്യിച്ചാലും ഹൊറിസോണ്ടലി ഓസിലേറ്റ് ചെയ്യിച്ചാലും ഇൻക്ലൈൻഡ് പ്ലെയിനിലാണെങ്കിലും ഇറ്റ് ഡസ് നോട്ട് മേക്ക് എനി ഡിഫറൻസ്. ഓക്കെ അല്ലേ? അപ്പോൾ 1/2π × 2K ഡിവൈഡഡ് ബൈ M വരും. ഓപ്ഷൻ 3 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുവാണെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ 6 വരുവാണെങ്കിൽ ഇത് 2021 തന്നെ ഒരു ചോദ്യമാണ്. അപ്പോൾ ഇതും വളരെ ബേസിക് ആയിട്ടുള്ള സിമ്പിൾ ഹാർമോണിക് മോഷനിൽ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ചോദ്യമൊക്കെ തന്നെയാണ്. അപ്പോൾ y = a sin ωt + ϕ0 ഇതാണ് ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം റിലേഷൻ തന്നിട്ടുണ്ട്. t = 0 ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് തന്നിട്ടുണ്ട്, y = a/2 ആൻഡ് ഇറ്റ് ഇസ് മൂവിങ് അലോൺ നെഗറ്റീവ് എക്സ് ഡയറക്ഷൻ. അങ്ങനെയാണെങ്കിൽ ഇനീഷ്യൽ ഫേസ് ആംഗിൾ അല്ലേ, ഈ a sin ωt + ϕ എന്ന് കാണുമ്പോൾ ϕയെ പലർക്കും പുച്ഛമാണ്. കാരണം ϕ എന്ന് പറയുന്ന സാധനം എന്തിനാണ് ഒരു അധികപ്പറ്റല്ലേ എന്ന് കൊടുക്കും? a sin ωt അല്ലെങ്കിൽ a cos ωt അല്ലെ കാണാൻ ഭംഗി, അത്രയും പോരെയെന്ന് വിചാരിക്കും. അല്ല, നമുക്ക് ഓസിലേഷനെ പറ്റിയുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷൻ, ഓസിലേഷൻ്റെ എൻറ്റയർ ഫേസിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ അടങ്ങിയിട്ടുള്ള ടൈമാണ് ωt + ϕ. അപ്പോൾ അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് പാർട്ടിക്കിൾ ഇനീഷ്യലി എവിടെയായിരുന്നു, ഇനീഷ്യലി അതിൻ്റെ ഡയറക്ഷൻ ഓഫ് മോഷൻ എന്തായിരുന്നു എന്നുള്ളത് അല്ലേ? പാർട്ടിക്കിളിൻ്റെ ഇനീഷ്യൽ പൊസിഷനും ഇനീഷ്യൽ ഡയറക്ഷൻ ഓഫ് മോഷനും എന്താണ് എന്ന് ഡിഫൈൻ ചെയ്യുന്ന ടൈമാണ് അവിടുത്തെ ഇനീഷ്യൽ ഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനീഷ്യൽ ഫേസ് കണ്ടുപിടിക്കുക എന്നുള്ള ഒരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റൻ ആണ്, തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്ത് പഠിച്ചിരിക്കണം. ഓക്കെ ആണല്ലോ? അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ അപ്പോൾ കുറച്ച് ട്രിഗ്നോമെട്രി, വളരെ ബേസിക് ആയിട്ടുള്ള ട്രിഗ്നോമെട്രി അറിഞ്ഞാൽ മതി, നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് ഫംഗ്ഷൻ എന്താ? y = a sin ωt + ϕ0 എന്നാണ് അല്ലേ? a sin ωt + ϕ0 എന്നാണ് തന്നിരിക്കുന്നത്. നമ്മൾ പറയുന്നുണ്ട് t = 0 ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്? a/2 ആണെന്ന് പറയുന്നുണ്ട്. അപ്പം ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് t = 0 എത്രയാണ്? t = 0 ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ വാല്യൂ a/2 ആണ് നമ്മളോട് പറയുന്നുണ്ട് അല്ലേ? അപ്പോൾ t = 0 നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ വാല്യൂ എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ വാല്യൂ a/2 ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് ആദ്യം ഈ കണ്ടീഷൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ y-യുടെ വാല്യൂ എത്രയാണ്? a/2 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു a sin ഏത് ടൈമിലാണ്? t = 0. t = 0 എന്ന് കൊടുത്താൽ ωt എന്താവും? 0 ആവും. അപ്പോൾ പോയിട്ട് a sin ϕ എന്ന് വരും. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് a ക്യാൻസൽ ചെയ്യാം. അതിൽ നിന്ന് sin ϕ എന്താണെന്ന് കിട്ടി?
sin phi is equal to 1/2 എന്ന് കിട്ടി. അപ്പോൾ sin phi 1/2 കിട്ടണമെന്നുണ്ടെങ്കിൽ ഫൈയുടെ പോസിബിൾ വാല്യൂസ് ഏതൊക്കെയാണ്? നമുക്കറിയാം സൈൻ പോസിറ്റീവ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ക്വാഡ്രൻസ് വരച്ചാൽ ഏതൊക്കെ ക്വാഡ്രൻറ്റിലാണ് സൈൻ പോസിറ്റീവ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. ഏതൊക്കെ ക്വാഡ്രൻറ്റിലാണ്? ഫസ്റ്റിലും സെക്കൻഡിലുമാണ് സൈൻ പോസിറ്റീവ് ആണ് അല്ലേ? അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ സൈൻ്റെ വാല്യൂ നമുക്കറിയാം. ഇപ്പോൾ 50 എന്ന് പറഞ്ഞാൽ എത്ര വരണം? നമുക്കറിയാം sin 30 ആണ് 1/2 വരുന്നത് അല്ലേ? അപ്പോൾ π/6 വരണം. സെക്കൻഡ് ക്വാഡ്രൻറ്റിലെ വാല്യൂ അപ്പോൾ പിന്നെ എന്തായിരിക്കും? π - π/6 ആയിരിക്കും. 5π/6 വരും എന്ന് പറയുമ്പോൾ ഈ രണ്ട് വാല്യൂസും ആണെന്നല്ല അതിൻ്റെ അർത്ഥം, ഇതിലേതോ ഒന്നാണ് അർത്ഥം. അപ്പോൾ ഏതെങ്കിലും ഒന്ന്. അപ്പോൾ എന്തുകൊണ്ടാണ് രണ്ട് പോസിബിലിറ്റീസ് കിട്ടിയെന്ന് ചോദിച്ചാൽ നമ്മൾ മുഴുവൻ ഇൻഫർമേഷൻ ഉപയോഗിച്ചിട്ടില്ല. നമ്മൾ പറഞ്ഞു ഫേസിനകത്ത് എന്തിനെല്ലാം പറ്റിയുള്ള ഇൻഫർമേഷൻ ഉണ്ട്? പൊസിഷനെ പറ്റിയുള്ള ഇൻഫർമേഷനും ഉണ്ട്, അതുപോലെ ഡയറക്ഷൻ ഓഫ് മോഷനെ പറ്റിയുള്ള ഇൻഫർമേഷനും ഉണ്ട്. അപ്പോൾ നമ്മൾ പൊസിഷനെ പറ്റിയുള്ള ഇൻഫർമേഷൻ മാത്രമേ ഉപയോഗിച്ചുള്ളൂ. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഒരു ആംബിഗ്യൂറ്റിയിൽ വന്നത് അല്ലേ? രണ്ട് പോസിബിൾ ആൻസേഴ്സ് നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇനി ഡയറക്ഷൻ ഓഫ് മോഷനെ കൂടെ പറ്റിയുള്ള കാര്യം നമ്മൾ നോക്കണം. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് വെലോസിറ്റി ഏത് ഡയറക്ഷനിലാണ്? വെലോസിറ്റി നെഗറ്റീവ് എക്സ് ഡയറക്ഷനിലാണ് എന്ന് പറയുമ്പോൾ t = 0 പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി എന്തായിരുന്നു? നെഗറ്റീവ് ആയിരുന്നു. അപ്പോൾ അതിന് വെലോസിറ്റി കണ്ടുപിടിക്കണം. വെലോസിറ്റി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഡിസ്പ്ലേസ്മെൻറ്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ പോരെ. അപ്പോൾ v = dy/dt ആണ്. dy/dt എടുത്താൽ എന്ത് കിട്ടും? ദാറ്റ് ഈസ് a omega cos omega t + phi0 എന്ന് വരും. ഓക്കെ അല്ലേ? ഇതാണ് നമ്മളുടെ വെലോസിറ്റി ഫംഗ്ഷൻ വരുന്നത്. അപ്പോൾ വെലോസിറ്റി നെഗറ്റീവ് ആണ്, t = 0 എന്ന് പറയുന്നുണ്ട് അല്ലേ? അപ്പോൾ t = 0 v നെഗറ്റീവ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് t = 0 v കണ്ടുപിടിക്കാം. അപ്പോൾ t = 0 വിയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്ത് വരും? v = a omega cos omega t 0 ആവും, പോട്ട് phi0 എന്ന് വരും അല്ലേ? അപ്പോൾ a omega നമുക്കറിയാം പോസിറ്റീവ് നമ്പേഴ്സ് ആണ്. അപ്പോൾ v നെഗറ്റീവ് ആകണമെങ്കിൽ cos phi എന്തായിരിക്കണം? cos phi നെഗറ്റീവ് ആയിരിക്കണം അല്ലേ? cos phi നെഗറ്റീവ് ആയിരിക്കണം. അപ്പം sin phi പോസിറ്റീവ് ആയിരിക്കാൻ വേണം, cos phi നെഗറ്റീവ് ആയിരിക്കാൻ വേണം. ഇങ്ങനെയാണ് നമ്മൾ ക്വാഡ്രൻറ്റ് ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? ഒരു ഇൻഫർമേഷൻ മാത്രം കൊടുത്തിട്ട് കാര്യമില്ല, നമുക്ക് എപ്പോഴും രണ്ട് ഉത്തരങ്ങൾ വരും. അതിൽ നിന്ന് കറക്റ്റായിട്ടുള്ള ക്വാഡ്രൻറ്റ് ഫിക്സ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ അടുത്ത വെലോസിറ്റിയെ കൂടെ പറ്റിയുള്ള ഇൻഫർമേഷൻ അറിഞ്ഞിട്ടാണ്. അപ്പോൾ വെലോസിറ്റി നെഗറ്റീവ് ആണ് എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ cos phiയുടെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കണം നമുക്ക് മനസ്സിലായി. അപ്പോൾ സൈൻ പോസിറ്റീവ് ആയിരിക്കാൻ വേണം, കോസ് നെഗറ്റീവ് ആയിരിക്കാൻ വേണം. നമുക്കറിയാം ഏത് ക്വാഡ്രൻറ്റാണ്? സെക്കൻഡ് ക്വാഡ്രൻ്റ് ആണ്. അപ്പോൾ സെക്കൻഡ് ക്വാഡ്രൻ്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ വരേണ്ടത് ഏതാണ്? ആൻസർ വരേണ്ടത് 5π/6 ആണ് നമ്മുടെ ആൻസർ വരേണ്ടത്. ഓക്കെ അല്ലേ? കാരണം സെക്കൻഡ് ക്വാഡ്രൻ്റിൽ ആംഗിൾ 5π/6 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഓപ്ഷൻ ഏത് വരും? ഓപ്ഷൻ 3 ആണ് വരുന്നത്. 5π/6 ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ ആണല്ലോ? ഇനി അപ്പോൾ അത് വളരെ ബേസിക് ഉള്ള ചോദ്യം അല്ലേ? സിമ്പിൾ ട്രിഗ്നോമെട്രി മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ചെയ്യേണ്ടത്. ഓക്കെ ആണല്ലോ? അടുത്തൊരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റൻ ആണ് കേട്ടോ. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റൻ, അസർഷൻ റീസൺ ക്വസ്റ്റിൻ്റെ മെട്രിക്സ് മാച്ച്, ഇതെല്ലാം നമുക്കറിയാം JEE Mainൻ്റെ സ്പെഷ്യാലിറ്റീസ് വരുന്ന കുറേ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ആണ്. അപ്പോൾ ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് 1 നിങ്ങൾ നോക്കുവാണെങ്കിൽ എ സെക്കൻഡ്സ് പെൻഡുലം ഹാസ് എ ടൈം പീരീഡ് ഓഫ് 1 സെക്കൻഡ്. ഒരു സെക്കൻഡ്സ് പെൻഡുലത്തിൻ്റെ ടൈം പീരീഡ് 1 സെക്കൻഡ് ആണ്. ശരിയോ തെറ്റോ? സെക്കൻഡ്സ് പെൻഡുലത്തിൻ്റെ ടൈം പീരീഡ് എത്രയാണ്? സെക്കൻഡ്സ് പെൻഡുലത്തിൻ്റെ ടൈം പീരീഡ് 2 സെക്കൻഡ്സ് ആണ്. പറയുമ്പോൾ അത് തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. സെക്കൻഡ്സ് പെൻഡുലം എന്ന് പറയുമ്പോൾ 1 സെക്കൻഡാന്ന് വിചാരിക്കും. സെക്കൻഡ്സ് പെൻഡുലത്തിൻ്റെ ടൈം പീരീഡ് എത്രയാണ്? ടൈം പീരീഡ് 2 സെക്കൻഡ്സ് ആണ്. ഓക്കെ അല്ലേ? ടൈം പീരീഡ് 2 സെക്കൻഡ്സ് ആയിട്ടുള്ള സിമ്പിൾ പെൻഡുലംസിനെയാണ് നമ്മൾ സെക്കൻഡ്സ് പെൻഡുലം എന്ന് പറയുന്നത്. ഓക്കെ. ഇനി അങ്ങനെയാണെങ്കിൽ ഇതിനെ കണക്ട് ചെയ്ത് ഞാൻ കുറച്ചുകൂടെ കാര്യങ്ങൾ പറയാം. അപ്പോൾ ടൈം പീരീഡ് 2 സെക്കൻഡ്സ് ആണ് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ എർത്തിൽ നമുക്കറിയാം ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? 2π√L/g ആണ് അല്ലേ? ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ ഓഫ് സിമ്പിൾ പെൻഡുലം എന്ന് പറഞ്ഞാൽ 2π√L/g ആണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എർത്തിൻ്റെ സർഫസിൽ ഇരിക്കുന്ന ഒരു സെക്കൻഡ്സ് പെൻഡുലം നിങ്ങൾ മൂണിൻ്റെ സർഫസിൽ കൊണ്ടുവന്ന് വെച്ചാൽ ഇറ്റ് വിൽ നോട്ട് ആക്ട് ആസ് എ സെക്കൻഡ്സ് പെൻഡുലം. ഓക്കെ ആണല്ലോ? കാരണം എർത്തിലെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് ഒരു വാല്യൂ ഉണ്ട്. അവിടെ നിങ്ങളൊരു പർട്ടിക്കുലർ ലെങ്ത് സെലക്ട് ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾക്ക് 2 സെക്കൻഡ്സും ടൈം പീരീഡ് കിട്ടുന്നത്. ആണല്ലോ? നമുക്കറിയാം ഇവിടെ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാക്കി എടുക്കണം? നമുക്കറിയാം G എന്ന് പറയുന്നത് നമ്മൾ 9.8 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ റൂട്ട് ഏകദേശം പൈയോട് ഈക്വൽ ആണ്. അപ്പോൾ അത് നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഇവിടെ 2 വന്നു, ഇവിടെയും 2 വന്നു. ക്യാൻസൽ ചെയ്താൽ L നമുക്ക് 1 എന്ന് കിട്ടും. അപ്പോൾ L അപ്രോക്സിമേറ്റ്ലി 1 മീറ്റർ ആയിരിക്കണം. അതായത് എർത്തിൻ്റെ സർഫസിൽ നമുക്ക് 2 സെക്കൻഡ്സ് ടൈം പീരീഡ് വരണമെന്നുണ്ടെങ്കിൽ പെൻഡുലത്തിൻ്റെ ലെങ്ത് എത്ര ആയിരിക്കണം? 1 മീറ്റർ ആയിരിക്കണം. ശരിയല്ലേ? അപ്പോൾ എല്ലിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1 മീറ്റർ ആയിരിക്കണം അപ്രോക്സിമേറ്റ്ലി ഓൺ എ സർഫസ്. എന്നാലേ അത് എന്തായിട്ട് ആക്ട് ചെയ്യുള്ളൂ? സെക്കൻഡ്സ് പെൻഡുലമായിട്ട് ആക്ട് ചെയ്തുള്ളൂ. ഓക്കെ ആണല്ലോ? ഇതേ സാധനം, ഇതേ പെൻഡുലം, അപ്പോൾ എർത്തിൻ്റെ സർഫസിലിരിക്കുന്ന ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ ലെങ്ത് 1 മീറ്റർ ആയെങ്കിൽ മാത്രമേ അത് സെക്കൻഡ്സ് പെൻഡുലമായിട്ട് ആക്ട് ചെയ്യുള്ളൂ. ആ പെൻഡുലത്തിന് നിങ്ങൾ എടുത്തുകൊണ്ട് എവിടെ പോവുകയാണ്? നിങ്ങൾ നേരെ ചന്ദ്രനിലോട്ട് പോവുകയാണ്. ഓക്കെ ആണല്ലോ? മൂണിൻ്റെ സർഫസിൽ കൊണ്ടുവന്ന് വെക്കുവാണ്. എന്നാ പറ്റും?
അപ്പോൾ മൂണിൻ്റെ സർഫസിൽ നിങ്ങൾ ലെങ്ത് 1 മീറ്റർ എടുത്തിരിക്കുന്നത്, പക്ഷേ മൂണിൻ്റെ ആക്സലറേഷൻ ഒരു ഗ്രാവിറ്റി ഡിഫറൻ്റ് ആണ്. അതുകൊണ്ട് അവിടെ നിങ്ങൾക്ക് ഒരിക്കലും 2 സെക്കൻഡ്സ് കിട്ടത്തില്ല. ഓക്കെ ആണല്ലോ. അപ്പോൾ അവിടെ അതൊരു സെക്കൻഡ് സ്പെൻഡിലായിട്ട് ആക്ട് ചെയ്തില്ല. അവിടെ അത് സെക്കൻഡ് സ്പെൻഡിലായിട്ട് ആക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ജിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എൽ നിങ്ങൾ എടുക്കണം ഫോർ ടൈം പീരീഡ് ഈക്വൽ ടു 2 സെക്കൻഡ്സ് കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ ആണല്ലോ. ഇനി സെക്കൻഡ് സ്പെൻഡിൽ തന്നെ ടൈം പീരീഡ് അപ്പോൾ 1 സെക്കൻഡ് ആണെന്ന് പറഞ്ഞത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് അല്ലേ. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 1 തെറ്റാണ് നമുക്ക് പിടികിട്ടി. സ്റ്റേറ്റ്മെൻറ്റ് 1 തെറ്റാണ്. In statement 2, it takes precisely 1 second to move between two extreme positions. അപ്പോൾ സെക്കൻഡ് സ്പെൻഡിൽ തന്നെ അതിനെ ബേസ് ചെയ്തുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് രണ്ടാമത്തതും. ഇറ്റ് ടേക്സ് പ്രിസൈസ്ലി 1 second to move between two extreme positions. അപ്പോൾ ഒരു പെൻഡിൽ നമ്മൾ നോക്കിയാൽ ഇതാണ് അതിൻ്റെ മെയിൻ പൊസിഷൻ വിചാരിക്കുക. ഇവിടെ നിന്ന് ഇങ്ങോട്ടും പോകുന്നുണ്ട്, അതുപോലെ ഇങ്ങോട്ടും പോകുന്നുണ്ട്. ശരിയല്ലേ? രണ്ട് സൈഡിലോട്ടും അത് പോകുന്നുണ്ട്. ഇത് രണ്ടുമാണ് അതിൻ്റെ എക്സ്ട്രീം പോയിന്റ്സ് വിചാരിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ സിമ്പിൾ പെൻഡിൽ എക്സ്പെരിമെൻ്റ് ഒക്കെ നമ്മളൊന്ന് മനസ്സിലോട്ട് ആലോചിച്ചാൽ മതി. നമ്മളെപ്പോഴും ടൈം ഓഫ് ഓസിലേഷൻ 1 ആയിട്ട് നമ്മൾ പറയുന്നത്, അത് നമ്മൾ ഇവിടുന്ന് റിലീസ് ചെയ്താൽ, എക്സ്ട്രീം പോയിന്റ് റിലീസ് ചെയ്താൽ അവിടെ തന്നെ അത് തിരിച്ചു വരണം. അപ്പോഴാണ് ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആവുന്നത് അല്ലേ. ഇവിടുന്ന് വിട്ട് കഴിഞ്ഞാൽ ഇത് ഇവിടം വരെ പോയി തിരിച്ചു വരണം. അപ്പോഴാണ് ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുവാണെങ്കിൽ ദെൻ ഇവിടുന്ന് ഇവിടം വരെ പോയി തിരിച്ചു വരാൻ എടുക്കുന്ന ടൈമാണ് 2 സെക്കൻഡ്സ്. അതാണ് ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ. അത് 2 സെക്കൻഡ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് ഇവിടം വരെ പോകാൻ എടുക്കുന്ന സമയം അതിൻ്റെ പകുതി ആയിരിക്കത്തില്ലേ? ഹാഫ് ഓസിലേഷൻ അല്ലേ അത്? ഇത്രയുമാണ് ഫുൾ ഓസിലേഷൻ. അപ്പോൾ അതിൻ്റെ പകുതി എന്ന് പറയുന്നത് ഹാഫ് ഓസിലേഷൻ ആയിരിക്കും. അപ്പോൾ എക്സ്ട്രീം പോയിന്റിൽ നിന്ന് മറ്റേ എക്സ്ട്രീം പോയിന്റ് വരെ പോകാൻ എടുക്കുന്ന സമയം ടൈം പീരീഡിൻ്റെ പകുതിയായിരിക്കും. എത്ര അത് വരുന്നത്? 2/2 1 സെക്കൻഡ് ആണ് വരുന്നത്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 2 കറക്റ്റ് ആണ് അല്ലേ? സ്റ്റേറ്റ്മെൻറ്റ് 2 കറക്റ്റ് ആണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 1 തെറ്റാണ്, സ്റ്റേറ്റ്മെൻറ്റ് 2 കറക്റ്റ് ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ഫോൾസ് ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ട്രൂ. അപ്പോൾ സെക്കൻഡ് ഓപ്ഷനാണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഓക്കെ. അപ്പോൾ അതും വളരെ ഈസി ആയിട്ടുള്ളൊരു ചോദ്യമായിരുന്നു. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ദ ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം ഈസ് t ഇൻസൈഡ് എ ലിഫ്റ്റ് വെൻ ദ ലിഫ്റ്റ് ഈസ് സ്റ്റേഷനറി. ഇഫ് ദ ലിഫ്റ്റ് മൂവ്സ് അപ്വേർഡ്സ് വിത്ത് ആൻ ആക്സലറേഷൻ g/2 ദ ടൈം പീരീഡ് ഓഫ് പെൻഡുലം വിൽ ബി. അപ്പോൾ അത് 20കളുടെ തന്നെ ഒരു ചോദ്യമാണ്. അപ്പോൾ സിമ്പിൾ പെൻഡുലമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ചോദിക്കുന്നതാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, സിമ്പിൾ പെൻഡുലം, സ്പ്രിംഗ് മാസ് സിസ്റ്റം, ഓസിലേഷൻ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ടോപ്പിക്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഓസിലേഷനൊക്കെ ബന്ധപ്പെടുത്തി ടൈം പീരീഡ് കണ്ടുപിടിക്കാനും അതാണൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ ഇവിടെ സിമ്പിൾ പെൻഡുലമാണ്. അതൊരു സ്റ്റേഷനറി ലിഫ്റ്റിൽ നമ്മൾ ഹാങ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ അല്ലേ? സ്റ്റേഷനറി ലിഫ്റ്റിൽ നമ്മൾ ഹാങ് ചെയ്തിരിക്കുകയാണ് ഒരു സിമ്പിൾ പെൻഡുലം. ഓക്കെ. അപ്പോൾ അന്നേരം അതിൻ്റെ ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ എത്ര ആയിരുന്നു? ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ T ആയിരുന്നു അല്ലേ? അപ്പോൾ 2π√L/g ആണ് ഫോർമുല. ഓക്കെ അല്ലേ? ഇനി എന്ത് ചെയ്യുന്നു? ലിഫ്റ്റ് ഈസ് മൂവിങ് അപ്വേർഡ്സ് വിത്ത് ആൻ ആക്സലറേഷൻ g/2. ഇനിയിപ്പോൾ ലിഫ്റ്റ് എന്ത് ചെയ്യുവാണ്? ലിഫ്റ്റ് മേളിലോട്ട് ആക്സലറേറ്റ് ചെയ്യുവാണ് വിത്ത് ആൻ ആക്സലറേഷൻ ഈക്വൽ ടു g/2. അപ്പോൾ നമുക്കറിയാം, ഈ ലിഫ്റ്റ് മേലോട്ട് ആക്സലറേറ്റ് ചെയ്യുമ്പോൾ ലിഫ്റ്റിനകത്തിരിക്കുന്ന എല്ലാ ഒബ്ജക്റ്റുകളുടെ അപ്പാരൻറ്റ് വെയിറ്റ് എന്ത് ചെയ്യും? അപ്പാരൻറ്റ് വെയിറ്റ് കൂടും. ശരിയല്ലേ? നമ്മൾ ലോസ് ഓഫ് മോഷനകത്തൊക്കെ പഠിക്കുന്നതാണ്. ലിഫ്റ്റ് മേലോട്ട് ആക്സലറേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം അപ്പാരൻറ്റ് വെയിറ്റ് എല്ലാ ഒബ്ജക്റ്റുകളുടെയും കൂടണം. അത് ടെൻഷനും കൂടും. ഓക്കെ അല്ലേ? കാരണം മേളിലോട്ട് ഇപ്പം ആക്സലറേഷൻ ഉള്ളത് കാരണം ഈ മാസിനെയും കൂടെ എന്ത് ചെയ്യേണ്ടി വരും? മേളിലോട്ട് ആക്സലറേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത്രയും കൂടെ ടെൻഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടി വരുന്ന ആരാണ്? സ്ട്രിങ് ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ അതുകൊണ്ട് സ്ട്രിങ്ങിലെ ടെൻഷൻ എന്ത് ചെയ്യും? കൂടും. മേളിലോട്ടാണ് ആക്സലറേറ്റ് ചെയ്യുന്നത്, സ്ട്രിങ്ങിലെ ടെൻഷൻ കൂടും. താഴേക്കാണ് ആക്സലറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്ട്രിങ്ങിലെ ടെൻഷൻ കുറയുമാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ മേളിലോട്ട് ആക്സലറേറ്റ് ചെയ്യുമ്പോൾ ടൈം പീരീഡിൻ്റെ ഫോർമുല ദാറ്റ് ഈസ് ഈക്വൽ ടു 2π/√L/. നമുക്കറിയാം സിമ്പിൾ പെൻഡുലം ഇൻ ആൻ ആക്സലറേറ്റിംഗ് ഫ്രെയിം. ഒരു സിമ്പിൾ പെൻഡുലം ആക്സലറേറ്റിംഗ് ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഫോർമുല 2π√L/g എഫക്റ്റീവ് എന്നാണ്. ഓക്കെ അല്ലേ? g എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ അപ്പാരൻറ്റ് വെയിറ്റ് ഓഫ് ദി ബോബ് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ദി ബോബ് ആണ്. ഓക്കെ ആണല്ലോ? അത് ഈ കേസ് നമുക്കറിയാം, കൂടുതൽ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. അപ്പാരൻറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആക്സലറേറ്റിംഗ് അപ്വേർഡ് ആണെങ്കിൽ അപ്പാരൻറ്റ് വെയിറ്റ് m × g+a ആയിരിക്കും. അപ്പോൾ അതേ ബൈ m ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? g+a എന്ന് കിട്ടും. സോ 2π√L/g+a ആണ്. അപ്പോൾ ലിഫ്റ്റ് ആക്സലറേറ്റിംഗ് അപ്വേർഡ് ആണെങ്കിൽ g+a എന്ന് വരും. ലിഫ്റ്റ് ആക്സലറേറ്റിംഗ് ഡൗൺവേർഡ് ആണെങ്കിൽ g-a എന്ന് വരും. ഓക്കെ ആണല്ലോ? അപ്പോൾ ഈ കേസിൽ എന്തായാലും T' എന്ന് പറയുന്നത് 2π√L/g+a എന്നാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്ന പുതിയ ടൈം പീരീഡ് ഇൻ ടേംസ് ഓഫ് ദി ഓൾഡ് ടൈം പീരീഡ് T ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ T' എങ്ങനെ എഴുതാം? T' is equal to ദാറ്റ് ഈസ് 2π/√L ഡിവൈഡഡ് ബൈ g+a യുടെ വാല്യൂ നമുക്കറിയാം g/2 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? സോ ദിസ് ഇസ് 2π/√L ഡിവൈഡഡ് ബൈ g+g/2 എന്ത് വരും? 3g/2 എന്ന് വരും. ഓക്കെ ആണല്ലോ? സോ ദിസ് ഇസ് ഈക്വൽ ടു 2π × √2L/3g എന്ന് വരും. അപ്പോൾ √2/3 നമ്മൾക്ക് പുറത്തെടുക്കുവാണെങ്കിൽ √2/3 പുറത്തെടുത്താൽ എന്ത് കിട്ടും? ഇൻറ്റു 2π√L/g എന്ന് വരും അല്ലേ? √2/3 പുറത്തെടുത്താൽ ഇൻറ്റു 2π√L/g. 2π√L/g എന്താ? പഴയ ടൈം പീരീഡ് അല്ലേ? സോ ദിസ് ഇസ് ഈക്വൽ ടു √2/3 ടൈംസ് ടൈം പീരീഡ് എന്ന് വരും. √2/3 ടൈംസ് ടൈം പീരീഡ്. ഓക്കെ.
അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത്, √2/3 ടൈംസ് ടൈം പീരീഡ്. അപ്പോൾ ഓപ്ഷൻ 4 ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ വരുന്നത്. ഓപ്ഷൻ 4 ഇസ് എ കറക്റ്റ് ആൻസർ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പം ഫോർ വാട്ട് വാല്യൂ ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ദ കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സിമ്പിൾ ഹാർമോണിക് ഓസിലേഷൻ ബിക്കം ഈക്വൽ. അപ്പോൾ ഏത് ഡിസ്പ്ലേസ്മെൻറ്റിൽ വെച്ചിട്ടാണ് ഒരു സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും സെയിം ആവുന്നതാണ് ചോദ്യം, അല്ലേ? പലർക്കും ഡയറക്റ്റ് വാല്യൂ അറിയായിരിക്കും, അല്ലേ? ഡയറക്റ്റ് വാല്യൂ ആണെന്നുണ്ടെങ്കിൽ ഒറ്റയടിക്ക് കുത്തുക എന്നുള്ളേ ഉള്ളൂ, അവിടെ കൂടുതൽ ചെയ്ത് നോക്കേണ്ട കാര്യമില്ല. ഇനിയിപ്പം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. അപ്പോൾ കൈനറ്റിക് എനർജി ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ നമുക്കറിയാം, കെയുടെ ഫോർമുല എന്ന് പറഞ്ഞാൽ ½ K × A² - X² ആണ് വരുന്നത്, അല്ലേ? ½ K × A² - X² എന്നാണ് വരുന്നത്. ഇതാണ് കൈനറ്റിക് എനർജി ഓഫ് സിമ്പിൾ ഹാർമോണിക് ഓസിലേഷൻ കണ്ടുപിടിക്കാനായിട്ടുള്ള ഫോർമുല. അതുപോലെ പൊട്ടൻഷ്യൽ എനർജി ആണെന്നുണ്ടെങ്കിൽ ½ K X² ആണ് ഫോർമുല വരുന്നത്. ഇഫ് ദ പൊട്ടൻഷ്യൽ എനർജി അറ്റ് ദ മീൻ പൊസിഷൻ ഇസ് 0, പൊട്ടൻഷ്യൽ എനർജി അറ്റ് മീൻ പൊസിഷൻ 0 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പൊട്ടൻഷ്യൽ എനർജി എന്തായിട്ട് എഴുതാം, ½ K X² എന്ന് എഴുതാം. അപ്പോൾ 0 ആണല്ലോ എന്നൊക്കെ എങ്ങനെ അറിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെപ്പറ്റിയുള്ള ഇൻഫർമേഷൻ ക്വസ്റ്റിനിൽ കാണും. ഓക്കെ അല്ലേ? ഇപ്പോൾ ഇവിടെ അതൊന്നും നമുക്ക് തന്നിട്ടില്ല, അതുകൊണ്ട് പൊട്ടൻഷ്യൽ എനർജി അറ്റ് ദ മീൻ പൊസിഷൻ നമുക്ക് 0 ആയിട്ട് സെറ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ½ K X² ആണ്. അപ്പോൾ ഇത് രണ്ടും സെയിം ആകുന്നത് ഏത് എക്സിലാണെന്നാണ് ചോദിച്ചത്. ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്താൽ പോരെ, അല്ലേ? അപ്പോൾ K = U നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും, ½ K × A² - X² എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആയിരിക്കും, ½ K X² ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഒരു ½ K രണ്ട് സൈഡ് നമുക്ക് ക്യാൻസൽ ചെയ്യാം, പോയിട്ട് നമുക്ക് എന്ത് വരും, A² - X² = X² എന്ന് വരും, അല്ലെങ്കിൽ 2X² = A² എന്ന് വരും, ശരിയല്ലേ? അപ്പോൾ X²ൻ്റെ വാല്യൂ എന്തായിരിക്കും, A²/2 ആയിരിക്കും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും, ± A/√2 ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ x = ± A/√2. അപ്പം ഒരു സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും സെയിം ആകുന്നത് ഏത് ഡിസ്പ്ലേസ്മെൻറ്റിലാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഇസ് അറ്റ് ± A/√2 ഫ്രം ദ മീൻ പൊസിഷൻ ആണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ അത് പഠിച്ചിരിക്കേണ്ട ഒരു റിസൾട്ടാണ് കേട്ടോ, അതൊക്കെ പഠിച്ച് വെച്ചിരുന്നാൽ മതി, അതൊന്നും വെറുതെ ചെയ്ത് നമുക്ക് സമയം കളയേണ്ട കാര്യമില്ല. അപ്പോൾ ± A/√2 ഇസ് എ കറക്റ്റ് ആൻസർ. അവിടെ എനർജിയുടെ വാല്യൂ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടോട്ടൽ എനർജിയുടെ പകുതിയായിരിക്കും. കാരണം നമുക്കറിയാം സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു കൺസർവേറ്റീവ് സിസ്റ്റമാണ്, അതുകൊണ്ട് ടോട്ടൽ എനർജി കൺസേർവ്ഡ് ആയിരിക്കും. അതുകൊണ്ട് കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും ടോട്ടൽ എനർജിയാണ് കിട്ടേണ്ടത്, വിച്ച് ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്. ½ K A² ആണ് ടോട്ടൽ എനർജി നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ പകുതിയായിരിക്കും, കാരണം കൈനറ്റിക്കും പൊട്ടൻഷ്യൽ സെയിം ആകുമെന്ന് പറഞ്ഞാൽ രണ്ടും കൂടെ ആഡ് ചെയ്താൽ ടോട്ടൽ എനർജിയും കിട്ടണം. അപ്പോൾ അതിൻ്റെ അർത്ഥം ടോട്ടൽ എനർജിയുടെ പകുതിയായിരിക്കും കൈനറ്റിക്കും പൊട്ടൻഷ്യലായിട്ട് വരാൻ പോകുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്ത ചോദ്യം, a particle of mass 250 gram executes simple harmonic motion under a periodic force -25 Newton. The particle attains a maximum speed of 4 meters per second during its oscillation. The amplitude of motion is -centimeter. അപ്പോൾ 2023 ചോദിച്ച ഒരു ചോദ്യമാണ്. അപ്പോൾ നമുക്കിവിടെ ഒരു പീരിയോഡിക് ഫോഴ്സ് നമുക്ക് ഒരു സിമ്പിൾ ഹാർമോണിക് ഫോഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്, അല്ലേ? F is equal to -25 Newton എന്നാണ് തന്നിരിക്കുന്നത്. നമുക്കറിയാം ഇത് സിമ്പിൾ ഹാർമോണിക് മോഷനിലെ റീസ്റ്റോറിംഗ് ഫോഴ്സിനോട് സിമിലർ ആണ്. F = -kx എന്നുള്ള ഫോമിലാണ് തന്നിരിക്കുന്നത്, അല്ലേ? F is equal to -kx. അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാകും K എന്താണ്, K is equal to 25 Newton/meter ആണെന്ന് നമുക്ക് മനസ്സിലാവും. K is 25 Newton/meter ആണ്. ഇനി നമ്മളോട് പറയുന്നുണ്ട് പാർട്ടിക്കിളിൻ്റെ മാസ് എത്രയാണ്. പാർട്ടിക്കിളിൻ്റെ മാസ് എന്ന് പറയുന്നത് 250 gram ആണ്, അല്ലേ? 250 gram എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1/4 kilogram ആണ് വരുന്നത്, അല്ലേ? 1/4 kilogram നമുക്ക് എഴുതാം. ഇനി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് മാക്സിമം സ്പീഡിൻ്റെ ഫോർമുല നമുക്കറിയാം, അല്ലേ? സിമ്പിൾ ഹാർമോണിക് മോഷനിലെ പാർട്ടിക്കിൾ അറ്റൈൻ ചെയ്യുന്ന മാക്സിമം സ്പീഡിൻ്റെ ഫോർമുല എന്താണ്, Aω ആണെന്ന് അറിയാം, അല്ലേ? എവിടെ വെച്ചാൽ പാർട്ടിക്കിൾ മാക്സിമം സ്പീഡ് അറ്റൈൻ ചെയ്യുന്നത്, ഏത് പൊസിഷനിൽ വെച്ചായിരിക്കും പാർട്ടിക്കിൾ മാക്സിമം സ്പീഡ് അറ്റൈൻ ചെയ്യുന്നത്? മാക്സിമം സ്പീഡ് അറ്റൈൻ ചെയ്യുന്നത് എവിടെ വെച്ചിട്ടായിരിക്കും, മീൻ പൊസിഷനിൽ വെച്ചിട്ടായിരിക്കും, അല്ലേ? എക്സ്ട്രീം പോയിന്റിലെ സ്പീഡ് എന്തായിരിക്കും, എക്സ്ട്രീം പോയിന്റിലെ സ്പീഡ് 0 ആയിരിക്കും, മീൻ പൊസിഷനിലായിരിക്കും സ്പീഡ് മാക്സിമം ആയിരിക്കുന്നത്. ആ മാക്സിമം സ്പീഡിൻ്റെ വാല്യൂ Aω ആയിരിക്കും. ഓക്കെ അല്ലേ? ആംപ്ലിറ്റ്യൂഡ് ഇൻറ്റു ആംഗുലർ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ ആണ്. അപ്പോൾ ω എന്ന് പറഞ്ഞാൽ എന്താണ്, √K/m ആണ്. അപ്പോൾ മാക്സിമം വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 4 meter/second ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ, കണ്ടുപിടിക്കേണ്ടത് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഓസിലേഷൻ ആണ്. ആംപ്ലിറ്റ്യൂഡ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പം നമുക്ക് Aω 4 ആണെന്നറിയാം. അപ്പോൾ ω കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് A കണ്ടുപിടിക്കല്ലോ. ω കണ്ടുപിടിക്കാൻ K അറിയാം, M അറിയാം. സോ ω is equal to √K/m ആണ് ഫോർമുല. ω is equal to √K/m. സോ ഇറ്റ് ഇസ് √25 divided by 1/4 വരും. അപ്പോൾ 25 × 4 100 വരും, റൂട്ട് എടുത്താൽ 10 വരും, 10 radian/second വരും, അല്ലേ? 10 radian/second വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് A എന്ന് പറയുന്നത് എന്തായിരിക്കും, A is equal to Vmax/ω ആയിരിക്കും.
സോ വി മാക്സ് എന്ന് പറയുന്നത് 4 ആണ്, ഡിവൈഡഡ് ബൈ 10 ചെയ്ത് കഴിഞ്ഞാൽ 0.4 മീറ്റർ എന്നാണ് കിട്ടുന്നത്. നമ്മളുടെ സെൻറ്റിമീറ്ററിലാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 40 സെൻറ്റിമീറ്റർ എന്ന് ഉത്തരം വരും. ഓക്കെ അല്ലേ? 40 സെൻറ്റിമീറ്റർ ആണ് നമുക്ക് ആൻസർ വരുന്നത്. സോ ദ ആൻസർ ഈസ് 40 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ അതും ബേസിക് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. നമുക്കങ്ങനെ ടഫ് എന്ന് പറയാനായിട്ടൊന്നുമില്ല. വളരെ ഡയറക്റ്റായിട്ട് ഫോഴ്സിൽ നിന്നും ചോദിച്ചൊരു ചോദ്യമാണ്. റെസ്റ്റോറിംഗ് ഫോഴ്സിൻ്റെ എക്സ്പ്രഷൻ ചോദിച്ചൊരു ചോദ്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ, ദ ജനറൽ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ ഇസ് x equal to a sin omega t. Let t be its time period. The slope of its potential energy time curve will be maximum when t equal to t by beta. The value of beta is. അപ്പോൾ ഇതൊരു പക്ക മാത്തമാറ്റിക്കൽ ആയിട്ടുള്ളൊരു ചോദ്യമാണ് അല്ലേ. അങ്ങനെ കൂടുതൽ കോൺസെപ്റ്റ്സിലായിട്ടൊന്നും ചോദിച്ചിട്ടില്ല ഇതിനകത്ത്. ജസ്റ്റ് മാത്തമാറ്റിക്കലായിട്ട് തന്നെ ചെയ്യാനായിട്ടുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഡിസ്പ്ലേസ്മെന്റ് ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്, a sin omega t ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ അതിൻ്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് ടി ആണെന്ന് തന്നിട്ടുണ്ട്. ആൻഡ് അതിൻ്റെ സ്ലോപ്പ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി ടൈം കർവ് മാക്സിമം ആകുന്നത് ഏത് ടൈമിലാണെന്നാണ് ചോദ്യം. ഓക്കെ അല്ലേ? നമുക്കറിയാം ഇത് ഒരു പീരിയോഡിക് ഫംഗ്ഷൻ ആയതുകൊണ്ട് അത് പല സമയത്ത് മാക്സിമം ആവുന്നുണ്ടാവും. അപ്പം ഇവിടെ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറഞ്ഞാൽ t equal to 0 കഴിഞ്ഞാൽ പിന്നെ എപ്പോഴായിരിക്കും മാക്സിമം ആവുന്നതെന്നുള്ളതായിരിക്കും. അതായത് ഏറ്റവും നിയറസ്റ്റ് വാല്യൂ ടു 0 ആയിരിക്കും നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ t equal to t by ബീറ്റ, ബീറ്റയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. എങ്ങനെ ചെയ്യും? അപ്പോൾ ഇതിനകത്ത് പലപ്പോഴും തെറ്റാൻ സാധ്യതയുള്ളത് നമുക്ക് ക്വസ്റ്റ്യനൊക്കെ വായിച്ച് മനസ്സിലായി. ഓക്കെ, നമ്മൾ ചെയ്യാനും തുടങ്ങും. ചെയ്തു തുടങ്ങുമ്പം ഈ ഒരു കാര്യം ശ്രദ്ധിച്ചോണം, പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആവുന്ന ടൈം അല്ല ചോദ്യം. പൊട്ടൻഷ്യൽ എനർജിയുടെ സ്ലോപ്പ് മാക്സിമം ആവുന്ന എവിടെയെന്നാണ് ചോദ്യം. പൊട്ടൻഷ്യൽ എനർജി ടൈമിൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? du/dt ആണ് അല്ലേ. പൊട്ടൻഷ്യൽ എനർജി ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? du/dt ആണ്. du/dt മാക്സിമം ആവുന്ന എവിടെയാണെന്നാണ് ചോദ്യം. ഓക്കെ ആണല്ലോ, അല്ലാതെ u മാക്സിമം ആവുന്ന എവിടെയാണെന്നല്ല ചോദ്യം. അപ്പോൾ അത് ശ്രദ്ധിച്ചോണം. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് a sin omega t ആണ്. x equal to a sin omega t. അങ്ങനെയാണെങ്കിൽ പൊട്ടൻഷ്യൽ നമ്മൾ നേരത്തെ എഴുതിയതാണ്, ½ kx² ആണ് അല്ലേ. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി ടൈം ഗ്രാഫിനെ പറ്റിയാണ് ചോദ്യം. അതുകൊണ്ട് നമുക്ക് എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഇറ്റ് ഇസ് ½ ka² ഇൻറ്റു sin² omega t എന്ന് വരും. ഓക്കെ അല്ലേ? ½ ka² ഇൻറ്റു sin² omega t എന്ന് വരും. ഇതാണ് പൊട്ടൻഷ്യൽ എനർജിയും ടൈമും തമ്മിലുള്ള റിലേഷൻ. ഓക്കെ ആണല്ലോ. പൊട്ടൻഷ്യൽ എനർജി ടൈം റിലേഷൻ ഇതാണ്. അപ്പോൾ ഇതിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കണം. ഇതിൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? du/dt ആണ് അല്ലേ. അപ്പോൾ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ du/dt ആണ്. du/dt എന്ത് വരും? du/dt എന്ന് പറയുന്നത് ½ ka² ഇൻറ്റു sin² omega t ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടൈം എന്ത് വരും? 2 sin omega t ഇൻറ്റു cos omega t ഇൻറ്റു ഒമേഗ എന്ന് വരും. ശരിയല്ലേ? 2 sin omega t ഇൻറ്റു cos omega t ഇൻറ്റു ഒമേഗ എന്ന് വരും. അപ്പോൾ അതിൽ 2 sin omega t cos omega t നമുക്കറിയാം അല്ലേ. ട്രിഗ്നോമെട്രിക് റിലേഷൻ നമ്മൾ പഠിക്കുന്നതാണ്. sin 2 omega t ആണ്. സോ ദിസ് ഇസ് ½ ka² omega ഇൻറ്റു sin 2 omega t നമുക്ക് എഴുതാം. ഇതാണ് du/dt. ഇതാണ് സ്ലോപ്പ്. ഈ സ്ലോപ്പ് എവിടെ മാക്സിമം ആവുന്നതെന്ന് ചോദ്യം അല്ലേ. ഈ സ്ലോപ്പ് മാക്സിമം ആണെങ്കിൽ നമുക്കറിയാം ഒരു ഫംഗ്ഷൻ മാക്സിമം ആവണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആ പോയിന്റിൽ 0 ആയിരിക്കണം. ആൻഡ് സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം നമുക്കറിയാം അല്ലേ. അപ്പോൾ എന്തായാലും സ്ലോപ്പ് മാക്സിമം ആവണമെന്നുണ്ടെങ്കിൽ അല്ലേ, ഫോർ സ്ലോപ്പ് ടു ബി മാക്സിമം നമുക്കറിയാം സ്ലോപ്പിൻ്റെ ഡെറിവേറ്റീവ് 0 ആയിരിക്കണം. സ്ലോപ്പിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ d² u/dt² ആണ്. ഇതെന്തായിരിക്കണം? ഇത് 0 ആയിരിക്കണം. ഓക്കെ ആണല്ലോ. d² u/dt² 0 ആയിരിക്കണം. അപ്പോൾ d² u/dt² എന്ന് പറയുമ്പോഴത്തേക്കിനും du/dt ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ അതിനെ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ du/dt ഡെറിവേറ്റീവ് എന്ത് വരും? d² u/dt² ഈക്വൽ ടു ½ ka² omega ഇൻറ്റു sin 2 omega t ഡെറിവേറ്റീവ് നമുക്കറിയാം cos 2 omega t ഇൻറ്റു 2 omega ആണ്. ഓക്കെ ആണല്ലോ. ഇതെന്തായിരിക്കണം? ഇത് 0 ആയിരിക്കണം. അപ്പോൾ നമുക്കറിയാം ഇതിനകത്ത് 0 ആണെങ്കിൽ cos 2 omega t അല്ല 0 ആവുള്ളൂ. ബാക്കിയെല്ലാം നോൺ 0 വാല്യൂസ് ആണ്. അതുകൊണ്ട് cos 2 omega t 0 ആയിരിക്കണം. cos 2 omega t 0 ആയിരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കറിയാം 0യുടെ അടുത്തുള്ള വാല്യൂ ആണ് നമ്മൾ പറയേണ്ടത്. നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ 2 omega t നമുക്കറിയാം 0ക്ക് തൊട്ടടുത്തുള്ള വാല്യൂ cos 0 ആകുന്ന cos അവിടെ ആദ്യം 0 ആണ്, π/2 സോ ദിസ് ഇസ് π/2 നമുക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് ടൈം പീരീഡിൻ്റെ ടേംസിൽ എഴുതണം. അതിന് ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒമേഗ 2π/t ആണ് അല്ലേ. ഇൻറ്റു t ഇസ് ഇക്വൽ ടു π/2 എന്ന് എഴുതാം. അപ്പോൾ പൈ നമുക്ക് ക്യാൻസൽ ചെയ്യാം. അതിൽ നിന്ന് t എന്താണെന്ന് കിട്ടും? t/8 എന്ന് കിട്ടും. t ഇസ് ഇക്വൽ ടു t/8 എന്ന് വരും. അപ്പോൾ t/β എന്നായിരുന്നു നമ്മളോട് പറഞ്ഞത്. അപ്പോൾ ബീറ്റയുടെ വാല്യൂ എത്രയായിരിക്കും? ബീറ്റയുടെ വാല്യൂ 8 ആയിരിക്കും. ഓക്കെ അല്ലേ. ബീറ്റയുടെ വാല്യൂ നമുക്ക് 8 ആണ് വരുന്നത്. സോ ദ വാല്യൂ ഓഫ് ബീറ്റ ഈസ് 8. ഓക്കെ അല്ലേ. ബീറ്റയുടെ വാല്യൂ 8 ആയിരിക്കും.
അപ്പോൾ അവിടെ പ്രത്യേകിച്ചൊന്നുമില്ല, മാത്തമാറ്റിക്കലി നമുക്ക് ചെയ്യാനുള്ളതേ ഉള്ളൂ, ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ്, അങ്ങനെ വലിയ കോംപ്ലിക്കേഷൻസ് ഇല്ല. അവിടെ തെറ്റാൻ സാധ്യതയുള്ളത് യു ടി ഗ്രാഫ് മാക്സിമം ആണെന്ന് എപ്പോഴാണ് നല്ല ചോദ്യം, യു ടി ഗ്രാഫിൻ്റെ സ്ലോപ്പ് എപ്പോഴാണ് മാക്സിമം, അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കാൽക്കുലേഷൻ ചെയ്യുന്ന സമയത്ത്, വേറൊന്നും അതിനകത്ത് പ്രശ്നമുള്ളൊരു കാര്യമൊന്നുമില്ല. അപ്പോൾ അടുത്ത ക്വസ്റ്റൻ നമ്പർ 12 നോക്കുവാണെങ്കിൽ, ദ മാക്സിമം പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ബ്ലോക്ക് എക്സിക്യൂട്ടിംഗ് സിമ്പിൾ ഹാർമോണിക് മോഷൻ ഇസ് 25 joule. And A is the amplitude of oscillation. At A/2 the kinetic energy of the block is. അപ്പോൾ the maximum energy of a block executing simple harmonic motion 25 joule എന്ന് പറയുന്നുണ്ട്. നമുക്കറിയാം മാക്സിമം എനർജി എന്ന് പറഞ്ഞാൽ, മാക്സിമം പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ടോട്ടൽ എനർജിയാണ് വരുന്നത് അല്ലേ. മാക്സിമം പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ദ ടോട്ടൽ എനർജിയാണ് അല്ലേ. പൊട്ടൻഷ്യൽ എനർജിയുടെ മാക്സിമം വാല്യൂ ടോട്ടൽ എനർജി ആയിരിക്കും. അത് എത്ര തന്നിട്ടുണ്ട്? 25 ജൂളാന്ന് തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ. ഇനി എ ആംപ്ലിറ്റ്യൂഡ് ആണെങ്കിൽ A/2 കൈനറ്റിക് എനർജി എത്ര എന്നാണ് ചോദ്യം. ഓക്കെ ആണല്ലോ. അതായത് x = A/2 എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെൻറ്റിൽ കൈനറ്റിക് എനർജി ഓഫ് ദി ബ്ലോക്ക് എത്ര ആയിരിക്കും? അപ്പോൾ കൈനറ്റിക് എനർജി ഓഫ് ദി ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ K = ½ K × A² - x² ആണ്. ഇവിടെ നമ്മളോട് തന്നിട്ടുണ്ട് x = A/2 ആണ് തന്നിട്ടുണ്ട് ആണല്ലോ. x = A/2 ആണ്. അപ്പോൾ അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. x = A/2 എന്ന് കൊടുത്താൽ എന്ത് വരും? ½ K × A² - A²/4 എന്ന് വരും. ഓക്കെ അല്ലേ. A² - A²/4 എന്ത് വരും? K = ½ K × 3A²/4 ആണ്. 3A²/4. അപ്പോൾ അതിനകത്തൊരു 3/4 നമുക്ക് ഇങ്ങ് എടുക്കുവാണെങ്കിൽ, 3/4 ഇങ്ങ് എടുക്കുവാണെങ്കിൽ എന്ത് വരും? 3/4 × ½ K A² എന്ന് വരും. ഈ ½ K A² നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് എ ടോട്ടൽ എനർജിയാണ് അല്ലേ. ½ K A² എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് എ ടോട്ടൽ എനർജിയാണ്. അപ്പോൾ ഇവിടെ K എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 3/4 ടൈംസ് E എന്ന് വരും. ഇനി ഇയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 3/4 ടൈംസ് എത്ര വരും? 25 വരും അല്ലേ. 25ൻ്റെ 3/4 വരും എന്ന് പറയുമ്പോൾ പകുതിയും അതിൻ്റെ പകുതിയും കൂടെ കൂട്ടിയാൽ മതി. അപ്പോൾ 12.5 പ്ലസ് എന്ത് വരും? 6.25 വരും. അപ്പോൾ 18.75 ആണ് നമുക്ക് ഉത്തരം വരേണ്ടത് അല്ലേ. 18.75 വരും. 18.75 ജൂളാണ് നമുക്ക് ആൻസർ വരുന്നത്. So the answer is option 3, 18.75 joule. ഓക്കെ. അപ്പോൾ അതും വളരെ ഡയറക്റ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്, പ്രത്യേകിച്ച് യാതൊരു കോംപ്ലിക്കേഷൻസും ഇല്ല. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 30 നോക്കുവാണെങ്കിൽ, a particle is executing simple harmonic motion with a time period t. At time t = 0, it is at its position of equilibrium. The kinetic energy time graph of the particle will look like. Okay. അപ്പോൾ ഒരു പാർട്ടിക്കിൾ സിമ്പിൾ ഹാർമോണിക് മോഷനിലാണെന്ന് പറയുന്നുണ്ട്. ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ T ആണ്. T = 0 പാർട്ടിക്കിൾ എവിടെ ആയിരുന്നു? ഇറ്റ് ഇസ് അറ്റ് ദ പൊസിഷൻ ഓഫ് ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ ഏത് പൊസിഷനാണ്? മീൻ പൊസിഷനാണ് അല്ലേ. അപ്പോൾ T = 0 പാർട്ടിക്കിൾ എവിടെയാണ്? T = 0 പാർട്ടിക്കിൾ മീൻ പൊസിഷനിലാണ്. ഇപ്പോൾ 2017 ചോദിച്ചൊരു ചോദ്യമാണ്. അപ്പോൾ T = 0 പാർട്ടിക്കിൾ എവിടെ ആയിരുന്നു? പാർട്ടിക്കിളിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അല്ലേ. പാർട്ടിക്കിൾ മീൻ പൊസിഷൻ നമ്മൾ x = 0 ആയിട്ട് എടുക്കുന്നു. അങ്ങനെയാണ് നമുക്കറിയാം. പാർട്ടിക്കിൾ ഇനിഷ്യലി മീൻ പൊസിഷനിലാണെങ്കിൽ അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ഫംഗ്ഷൻ നമുക്കറിയാം. x(t) എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? x(t) = A sin ωt ആയിരിക്കണം എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. പാർട്ടിക്കിൾ സ്റ്റാർട്ടിംഗ് ഫ്രം പോസിറ്റീവ് എക്സ്ട്രീം പോയിന്റ് ആണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഫംഗ്ഷൻ A cos ωt ആയിരിക്കും. പാർട്ടിക്കിൾ സ്റ്റാർട്ടിംഗ് ഫ്രം മീൻ പൊസിഷൻ ആണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഫംഗ്ഷൻ A sin ωt ആയിരിക്കും. ഓക്കെ അല്ലേ. നോട്ട് ചെയ്യേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. സ്റ്റാർട്ടിംഗ് ഫ്രം മീൻ പൊസിഷൻ എന്നാണ് പറയുന്നതെങ്കിൽ A sin ωt ആണ് ഡിസ്പ്ലേസ്മെൻറ്റ് ഫംഗ്ഷൻ. സ്റ്റാർട്ടിംഗ് ഫ്രം പോസിറ്റീവ് എക്സ്ട്രീം പോയിന്റ് എന്ന് പറയുവാണെങ്കിൽ, അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് ഫ്രം എക്സ്ട്രീം പോയിന്റ് എന്നാണ് തന്നിരിക്കുന്നുണ്ടെങ്കിൽ A cos ωt ഡിസ്പ്ലേസ്മെൻറ്റ് ഫംഗ്ഷനായിട്ട് ഉപയോഗിച്ചാൽ മതി. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ് ഫംഗ്ഷൻ വരുന്നത്. കാരണം ഇത് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഫർദർ പ്രൊസീഡ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെ നമുക്കറിയാം കൈനറ്റിക് എനർജി അല്ലേ കണ്ടുപിടിക്കേണ്ടത്. കൈനറ്റിക് എനർജി എന്ന് പറയുമ്പോൾ വെലോസിറ്റി അറിയണം. അപ്പോൾ V(t) എന്തായിരിക്കും? V(t) എന്ന് പറഞ്ഞാൽ dx/dt ആണ്. ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും? ദാറ്റ് ഈസ് A × sin ωt ഡെറിവേറ്റീവ് ω × cos ωt ആണ്. അപ്പോൾ A ω cos ωt ആണ് ഇതിൻ്റെ വെലോസിറ്റി ഫംഗ്ഷൻ വരുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ കൈനറ്റിക് എനർജി എന്തായിരിക്കും? കൈനറ്റിക് എനർജി ഇസ് ½ mv² ആണ്. സോ ഇറ്റ് ഇസ് ½ m × A² ω² × cos² ωt എന്ന് വരും. ഓക്കെ അല്ലേ. cos² ωt എന്ന് വരും. ഓക്കെ. അപ്പോൾ നമുക്ക് ½ m ω² A² × cos² ωt ഇതാണ് നമ്മുടെ കൈനറ്റിക് എനർജി. അപ്പം ഇതിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ഉത്തരം എഴുതാന്നുള്ളേ ഉള്ളൂ. അപ്പോൾ കൈനറ്റിക് എനർജിയുടെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ cos² ഗ്രാഫാണ് വരേണ്ടത്. ആൻഡ് cos² ഗ്രാഫ് എന്ന് പറയുമ്പോഴത്തേക്കിനും നിങ്ങൾക്ക് നോക്കിയറിയാം cos² പോലുള്ള ഗ്രാഫ് 2 എണ്ണം വരുന്നുണ്ടല്ലേ.
ഇത് രണ്ടും കോസ് സ്ക്വയറിൻ്റെ ഗ്രാഫ് തന്നെയാണ് വരുന്നത്. പക്ഷേ ഇതിനകത്ത് ഏതാ കറക്റ്റ് ചോദിച്ചാൽ നിങ്ങൾക്ക് ഓക്കെ അറിയാം, പോയിന്റ് കൊടുത്തിരിക്കുന്നതിലാണ് വ്യത്യാസം. ഇവിടെ T/2 ഇവിടെ T/4 ആണ്. ഈ രണ്ട് ഗ്രാഫും അല്ല, ഇത് രണ്ടും സൈൻ സ്ക്വയറിൻ്റെ ഗ്രാഫാണ് വരുന്നത്. ഓക്കെ അല്ലേ, ഇത് രണ്ട് സൈൻ സ്ക്വയറിൻ്റെ ഗ്രാഫാണ്. ഇതിൽ നിന്നും ഡയറക്റ്റ് ഉത്തരം പറയാന്നുള്ളേ ഉള്ളൂ. കാരണം നമുക്കറിയാം കൈനറ്റിക് എനർജി ഡിസ്പ്ലേസ്മെന്റ് ഫംഗ്ഷൻ സൈൻ ഒമേഗ ടി അല്ലെങ്കിൽ കോസ് ഒമേഗ ടി ഇതായിരിക്കും. പക്ഷേ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും സൈൻ സ്ക്വയർ ഒമേഗ ടി അല്ലെങ്കിൽ കോസ് സ്ക്വയർ ഒമേഗ ടി എന്നാണ് വരുന്നത്. നമ്മൾ നേരത്തെ കണ്ടു സൈൻ സ്ക്വയർ ഒമേഗ ടി എന്ന് പറയുന്നതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എത്ര വരുന്നത്? ആംഗുലർ ഫ്രീക്വൻസി 2 ഒമേഗയാണ് വരുന്നത്. അപ്പോൾ പാർട്ടിക്കിളിൻ്റെ ആംഗുലർ ഫ്രീക്വൻസി ഒമേഗയാണെങ്കിൽ നമ്മുടെ കൈനറ്റിക് എനർജിയുടെ ആംഗുലർ ഫ്രീക്വൻസി എന്താ വരുന്നത്? 2 ഒമേഗ ആയിരിക്കും വരുന്നത്. 2 ഒമേഗ എന്ന് പറയുമ്പോൾ അറിയാം ഫ്രീക്വൻസി ഇരട്ടിയായി. അതായത് പാർട്ടിക്കിളിൻ്റെ ഓസിലേഷൻ ഫ്രീക്വൻസി എത്രയാണോ അതിൻ്റെ ഇരട്ടി ഫ്രീക്വൻസിയിലായിരിക്കും ആര് ഓസിലേറ്റ് ചെയ്യുന്നത്? കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും വാല്യൂസ് ഓസിലേറ്റ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. ഓസിലേഷൻ്റെ ഫ്രീക്വൻസി എഫ് ആണെങ്കിൽ കൈനറ്റിക് എനർജി അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി ഓസിലേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി എന്തായിരിക്കും? 2f ആയിരിക്കും. ഓക്കെ ആണല്ലോ, 2f ആയിരിക്കും. അപ്പോൾ എന്തായാലും നമ്മൾ ആ വാല്യൂ നോക്കുവാണെങ്കിൽ ഫ്രീക്വൻസി ഡബിൾ ആവും. ഫ്രീക്വൻസി ഡബിൾ ആവും എന്ന് പറയുമ്പോൾ ടൈം പീരീഡ് എത്ര ആവണം? ടൈം പീരീഡ് പകുതിയാണോ? ടൈം പീരീഡ് പകുതിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി ആണ് നമ്മുടെ ഓസിലേഷൻ ടൈം പീരീഡ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതി ടൈം പീരീഡ് ആയിരിക്കണം നമ്മുടെ കൈനറ്റിക് എനർജിയുടെ ടൈം പീരീഡ് ആയിട്ട് വരേണ്ടത്. നിങ്ങൾക്ക് നോക്കിയറിയാം കൈനറ്റിക് എനർജിയുടെ ടൈം പീരീഡ് ഇതുണ്ട്, ഇവിടെ T/2 ആണ് വരുന്നത്. അപ്പോൾ ഇതല്ല കറക്റ്റ് അല്ലേ. കൈനറ്റിക് എനർജിയുടെ ടൈം പീരീഡ് എന്ന് പറയുമ്പോൾ കൈനറ്റിക് എനർജിയുടെ ഒരു ഗ്രാഫ് കംപ്ലീറ്റ് ചെയ്യുന്നത് T/2 ടൈമിലായിരിക്കണം. ഇവിടെ അത് തെറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടാണ് കറക്റ്റ് T/2 തന്നെ വരുന്നത് അല്ലേ. ഇനിഷ്യലി മാക്സിമം ആയിരുന്നു, അവിടെ നിന്ന് വീണ്ടും മാക്സിമത്തിലെത്തുന്നത് T/2 ടൈമിലാണ്. ഇനിയിപ്പോൾ അത് സംശയമുള്ളവർ ഇതാണെങ്കിൽ ജസ്റ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാലും മതി. അതായത് T=0 ഇരുന്നാലും ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല. നമുക്ക് T/2 ആൻഡ് T/4 ആണ് സംശയം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി. T=T/2 എന്നിട്ട് കൊടുക്കുക അല്ലേ. T എന്ന് പറഞ്ഞാൽ 2π/ω ആണ്. 2π/ω/2 എന്ന് പറയുമ്പോൾ എന്ത് വരും? π/ω വരും. ആ വാല്യൂ ഇതിനകത്ത് ഇട്ട് കൊടുത്താൽ എന്ത് കിട്ടും? K=12 m² ω² cos സ്ക്വയർ ഓഫ് ഒമേഗ ഇൻറ്റു π/ω എന്ന് വരും അല്ലേ. ഒമേഗ നമുക്ക് ക്യാൻസൽ ചെയ്യാം. കോസ് സ്ക്വയർ പൈ, കോസ് പൈ -1 ആണ്, അതിൻ്റെ സ്ക്വയർ വരും, അപ്പോൾ 1 വരും. അപ്പോൾ 12 m² ω² മാക്സിമം വാല്യൂ തന്നെ നമുക്ക് കിട്ടും. അത് T=T/2 കൈനറ്റിക് എനർജി വീണ്ടും മാക്സിമം ആണ്. അങ്ങനെ ഇവിടെ T=T/2 കൈനറ്റിക് എനർജി 0 ആകുന്നതായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ മാക്സിമം എന്ന് എവിടെയാണ്? ഇവിടെയാണ്. അപ്പോൾ അങ്ങനെ ഡയറക്റ്റ് വാല്യൂ ഇട്ട് കൊടുത്ത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാന്നുള്ളതേ ഉള്ളൂ. ഓക്കെ ആണല്ലോ. അപ്പോൾ അവിടെ ഓപ്ഷൻ 2 ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം വരുന്നത് കേട്ടോ. ഓപ്ഷൻ 2 ഇസ് എ കറക്റ്റ് ഗ്രാഫ് ഓഫ് കൈനറ്റിക് എനർജി. ഓക്കെ അല്ലേ. പൊട്ടൻഷ്യൽ എനർജിയുടെ ഗ്രാഫ് എങ്ങനെയായിരിക്കും? എക്സ് എ സൈൻ ഒമേഗ ടി ആണല്ലോ. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി ½ ആണ്. അപ്പോൾ എക്സിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ സൈൻ സ്ക്വയർ ഒമേഗ ടി, അത് സൈൻ സ്ക്വയറിൻ്റെ ഗ്രാഫ് വരും, ശരിയല്ലേ. അപ്പോൾ സൈൻ സ്ക്വയറിൻ്റെ ഗ്രാഫ് ആയിരിക്കും വരാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതായിരിക്കും പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞിരുന്നത്, ഇതായിരിക്കും ഗ്രാഫ് വരാൻ പോകുന്നത്. ഓക്കെ അല്ലേ. ഒറ്റ വ്യത്യാസമുള്ളത് ഇവിടെ T/2 ആയിരിക്കണം എന്ന് മാത്രം. ഓക്കെ അല്ലേ. അപ്പോൾ ഇവിടെ T/2 ആയിരിക്കണം, ഇവിടെ T/4 ആയിരിക്കണം. ഈ വന്നിരിക്കുന്ന പോലെ തന്നെ ഇവിടെ T/4 ഇവിടെ T/2 ആണെന്നുണ്ടെങ്കിൽ ഇത് എന്തിൻ്റെ ഗ്രാഫായിട്ട് നമുക്ക് പറയാമായിരുന്നു? ഇത് പൊട്ടൻഷ്യൽ എനർജിയുടെ ഗ്രാഫായിട്ട് നമുക്ക് പറയാമായിരുന്നു. പക്ഷേ ഗ്രാഫിൻ്റെ ഷേപ്പ് ഇതുപോലെയൊക്കെ തന്നെയാണ് വരുന്നത്. ഓക്കെ അല്ലേ. സൈൻ സ്ക്വയർ എന്നാണ് വരുന്നത്. ക്ലിയർ ആണല്ലോ. ഓക്കെ. ഇപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 14. ഇതും കുറച്ചൊക്കെ തെറ്റിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. കാരണം കുറച്ച് ട്രിക്കി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഒരു വാരിക്കുഴി ഇതിനകത്തുണ്ട്. അപ്പോൾ പെൻഡുലം ഈസ് എക്സിക്യൂട്ടിംഗ് സിമ്പിൾ ഹാർമോണിക് മോഷൻ ആൻഡ് ഇസ് മാക്സിമം കൈനറ്റിക് എനർജി is K1. If the length of the pendulum is doubled and it performs simple harmonic motion with the same amplitude as in the first case, its maximum kinetic energy is K2. Then K2 K1 തമ്മിലുള്ള റിലേഷനാണ് ചുരുക്കം പറഞ്ഞ ചോദ്യം അല്ലേ. അതായത് ഒരു സിമ്പിൾ പെൻഡുലം ഉണ്ട്, അതിൻ്റെ ലെങ്ത് അല്ല എന്ന് വിചാരിക്കാം. അതിൻ്റെ മാക്സിമം കൈനറ്റിക് എനർജി K1 ആയിരുന്നു. ഇനിയിപ്പോൾ ലെങ്ത് ഡബിൾ ചെയ്തു, പഴയ ആംപ്ലിറ്റ്യൂഡിൽ തന്നെയാണ് ഓസിലേഷൻ. അങ്ങനെയാണെങ്കിൽ പുതിയ കൈനറ്റിക് എനർജി, പുതിയ മാക്സിമം കൈനറ്റിക് എനർജി K2 ആണ്. അപ്പോൾ K2 K1 തമ്മിലുള്ള റിലേഷൻ എന്താണെന്നാണ് ചോദ്യം. നമുക്ക് എങ്ങനെ ചെയ്യാം? K2 K1 തമ്മിലുള്ള റിലേഷൻ നോക്കുവാണെങ്കിൽ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സിമ്പിൾ പെൻഡുലത്തിൽ ഒരു പടം അങ്ങ് വരയ്ക്കാം അല്ലേ. അപ്പോൾ ഇതാണ് അതിൻ്റെ മീൻ പൊസിഷൻ, അതിൻ്റെ വെർട്ടിക്കൽ പൊസിഷൻ ആണെന്ന് വിചാരിക്കാം. അവിടുന്ന് അതിനുണ്ടാകുന്ന മാക്സിമം ഡിസ്പ്ലേസ്മെൻ്റ് ആണ് അതിൻ്റെ ആംഗുലർ ആംപ്ലിറ്റ്യൂഡ് ആയിട്ട് നമ്മൾ പറയുന്നത്. അതിൻ്റെ ആംഗുലർ ആംപ്ലിറ്റ്യൂഡ് നമുക്ക് θ0 ആയിട്ട് എടുക്കാം. കാരണം ഒരു സിമ്പിൾ പെൻഡുലം എക്സിക്യൂട്ട് ചെയ്യുന്ന മോഷൻ നമുക്കറിയാം, ഇറ്റ് എക്സിക്യൂട്ട്സ് ആംഗുലർ ഓസിലേഷൻ ആണ്. ആംഗുലർ ഓസിലേഷൻ ആണ് എക്സിക്യൂട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്കറിയാം ആംഗുലർ ഓസിലേഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ പറയേണ്ട ടൈം ആംഗുലർ ആംപ്ലിറ്റ്യൂഡാണ്. ഓക്കെ അല്ലേ. നമ്മൾ ലീനിയർ ആംപ്ലിറ്റ്യൂഡിനെ പറ്റി പറയുന്നില്ല, കാരണം ലീനിയർ മോഷൻ അല്ല സിമ്പിൾ പെൻഡുലം എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതൊരു സർക്കുലർ ആർക്കാണ് ട്രേസ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം അല്ലേ. അപ്പോൾ അത് ആംഗുലർ ഓസിലേഷൻ ആണ് കാണിക്കുന്നത്. ആംഗുലർ ഓസിലേഷൻ ആയിരിക്കുമ്പോൾ ഇവിടെ ആംപ്ലിറ്റ്യൂഡ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ആംഗുലർ ആംപ്ലിറ്റ്യൂഡ് ആണ്. അത് നിങ്ങളുടെ മനസ്സിലോട്ട് വരണം. ഓക്കെ അല്ലേ. അപ്പം ആംപ്ലിറ്റ്യൂഡ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആംഗുലർ ആംപ്ലിറ്റ്യൂഡ് ആണ്. θ0യുടെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്, എയുടെ കാര്യമല്ല പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലേ. θ0. അപ്പോൾ മാക്സിമം കൈനറ്റിക് എനർജി K1 ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് സിമ്പിൾ പെൻഡുലത്തിനെ ഡബിൾ ചെയ്യുവാണ് നമ്മുടെ ലെങ്ത് അല്ലേ. ഇഫ് ദ ലെങ്ത് ഓഫ് ദ പെൻഡുലം ഈസ് ഡബിൾഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പെൻഡുലത്തിൻ്റെ ലെങ്ത് നമ്മൾ ഡബിൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും?
പെൻഡുലത്തിൻ്റെ ലെങ്ത് ഡബിൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോർമുല നിങ്ങൾ നോക്കുവാണെങ്കിൽ മാക്സിമം കൈനറ്റിക് എനർജിയുടെ ഫോർമുല നമ്മൾ കുറച്ച് മുന്നേ പഠിച്ചതാണ് ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ എം എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ദി ബോബ് ആണ്, എ എന്ന് പറഞ്ഞാൽ ലീനിയർ ആംപ്ലിറ്റ്യൂഡ് ആണ്. ഓക്കെ അല്ലേ? ലീനിയർ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണെന്നുള്ളതാണ്, ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്രയാണ് അതിൻ്റെ ലീനിയർ ആംപ്ലിറ്റ്യൂഡ് എ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇത്രയാണ് അതിൻ്റെ ലീനിയർ ആംപ്ലിറ്റ്യൂഡ് എ എന്ന് പറയുന്നത്. അപ്പോൾ ഒമേഗ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സിമ്പിൾ പെൻഡുലം ആയതുകൊണ്ട് ഒമേഗയുടെ വാല്യൂ √G/L ആയിരിക്കും. √K/M എന്ന് പറയരുത്, √G/L ആയിരിക്കും. ഓക്കെ അല്ലേ? ഒമേഗയുടെ വാല്യൂ √G/L ആണ് ഫോർ എ സിമ്പിൾ പെൻഡുലം. കാരണം 2π/ω ടൈം പീരീഡ് നമുക്കറിയാലോ 2π√L/G ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു 2π/ω. അതിൽ നിന്ന് ഒമേഗ ഈക്വൽ ടു √G/L നമുക്ക് കിട്ടും. അപ്പോൾ ഒമേഗയിൽ ഒരു എല്ലിൻ്റെ ഡിപ്പെൻഡൻസ് വരുന്നുണ്ട്. ഇതിനകത്ത് തെറ്റിക്കാൻ സാധ്യതയുള്ളത് ഒമേഗയുടെ വാല്യൂ ഒക്കെ കറക്റ്റായിട്ട് കൊടുക്കും, എന്നിട്ട് എ സെയിം ആണെന്നുള്ള രീതിയിൽ എഴുതും. പക്ഷേ എയുടെ കാര്യമല്ല പറഞ്ഞിരിക്കുന്നത്, ആംഗുലാർ ആംപ്ലിറ്റ്യൂഡിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആംഗുലാർ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇതിപ്പോൾ ലെങ്ത് ഓഫ് ദി പെൻഡിൽ അല്ല എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ sin θ0 എടുത്താൽ എന്ത് കിട്ടും? sin θ0 ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ് വരുന്നത്, അല്ലേ? A/L ലീനിയർ ആംപ്ലിറ്റ്യൂഡ് ബൈ ലെങ്ത് ഓഫ് ദി പെൻഡിലും വരും. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ മോഷൻ സിമ്പിൾ ഹാർമോണിക് ആണോ അല്ലയോ? ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ മോഷൻ ശരിക്കും പറഞ്ഞാൽ സിമ്പിൾ ഹാർമോണിക് അല്ല. ഓക്കെ അല്ലേ? ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ മോഷൻ സിമ്പിൾ ഹാർമോണിക് അല്ല, അതൊരു അപ്രോക്സിമേഷൻ ആണ്. അപ്പോൾ സിമ്പിൾ പെൻഡുലത്തിൻ്റെ മോഷൻ സിമ്പിൾ ഹാർമോണിക് എന്ന് അപ്രോക്സിമേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഓസിലേഷൻ വളരെ കുറവായിരിക്കണം. ചെറിയ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്സ് മാത്രമേ പെൻഡുലം മേക്ക് ചെയ്യാൻ പാടുള്ളൂ, അല്ലേ? അപ്പോൾ സിമ്പിൾ പെൻഡുലം എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്യുമ്പോൾ ചിലർ ഇങ്ങനെ ഊഞ്ഞാലാട്ടുന്നല്ലേ കാട്ടുന്നത് കാണാം, അല്ലേ? പെൻഡുലം ഒരറ്റത്തു നിന്ന് അങ്ങേ അറ്റം വരെ പിടിക്കും, ഹൊറിസോണ്ടൽ പിടിച്ചിട്ടാണ് വിടുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വിട്ട് കഴിഞ്ഞാൽ ടൈം പീരീഡിൻ്റെ ഫോർമുല അവിടെ വർക്ക് ചെയ്യില്ല. കാരണം ആ ടൈം പീരീഡ് 2π√L/G എന്നും അല്ലെങ്കിൽ സിമ്പിൾ ഹാർമോണിക് പോർഷൻ്റെ തിയറി നമ്മൾ സിമ്പിൾ പെൻഡുലത്തിൽ അപ്ലൈ ചെയ്യുന്നതും എല്ലാം ഈ ഒരു മോഷൻ സിമ്പിൾ ഹാർമോണിക് എന്ന് അപ്രോക്സിമേറ്റ് ചെയ്തുകൊണ്ടാണ്. അങ്ങനെ അപ്രോക്സിമേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഓസിലേഷൻ വളരെ കുറവായിരിക്കണം, ആംഗുലാർ ആംപ്ലിറ്റ്യൂഡ് തീരെ ചെറുതായിരിക്കണം എന്നുള്ളതാണ് അവിടുത്തെ കണ്ടീഷൻ വരുന്നത്. ഓക്കെ അല്ലേ? അപ്പം ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. നമുക്കറിയാം അപ്പോൾ θ0യുടെ വാല്യൂ വളരെ ചെറുതായിരിക്കും. അപ്പോൾ θ0 വളരെ ചെറുതാണെങ്കിൽ sin θ0 ക്യാൻ ബി അപ്രോക്സിമേറ്റഡ് ആസ് θ0, അല്ലേ? sin θ0 ക്യാൻ ബി അപ്രോക്സിമേറ്റഡ് ആസ് θ0. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു A/L എന്ന് വരും. ഓക്കെ അല്ലേ? അതിന് എ എന്താണെന്ന് കിട്ടി? A ഈസ് ഈക്വൽ ടു L ഇൻറ്റു ആംഗുലാർ ആംപ്ലിറ്റ്യൂഡ് നമുക്ക് എഴുതാം. അപ്പോൾ നിങ്ങൾ നോക്കിയേ, A ഈസ് ഈക്വൽ ടു L ഇൻറ്റു ആംഗുലാർ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ അവിടെ ആംപ്ലിറ്റ്യൂഡിലും L ഡിപ്പെൻഡൻസ് വരുന്നുണ്ട്. ഈ ഒരു കാര്യം വിട്ടുപോകും, A ഇട്ട് ചെയ്യും, അവിടെയാണ് തെറ്റ് വരാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നമുക്ക് മാക്സിമം കൈനറ്റിക് എനർജിയുടെ ഫോർമുല നോക്കുവാണെങ്കിൽ Kmax ഇസ് ഈക്വൽ ടു ഹാഫ് എം ഇൻറ്റു ഒമേഗ സ്ക്വയറിന് വരെ എന്ത് കൊടുക്കാം? G/L എന്ന് കൊടുക്കാം. ഇൻറ്റു എ സ്ക്വയറിന് വരെ എന്ത് കൊടുക്കാം? L സ്ക്വയർ ഇൻറ്റു θ0 എന്ന് കൊടുക്കാം. ഇവിടുത്തെ L നമുക്ക് ക്യാൻസൽ ചെയ്യാം, അല്ലേ? സോ ഇറ്റ് ഇസ് ഹാഫ് mgL ഇൻറ്റു θ0 എന്ന് കൊടുക്കാം. എം കോൺസ്റ്റൻറ്റ്, G കോൺസ്റ്റൻറ്റ്, θ0 കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ K എന്തിനോട് പ്രൊപ്പോർഷനാണ്? മാക്സിമം കൈനറ്റിക് എനർജി ഇസ് പ്രൊപ്പോർഷണൽ ടു ലെങ്ത് L ആണ്. മാക്സിമം കൈനറ്റിക് എനർജി ഇസ് പ്രൊപ്പോർഷണൽ ടു ലെങ്ത് L ആണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇതിനകത്ത് പറയുന്നുണ്ട് ലെങ്ത് ഡബിൾ ചെയ്യുക. ലെങ്ത് ഡബിൾ ചെയ്താൽ L 2L ആവും. L 2L ആയാൽ മാക്സിമം കൈനറ്റിക് എനർജി എത്രയാവണം? 2 ടൈംസ് ആവണം, അല്ലേ? 2 ടൈംസ് ആകണം. അതുകൊണ്ട് K2ൻ്റെ വാല്യൂ എന്തായിരിക്കും? K2യുടെ വാല്യൂ 2 ടൈംസ് K1 ആയിരിക്കും. ഓക്കെ ആണല്ലോ? K2ൻ്റെ വാല്യൂ 2 ടൈംസ് K1 ആയിരിക്കും. അപ്പോൾ K2 ഇസ് ഈക്വൽ ടു 2 K1 ആണ് ഇവിടുത്തെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. അപ്പോൾ ഇത് കുറച്ച് ആ ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ തിയറിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നല്ലതുപോലെ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. കാരണം സ്മോൾ ആംപ്ലിറ്റ്യൂഡ് അപ്രോക്സിമേഷനൊക്കെ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് അടുത്തത് ഓസിലേഷൻസിൽ നമ്മളുള്ള ലാസ്റ്റ് ക്വസ്റ്റൻ ആണ്. അപ്പോൾ ഇഫ് 2 സിമിലർ സ്പ്രിങ്സ് ഈച്ച് സ്പ്രിംഗ് കോൺസ്റ്റന്റ് K1 ആർ ജോയിൻഡ് ഇൻ സീരീസ്, ദ ന്യൂ സ്പ്രിംഗ് കോൺസ്റ്റന്റ് ആൻഡ് ടൈം പീരീഡ് വുഡ് ബി ചേഞ്ച്ഡ് ബൈ എ ഫാക്ടർ. അപ്പോൾ നമുക്ക് 2 സിമിലർ സ്പ്രിങ്സ് ഉണ്ട്, രണ്ടിൻ്റെയും സ്പ്രിംഗ് കോൺസ്റ്റന്റ് സെയിം ആണ്, K1 ആണ്. ദാറ്റ് ആർ ജോയിൻഡ് ഇൻ സീരീസ്. അങ്ങനെയാണെങ്കിൽ പുതിയ സ്പ്രിംഗ് കോൺസ്റ്റന്റും പുതിയ ടൈം പീരീഡും എങ്ങനെ, ഏത് ഫാക്ടർ വെച്ച് വേരി ചെയ്യുമെന്നാണ് ചോദ്യം, അല്ലേ? അപ്പോൾ 2 ഐഡൻറ്റിക്കൽ സ്പ്രിങ്സ് അവരെ സീരീസിലാണ് കണക്ട് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്കറിയാം ഒരു സ്പ്രിങ് മാത്രമേ ഉള്ളൂ, അതിലോട്ടൊരു ബ്ലോക്ക് അറ്റാച്ച് ചെയ്യുന്നു. ഓക്കെ ആണല്ലോ? അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് 2 സ്പ്രിങ്ങുകളെ സീരീസിൽ കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ K1 ഫോഴ്സ് കോൺസ്റ്റൻ്റ് ഉള്ള 2 സ്പ്രിങ്ങുകളെ നമ്മൾ സീരീസിൽ കണക്ട് ചെയ്യാം. അപ്പോൾ ഈ 2 കേസിലും സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ്, എഫക്റ്റീവ് സ്പ്രിംഗ് കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ എന്താണെന്നും, അല്ലേ, ന്യൂ സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് എത്രയാണെന്നുള്ളതും, അതുപോലെ ടൈം പീരീഡ് ഓഫ് ഓസിലേഷനും എങ്ങനെ ചേഞ്ച് ചെയ്യുന്നതാണ് ചോദ്യം. നമുക്ക് ആദ്യം തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഫോർ സീരീസ് കോമ്പിനേഷൻ നമുക്കറിയാം ഇക്വലൻറ്റ് സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല 1/K equivalent ഈക്വൽ ടു 1/K1 + 1/K2, 1/K1 + 1/K2 + 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 1/K1 + 1/K2
ഇനി ഇതിനകത്ത് നോക്കുക, ഇവിടെ K1 ഉം K2 ഉം സെയിം ആണ് അല്ലേ? അതുകൊണ്ട് 1/K equivalent എന്ത് വരും? 1/K equivalent is equal to 2/K1 എന്ന് വരും. ഓക്കെ ആണ്. അതുകൊണ്ട് K equivalent എന്താണെന്ന് വന്നു? K equivalent is equal to K1/2 എന്ന് വന്നു. അപ്പോൾ ഇക്വലന്റ് സ്പ്രിംഗ് കോൺസ്റ്റന്റ് എത്രയാണ്? K1/2 ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇക്വലന്റ് സ്പ്രിംഗ് കോൺസ്റ്റന്റ് K1/2. അപ്പോൾ ഇനിഷ്യലി സ്പ്രിംഗ് കോൺസ്റ്റന്റ് K1 ആയിരുന്നു. ഇപ്പോൾ എഫക്റ്റീവ് സ്പ്രിംഗ് കോൺസ്റ്റന്റ് എത്രയായി? ഇപ്പോൾ എഫക്റ്റീവ് സ്പ്രിംഗ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ എഫക്റ്റീവ് വാല്യൂ എത്രയായി? K1/2. അപ്പോൾ ഇറ്റ് ഡിക്രീസസ് ബൈ എ ഫാക്ടർ ഓഫ് 2 ആണ്. അപ്പോൾ 1/2 ടൈംസ് ആയി അല്ലേ? 1/2 ടൈംസ് ആയി. ഇനി നമുക്ക് ടൈം പീരീഡിന് എന്ത് ചേഞ്ച് പറ്റുന്നതോടെ നോക്കണം. ടൈം പീരീഡിൻ്റെ ഫോർമുല എന്താ? T is equal to 2π√m/k ആണ്. T is equal to 2π√m/k. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാരണം m ഒന്നും മാറുന്നില്ല. അപ്പോൾ T ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു √k ആണ് അല്ലേ? അപ്പോൾ സ്പ്രിംഗ് കോൺസ്റ്റന്റ് 1/2 ടൈംസ് ആയാൽ ടൈം പീരീഡ് എത്ര ആവണം? ടൈം പീരീഡ് √2 ടൈംസ് ആവണം. കാരണം 1/√k എന്നാണ് ഡിപ്പെൻഡൻസി വരുന്നത്. അപ്പം കെയുടെ വാല്യൂ ഇപ്പോൾ 1/2 ടൈംസ് ആയി കഴിഞ്ഞാൽ ടൈം പീരീഡിൻ്റെ വാല്യൂ എത്ര ആയിരിക്കണം? ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ചേഞ്ചസ് ബൈ എ ഫാക്ടർ ഓഫ് √2 ടൈംസ് ആയിരിക്കണം അല്ലേ? √2 ടൈംസ് ടൈം പീരീഡ് ആണ് വരേണ്ടത്. ഓക്കെ ആണല്ലോ? അപ്പോൾ എന്തായാലും ടൈം പീരീഡ് √2 ടൈംസ് ആണെന്നുള്ള കാര്യം നമുക്ക് പിടികിട്ടും. അപ്പം സ്പ്രിംഗ് കോൺസ്റ്റന്റ് ചേഞ്ചസ് ബൈ എ ഫാക്ടർ ഓഫ് 1 ആൻഡ് 1/2 ആൻഡ് ടൈം പീരീഡ് ചേഞ്ചസ് ബൈ എ ഫാക്ടർ ഓഫ് √2 ആണ് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ 1 ഈസ് എ കറക്റ്റ് ആൻസർ. അപ്പോൾ അതും വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യമായിരുന്നു. അപ്പോൾ സ്പ്രിങ്സിൻ്റെ ഈ കോമ്പിനേഷനൊക്കെ ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതാണ്. സ്പ്രിങ്സ് ഇൻ സീരീസും സ്പ്രിങ്സ് ഇൻ പാരലുമാണ് നമ്മളോട് പറയുന്നത്. സ്പ്രിങ്സ് ഇൻ സീരീസിൽ എഫക്റ്റീവ് സ്പ്രിംഗ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് റെസിസ്റ്റേഴ്സ് ഇൻ പാരലിൻ്റെ അതേ ഫോർമുല പോലെ തന്നെയാണ് വരുന്നത്. അല്ലെങ്കിൽ കപ്പാസിറ്റേഴ്സ് എന്ന് ചിന്തിച്ചാൽ മതി. കപ്പാസിറ്റേഴ്സിൻ്റെ ഫോർമുല നമുക്കറിയാം. സീരീസിലും പാരലിലും നമുക്ക് സ്പ്രിങ്സിന് ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ഫോർമുലാസ് ആണ് വരുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ആ കോമ്പിനേഷൻ്റെ റൂൾ ഒന്ന് പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. ഇനിയിപ്പോൾ നമ്മൾ വേവ്സിലോട്ട് കയറുവാണ്. അപ്പോൾ വേവ്സിൽ ആദ്യത്തെ ചോദ്യം നമുക്ക് നോക്കാം. ഗ്രാനൈറ്റ് റോഡ് ഓഫ് 60 cm ലെങ്ത് is clamped at its middle point and is set into longitudinal vibrations. The density of granite is 2.7 times 10⁻³ kilogram per meter cube and its Young's modulus is 9.27 into 10⁻10 pascals. What will be the fundamental frequency of the longitudinal vibration? അല്ലേ? അപ്പോൾ ഒരു ലോഞ്ചിറ്റ്യൂഡൽ വേവ്സിൻ്റെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ സ്റ്റാൻഡിങ് വേവ് മോഡിനെ പറ്റിയാണ് ചോദ്യം. സ്റ്റാൻഡിങ് വേവ് എന്നാണ് ചോദ്യം. നിങ്ങൾ വേവ്സിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഭാഗമാണ് സ്റ്റാൻഡിങ് വേവ്സ്. ഒരു ക്വസ്റ്റൻ എങ്കിലും കാണും. ഓക്കെ അല്ലേ? നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്നൊരു ചോദ്യമാണ്. കാരണം JEE മെയിനിൽ നിന്ന് ഇപ്പോൾ നമുക്കറിയാം ഡോപ്ലർ എഫക്റ്റ് ഒരുപാട് ചോദ്യം ചോദിച്ചിരുന്ന ഒരു ഭാഗമായിരുന്നു. ഇപ്പോൾ ആ ഒരു ഭാഗം പോയി. പക്ഷേ അഡ്വാൻസ്ഡ് സിലബസ് സ്റ്റിൽ അതുണ്ട്. എന്നാലും നമുക്ക് സ്റ്റാൻഡിങ് വേവ്സിൽ നിന്ന് എന്തായാലും ഒരു ചോദ്യം നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ അല്ലേ? അപ്പോൾ സ്റ്റാൻഡിങ് വേവ്സിലുള്ള ഭാഗം നല്ല തറവായിട്ട് എല്ലാവരും നോക്കണം. ഇതുവരെ നോക്കാത്തവരുണ്ടെങ്കിൽ നോക്കണം തീർച്ചയായിട്ടും. അപ്പോൾ അത് സ്കിപ്പ് ചെയ്ത് കളയരുത്. ഓക്കെ അല്ലേ? സ്റ്റാൻഡിങ് വേവ്സ് നല്ലപോലെ ക്വസ്റ്റ്യൻ കിട്ടുന്നൊരു ഭാഗമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ചോദിച്ചിട്ട് ലോഞ്ചിറ്റ്യൂഡൽ വേവ്സിൻ്റെ സ്റ്റാൻഡിങ് വേവ്സ് ആണ്, അല്ലെങ്കിൽ സൗണ്ട് വേവ്സിൻ്റെ സ്റ്റാൻഡിങ് വേവ്സിനെ പറ്റിയുള്ള ചോദ്യമാണ്. അപ്പോൾ ഇവിടെ ഒരു ഗ്രാനൈറ്റ് റോഡാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് അല്ലേ? ഗ്രാനൈറ്റ് റോഡാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഒരു എന്താ പറയുക സോളിഡ് ഒബ്ജക്റ്റാണ് തന്നിരിക്കുന്നത്. സോളിഡ് ഒബ്ജക്റ്റിൽ നമുക്കറിയാം നമുക്ക് സൗണ്ട് വേവ്സ് അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡൽ വേവ്സിന് പ്രൊപ്പഗേറ്റ് ചെയ്യാം അല്ലേ? സോളിഡ്സിൽ കോമൺ ആയിട്ട് ലോഞ്ചിറ്റ്യൂഡൽ വേവ്സിന് ട്രാൻസ്വേഴ്സ് വേവ്സിന് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡെൻസിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. യങ്സ് മോഡുലസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ യങ്സ് മോഡുലസ് തന്നിരിക്കുന്നത് നമ്മൾ സാധാരണ സൗണ്ടിൻ്റെ സ്പീഡ് അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡൽ വേവ്സിൻ്റെയൊക്കെ സ്പീഡ് കണ്ടുപിടിക്കുന്നതിൻ്റെ √B/ρ ബൾക്ക് മോഡുലസ് ബൈ ഡെൻസിറ്റി എന്നാണ് എഴുതുന്നത് അല്ലേ? ബൾക്ക് മോഡുലസ് ബൈ ഡെൻസിറ്റി എന്നാണ് എഴുതുന്നത്. പക്ഷെ നമുക്കറിയാം ബൾക്ക് മോഡുലസ് എന്നുള്ള കാര്യം നമ്മൾ ഉപയോഗിക്കുന്നത് വോളിയം സ്ട്രെയിൻ ഉണ്ടാകുന്ന കേസുകളിലാണ്. പക്ഷേ ഇതാണ് ഗ്രാനൈറ്റിൻ്റെയൊക്കെ റോഡായിരിക്കും അല്ലെങ്കിൽ സ്റ്റീലിൻ്റെയൊക്കെ റോഡ് എന്നാണ് പറയുന്നുണ്ടെങ്കിൽ അവിടെ ലാറ്ററൽ സ്ട്രെയിൻ വളരെ നെഗ്ലിജിബിൾ ആയിരിക്കും. അവിടെ ലോഞ്ചിറ്റ്യൂഡൽ സ്ട്രെയിൻ ആയിരിക്കും കൂടുതൽ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡൽ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട്. അപ്പോൾ അവിടെ ബൾക്ക് മോഡുലസ് പറയേണ്ട കാര്യമില്ല, യങ്സ് മോഡുലസ് വെച്ച് ചെയ്താൽ മതി. കാരണം അവിടെ ലാറ്ററൽ സ്ട്രെയിൻ നെഗ്ലിജിബിൾ ആണെന്നുള്ളതാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ എന്തായാലും വെലോസിറ്റി ഓഫ് ദ സൗണ്ട് വേവ്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്കറിയാം √Y/ρ ആണ്. ഓക്കെ അല്ലേ? √Y/ρ ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ അപ്പോൾ നമുക്ക് വൈയും റോയിലെന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം വേവിൻ്റെ സ്പീഡ് കണ്ടുപിടിക്കാം. ലോഞ്ചിറ്റ്യൂഡൽ വേവിൻ്റെ സ്പീഡ് കണ്ടുപിടിക്കാം. √9.27 into 10⁻10 ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി വന്നിരിക്കുന്നത് 2.7 into 10⁻3 ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ കാൽക്കുലേഷൻ നമുക്ക് ചുമ്മാ എളുപ്പം നമുക്ക് റൗണ്ട് ഓഫ് വാല്യൂ കിട്ടിയാൽ മതിയല്ലോ. അപ്പോൾ 9.27 നമുക്ക് 9 ആക്കാം, 2.7 നമുക്ക് 3 ആക്കാം. അപ്പോൾ അങ്ങനെ റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 9/3 നമുക്കറിയാം 3 ആണ് വരുന്നത്. സോ ദിസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 3 into 10⁻7 എന്ന് വരും. വിച്ച് ഇസ് അപ്രോക്സിമേറ്റഡ് ആസ് √30 into 10⁻6 എന്ന് എഴുതാം. ഓക്കെ അല്ലേ? ഓക്കെ, ഇത്തരം കുഞ്ഞുടായ്പോളെല്ലാം നമുക്ക് കാണിക്കാം. അപ്പോൾ 30 into 10⁻6. അപ്പോൾ √30 into 10⁻6ൻ്റെ റൂട്ട് വരുന്നത് 10⁻3 ആണ് അല്ലേ? ദിസ് അപ്രോക്സിമേറ്റ്ലി √30 into 10⁻3 മീറ്റർ പെർ സെക്കൻഡ് എന്നാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ √30 എന്ന് പറയുമ്പോഴത്തേക്കിനും
നമുക്കറിയാം 5ന് 6ൻ്റെ ഇടയിലാണ് അതിൻ്റെ സ്ക്വയർ വരുന്നത് 30 വരുന്നത് അല്ലേ. ഇപ്പം 5ൻ്റെ സ്ക്വയർ 25 ആണ്, 6ൻ്റെ സ്ക്വയർ 36 ആണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വരുന്നു. അപ്പോൾ ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് 5ൻ്റെ 6ൻ്റെ ആവറേജ് എടുത്താൽ മതി. ഒരു 5.5 നമുക്ക് പിടിക്കാം. ഓക്കെ അല്ലേ, ഒരു 5.5 നമുക്ക് പിടിക്കാം. സോ ഇറ്റ്സ് അപ്രോക്സിമേറ്റ്ലി 5.5 × 10⁻³ m/s ആണ് നമ്മളങ്ങ് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ, 5.5 m/s × 10⁻³ m/s ആണെന്ന് വിചാരിക്കുവാണ്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് വേവിൻ്റെ വെലോസിറ്റി കിട്ടി. ഇനി നമുക്ക് തന്നിട്ടുണ്ട് ഗ്രാനൈറ്റ് റോഡാണ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഞാൻ ആ പടം ഒന്ന് ഇവിടെ വരയ്ക്കാം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന റോഡിൻ്റെ മിഡിൽ പോയിൻ്റാണ് നമ്മൾ ക്ലാമ്പ് ചെയ്തിരിക്കുന്നത്. ഓക്കെ ആണല്ലോ, ഒരു സിലിണ്ടറിക്കൽ റോഡാണെന്ന് വിചാരിച്ചോ. ഓക്കെ, ഇതിൻ്റെ ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട്. ലെങ്ത് 60 cm ആണെന്ന് തന്നിട്ടുണ്ട്. ലെങ്ത് 60 cm ആണ്. അതിനെ മിഡിൽ പോയിന്റിൽ ക്ലാമ്പ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അത് മിഡിൽ പോയിന്റിൽ നിന്നാണ് അതിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് വിചാരിക്കുക. അതിൻ്റെ മിഡ് പോയിന്റിലാണ് നമ്മൾ അതിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അത് ഈ രണ്ട് ഭാഗങ്ങൾ ഫ്രീ എൻഡാണ്. അപ്പോൾ ഇതിനകത്ത് സ്റ്റാൻഡിങ് വേവ്സ് ഉണ്ടാകുന്നുണ്ട് അല്ലേ. അതാണ് ഫണ്ടമെൻ്റൽ മോഡ് എന്ന് ചോദിക്കുമ്പോൾ നമുക്കറിയാം സ്റ്റാൻഡിങ് വേവ്സ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ സ്റ്റാൻഡിങ് വേവ് ഉണ്ടാവണമെങ്കിൽ നമുക്കറിയാം ഈ റിജിഡ് എൻഡ് നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്ന ക്ലാമ്പ് ചെയ്തിരിക്കുന്ന എൻഡിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകത്തില്ല. അതുകൊണ്ട് നമുക്ക് അവിടെ എന്താ വരാൻ പോകുന്നത്, അവിടെ നോഡായിരിക്കും വരാൻ പോകുന്നത് അല്ലേ. സ്റ്റാൻഡിങ് വേവ് ഫോം ചെയ്യുമ്പോൾ നമുക്കറിയാം നോഡ് എപ്പോഴും ഫോം ചെയ്യുന്നത് റിജിഡ് എൻഡുകളിലോ അല്ലെങ്കിൽ ക്ലാമ്പ് ചെയ്തിരിക്കുന്ന എൻഡുകളിലോ ആണ് നോഡ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്തായാലും നോഡായിരിക്കും ഫോം ചെയ്യാൻ പോകുന്നത്. ഇത് രണ്ട് ഫ്രീ എൻഡുകളാണ്, മറ്റേ രണ്ട് എൻഡിലും ക്ലാമ്പ് ചെയ്തിട്ടില്ല. അത് രണ്ട് ഫ്രീ എൻഡുകളാണ്. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും എന്താണ് ഫോം ചെയ്യേണ്ടത്, ആൻറ്റി നോഡുകളാണ് ഫോം ചെയ്യേണ്ടതെന്നുള്ളത് നമുക്കറിയാം. ഓക്കെ അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ഫണ്ടമെൻ്റൽ മോഡിൽ എങ്ങനെ പറഞ്ഞാൽ എന്തായാലും ഈ ഒരു കോൺഫിഗറേഷൻ സ്റ്റാൻഡിങ് വേവ്സ് ഉണ്ടാകണമെങ്കിൽ ഇവിടെ നോഡ് ഉണ്ടായേ പറ്റുള്ളൂ, ഈ രണ്ട് എൻഡുകളും ആൻറ്റി നോഡും ഉണ്ടായേ പറ്റുള്ളൂ. അങ്ങനെ സ്റ്റാൻഡിങ് വേവ്സ് അതിനകത്ത് ഫോം ചെയ്യത്തുള്ളൂ. അപ്പോൾ അതിൽ ഫണ്ടമെൻ്റൽ മോഡ് എന്ന് പറയുമ്പോൾ ഏറ്റവും ബേസിക് മോഡ് ഏതാണെന്നാണ് ചോദ്യം. ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏറ്റവും ബേസിക് മോഡ് ഈ മോഡ് തന്നെയാണ്, ശരിയല്ലേ. കാരണം ഇതിനകത്ത് കുറഞ്ഞത് 2 ആൻറ്റി നോഡും ഒരു നോഡും വന്നേ പറ്റുള്ളൂ. അപ്പോൾ ഏറ്റവും ലോവസ്റ്റ് പോസിബിൾ കോൺഫിഗറേഷൻ ആണ് ഫണ്ടമെൻ്റൽ മോഡ്. അതിനകത്ത് 2 ആൻറ്റി നോഡും ഒരു നോഡും കാണും. അപ്പോൾ അതിൻ്റെ സ്റ്റാൻഡിങ് വേവ് നമ്മളൊന്ന് വരയ്ക്കുവാണെങ്കിൽ ഓക്കെ, ഇങ്ങനെയാണ് ഇവിടുത്തെ സ്റ്റാൻഡിങ് വേവ് പാറ്റേൺ ഉണ്ടാകുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ഒരു സ്റ്റാൻഡിങ് വേവ് ഇതാണ് ഇവിടുത്തെ ഫണ്ടമെൻ്റൽ മോഡ് ഓഫ് വൈബ്രേഷൻ വരുന്നത്. ഫണ്ടമെൻ്റൽ മോഡ് ഓഫ് വൈബ്രേഷൻ കാരണം ഇതിൽ താഴേക്കൊരു വൈബ്രേഷൻ മോഡ് പോസിബിൾ അല്ല ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ വേവ് ലെങ്ത് എത്ര എന്നാണ്, ഫ്രീക്വൻസി എത്ര എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി നമുക്ക് വെലോസിറ്റി കിട്ടി. വെലോസിറ്റി കിട്ടിയാൽ വേവ് ലെങ്തോടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഹാപ്പിയാണ് അല്ലേ. വേവ് ലെങ്തോടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ഫ്രീക്വൻസി കണ്ടുപിടിക്കാം. അപ്പോൾ വേവ് ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് നമുക്കറിയാം 2 അടുത്തടുത്ത ആൻറ്റി നോഡുകൾ, അത് എന്നാ വേവ് ആയാലും അല്ലേ. സ്റ്റാൻഡിങ് വേവ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 2 അടുത്തടുത്ത നോഡുകൾ തമ്മിലുള്ള സെപ്പറേഷൻ എത്ര ആയിരിക്കണം, λ/2, ഹാഫ് ദ വേവ് ലെങ്ത് ആയിരിക്കണം. പഠിച്ചിരിക്കേണ്ട റിസൾട്ടാണ് കേട്ടോ. 2 അടുത്തടുത്ത ആൻറ്റി നോഡുകൾ, 2 കോൺസിക്യൂട്ടീവ് ആൻറ്റി നോഡുകളോ 2 കോൺസിക്യൂട്ടീവ് നോഡ്സോ തമ്മിലുള്ള സെപ്പറേഷൻ എത്ര ആയിരിക്കും, λ/2 ആയിരിക്കും. അപ്പോൾ 2 അടുത്തടുത്ത ആൻറ്റി നോഡിൻ്റെ സെപ്പറേഷൻ λ/2 ആണ്. അതുകൊണ്ട് λ/2 എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തിനോട് ഈക്വൽ ആയിരിക്കണം, എല്ലിനോട് ഈക്വൽ ആയിരിക്കണം അല്ലേ. 60 സെൻറ്റിമീറ്ററിലല്ലേ λ/2 വരുന്നത്. അങ്ങനെയാണെങ്കിൽ ലാംഡ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 2L ആയിരിക്കും. അപ്പോൾ 2 × 60 എത്ര വന്നു, 120 സെൻറ്റിമീറ്റർ എന്ന് വന്നു, വിച്ച് ഇസ് 1.2 മീറ്റർ. ഓക്കെ അല്ലേ, 1.2 മീറ്റർ ആണ് വന്നത്. അങ്ങനെയാണെങ്കിൽ ഫ്രീക്വൻസി വൈബ്രേഷൻ കണ്ടുപിടിക്കണം. ഫ്രീക്വൻസി വൈബ്രേഷൻ അപ്പോൾ എന്തായിരിക്കും, F = V/λ ആയിരിക്കും. ഓക്കെ അല്ലേ. ഫ്രീക്വൻസി ഓഫ് മോഷൻ വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ V/λ. അപ്പോൾ V എന്ന് പറഞ്ഞാൽ 5.5 × 10⁻³ ആണ് വരുന്നത്, ഡിവൈഡഡ് ബൈ 1.2 വന്നു. ഈ 1.2നെ നമുക്ക് ചുമ്മാ വെട്ടി 1.1 ആക്കാം. ഓക്കെ അല്ലേ, ആരും അറിയാമെന്ന് പോകുന്നില്ല. 5.5 ഡിവൈഡഡ് ബൈ 1.1 എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി എത്ര വരും, 5 വരും. 5 × 10⁻³ ഹേർട്സ് വരും എന്ന് പറയുമ്പോൾ അപ്രോക്സിമേറ്റ്ലി 5 kHz ആണ് നമ്മുടെ ആൻസർ വരേണ്ടത്. ഓക്കെ അല്ലേ. അപ്പോൾ ഈ റോഡിലുണ്ടാകുന്ന സ്റ്റാൻഡിങ് വേവിൻ്റെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി എത്ര വരണം, 5 kHz ആണ് വരേണ്ടത്. അപ്പോൾ 5 kHz ആണ് നമ്മുടെ ആൻസർ വരുന്നത്. 5 kHz ഇസ് റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ. ഇനി അടുത്ത നോക്കിയേ, ഹെവി ബോൾ ഓഫ് മാസ് M is suspended from the ceiling of a car by a light string of mass M. തന്നിട്ടുണ്ട് M is much less than capital M എന്ന് തന്നിട്ടുണ്ട്. When the car is at rest, the speed of transverse in the string is 60 m/s. When the car has an acceleration A, the wave speed increases to 60.5 m/s. The value of A in terms of gravitational acceleration G is closest to. ഏറ്റവും അടുത്ത വാല്യൂ ഏതാണെന്നാണ് ചോദ്യം. അപ്പോൾ അവിടെ തന്നിരിക്കുന്ന ഒരു കാറുണ്ട്. ഓക്കെ അല്ലേ, ഒരു കാർ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ആ കാറിൻ്റെ റൂഫിൽ നിന്നും നമ്മളൊരു പെൻഡിലം അല്ലെങ്കിൽ ഒരു സ്മോൾ മാസ് നമ്മൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ലേ. അപ്പം ഹെവി ബോളാണ് നമ്മൾ തന്നിരിക്കുന്നത്, ഹെവി ബോളാണ്, അതിൻ്റെ മാസ് M ആണ്.
സ്ട്രിങ്ങിന് മാസ് ഉണ്ട്, സ്ട്രിങ്ങിൻ്റെ മാസ് സ്മോളമാണ്. കാരണം സ്ട്രിങ് നെഗ്ലിജിബിൾ മാസ് എന്ന് അസ്യൂം ചെയ്യാൻ പറ്റില്ല. ഓക്കെ അല്ലേ? ഈ ഒരു പ്രോബ്ലത്തിലെ കാൽക്കുലേഷൻ നമുക്ക് അങ്ങനെ എടുക്കാമെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ സ്ട്രിങ് മാസ്ലെസ് എന്ന് അസ്യൂം ചെയ്യാൻ പറ്റില്ല. കാരണം വേവ് പ്രൊപ്പഗേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ അവിടെ മാസ് ഉണ്ടായിരിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും വേണ്ടി ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എം വെരി മച്ച് ഗ്രേറ്റർ ദാൻ സ്മോൾ എം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അല്ലേ? അത് കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ സ്മോൾ എമ്മിനെ കണക്കിലെടുക്കേണ്ട കാര്യമില്ല, ക്യാപിറ്റൽ എം വെച്ചിട്ട് കാൽക്കുലേഷൻ ചെയ്താൽ മതി എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ കാർ സ്റ്റേഷനറി ആയിരിക്കുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് അല്ലേ? അപ്പോൾ അതിൽ സ്പീഡ് ഓഫ് ട്രാൻസ്വേഴ്സ് വേവ്സ് എത്ര തന്നിട്ടുണ്ട്? 60 m/s. നമുക്കറിയാം ഒരു സ്ട്രിങ്ങിൽ ഉണ്ടാകുന്ന ട്രാൻസ്വേഴ്സ് വേവിൻ്റെ സ്പീഡ് കണ്ടുപിടിക്കുന്ന ഫോർമുല എന്താണ്? V = √T/μ ആണ്. V = √T/μ ആണ്. ഓക്കെ അല്ലേ? ഇവിടെ ടെൻഷൻ ഓൺ ദ സ്ട്രിങ് എന്തിനോട് ഈക്വൽ ആയിരിക്കും? mg ഈക്വൽ ആയിരിക്കും. ഓക്കെ അല്ലേ? ടെൻഷൻ ഓൺ ദ സ്ട്രിങ് എന്ന് പറഞ്ഞാൽ √mg ആണ് വരുന്നത്. mg/μ എന്നാണ് വരുന്നത്. ഓക്കെ ആണല്ലോ? ഇതാണ് ഒരു കേസ്. കാറ് സ്റ്റേഷനറി ആയിരിക്കും. ഇനി കാർ എന്ത് ചെയ്യുവാണ്? ആക്സിലറേറ്റ് ചെയ്യുവാണ് അല്ലേ? സോ സ്പീഡ് ഓഫ് ട്രാൻസ്വേഴ്സ് വേവ്സ് ആദ്യത്തെ കേസിൽ 60 m/s നമ്മളോട് പറഞ്ഞിട്ടുണ്ടേ. ഇതിൻ്റെ വാല്യൂ 60 m/s നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. Now when the car is accelerating at a rate A, വേവ് സ്പീഡ് എന്ത് ചെയ്യുന്നു? 60.5 ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നു. നിങ്ങൾ നോക്കിയറിയാം വളരെ ചെറിയൊരു വേരിയേഷൻ അവർ കൊടുത്തിരിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങളൊരു മാത്തമാറ്റിക്കൽ നോളജോടെ ചെക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ 60 ഇനിഷ്യൽ വാല്യൂ, 60.5 ഒരു 0.5 വ്യത്യാസം അവിടെ വന്നിട്ടുള്ളൂ. അതുകൊണ്ടാണ് ആക്സലറേഷൻ ഒരു ഗ്രാവിറ്റിയുടെ വാല്യൂ ക്ലോസർ ഏത് വാല്യൂവിനോട് അടുത്താണെന്ന് ചോദിക്കാറ്. അപ്പോൾ അവിടെ ഒരു അപ്രോക്സിമേഷനൊക്കെ നമുക്ക് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അത് നിങ്ങൾ നല്ല വ്യക്തമായിട്ട് ചെയ്യണം എന്നുള്ള രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്കറിയാം കാർ ആക്സിലറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സിറ്റുവേഷൻ? കാർ ആക്സിലറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കറിയാം വെർട്ടിക്കലിൽ നിന്ന് പെൻഡുലം തീർച്ചയായിട്ടും എന്ത് ചെയ്യും? ഒരു സർട്ടൺ ആംഗിളിൽ, ആക്സിലറേഷൻ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഒരു സർട്ടൺ ആംഗിളിൽ അതിങ്ങനെ ഡിഫ്ലക്റ്റ് ചെയ്യപ്പെടുന്നുള്ള കാര്യം നമുക്കറിയാം. ശരിയല്ലേ? ആക്സിലറേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഡിഫ്ലക്റ്റ് ചെയ്യപ്പെടും. കാരണം ഈ മാസ് ഇപ്പോൾ ഇതിനോടൊപ്പം ആക്സിലറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ആക്സിലറേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഈ ടെൻഷൻ്റെ ഒരു കമ്പോണൻ്റ് ആയിരിക്കും. സപ്പോസ് ഈ ആംഗിൾ തീറ്റയാണെന്ന് വിചാരിക്കുക. അങ്ങനെ നമ്മളിതിനെ റിസോൾവ് ചെയ്യുവാണെങ്കിൽ താഴേക്ക് mg ഉണ്ടെന്ന് നമുക്കറിയാം അല്ലേ? ഈ ഡയറക്ഷനിൽ ടെൻഷനുണ്ട്. അപ്പോൾ ടെൻഷൻ നമുക്ക് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ കമ്പോണൻസ് ആയിട്ട് നമുക്ക് റിസോൾവ് ചെയ്യാം. ഓക്കെ ആണല്ലോ? അപ്പോൾ ഈ ആംഗിളും തീറ്റയായിരിക്കും. അപ്പോൾ ഇത് t cos θ വരും, ഇത് t sin θ വരും. ശരിയല്ലേ? അപ്പോൾ t cosന് t sin θ. അപ്പോൾ t cosന് ഇത് വിത്ത് റെസ്പെക്ട് ടു ദിസ് ഫ്രെയിം, അതായത് കാറിൻ്റെ ഫ്രെയിമിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സാധനം ഇക്വിലിബ്രിയത്തിലായിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ നോക്കിയാൽ വെർട്ടിക്കൽ ഡയറക്ഷൻ ഇതിന് മോഷൻ ഇല്ല. t cos θ അപ്പോൾ എന്തിനോട് ഈക്വൽ ആയിരിക്കും? t cos θ എന്ന് പറഞ്ഞാൽ mg ആയിരിക്കും അല്ലേ? അതുപോലെ t sin θ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? t sin θ എന്ന് പറയുന്ന കമ്പോണൻ്റ് ആണ് ഈ ബ്ലോക്കിന് ആക്സിലറേഷൻ ഉണ്ടാക്കുന്നത് അല്ലേ? അപ്പോൾ ബ്ലോക്കിൻ്റെ ആക്സിലറേഷൻ ഉണ്ടാക്കുന്ന ഫോഴ്സ് t sin θ ആണ്. അപ്പോൾ ഫോഴ്സ് = മാസ് ടൈംസ് ആക്സിലറേഷൻ ആണ് വരുന്നത്. ദാറ്റ് ഈസ് = m × a എന്ന് വരും. ഓക്കെ അല്ലേ? ക്യാപിറ്റൽ M ആണ്, mg and ma. അപ്പോൾ t sin θ t cos θ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് t കാൽക്കുലേറ്റ് എന്ത് ചെയ്താൽ മതി? രണ്ടിനെ സ്ക്വയർ ചെയ്യുക, ആഡ് ചെയ്യുക. അപ്പോൾ രണ്ടിനെ സ്ക്വയർ ചെയ്യുക, ആഡ് ചെയ്യുക, എന്ത് കിട്ടും? t² cos² θ പ്ലസ് t² sin² θ എന്ത് വരും? രണ്ടിൽ m കോമൺ ആണ്. അപ്പോൾ m² × g² + a² എന്ന് വരും. ഓക്കെ അല്ലേ? g² + a² എന്ന് വരും. അപ്പോൾ ഇവിടുന്ന് t² കോമൺ എടുത്ത് നമുക്കറിയാം cos² θ + sin² θ 1 ആണ് വരുന്നത്. സോ t² = m² × g² + a² എന്ന് വരും. ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ടെൻഷൻ്റെ വാല്യൂ എന്തായിരിക്കും? പുതിയ ടെൻഷൻ്റെ വാല്യൂ വരാൻ പോകുന്നത് m × √g² + a² എന്നാണ്. ഓക്കെ അല്ലേ? m × √g² + a². ചിലർ ഡയറക്റ്റ് തന്നെ ഉത്തരം എഴുതിയിട്ടുണ്ടായിരിക്കും ഈ സമയം കൊണ്ട്. എന്തായാലും ബാക്കിയുള്ളവർക്ക് ഇത് സംശയമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇത്ര ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തത്. t = m × √g² + a². അപ്പോൾ ഈ സിനാരിയോവും ഈ എക്സ്പ്രഷൻസൊക്കെ ഒന്ന് പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. ഓക്കെ അല്ലേ? വളരെ കോമൺ ആയിട്ട് ഒരുപാട് കേസുകളിൽ വരുന്ന ക്വസ്റ്റ്യൻസിൻ്റെയൊക്കെ ഒരു പാർട്ടാണ്. അത് സ്റ്റാൻഡേർഡ് പ്രോബ്ലമാണത്. അപ്പോൾ m × √g² + a². അപ്പോൾ ഇതായിരിക്കും പുതിയ വാല്യൂ ഓഫ് ടെൻഷൻ വരുന്നത്. അപ്പോൾ ടെൻഷൻ നോക്കിയാൽ കൂടി. നേരത്തെ mg ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ m × √g² + a² എന്നൊരു ടൈം കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ടെൻഷൻ കൂടി. ടെൻഷൻ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? കിടന്നുറങ്ങണം. ഓക്കെ. അപ്പോൾ നമുക്ക് പുതിയ വാല്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ പുതിയ വാല്യൂ വരാൻ പോകുന്നത് v' = √T/μ അല്ലേ? പുതിയ വാല്യൂ നമുക്ക് t' എന്ന് വിളിക്കാം. അപ്പോൾ t' വാല്യൂ എന്ത് വരും? m × √g² + a². ഈ രണ്ട് റൂട്ടൊക്കെ ഇടാൻ മറന്നു പോകരുത്. /μ. ഓക്കെ ആണല്ലോ? ഇങ്ങനെയാണ് എക്സ്പ്രഷൻ വരുന്നത്. ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് എക്സ്പ്രഷൻസും കമ്പയർ ചെയ്ത് ഇതിൻ്റെ വാല്യൂ 60.5 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സെക്കൻഡ് ഇക്വേഷനും ഫസ്റ്റ് ഇക്വേഷനും നമുക്ക് റേഷ്യോ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് m/μ ക്യാൻസൽ ആയി പോകും അല്ലേ? പോയിട്ട് എന്ത് വരും? √g² + a² / g is equal to 60.5 / 60 എന്ന് വരും. ഓക്കെ ആണല്ലോ?
അപ്പോൾ അതായത് നോക്കിയേ, നമുക്ക് ഈ ഒരു ടൈമിന് ഒന്നുകൂടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിനെ കൂടെ ഈ ജിയെ കൂടെ നമുക്ക് സ്ക്വയർ ചെയ്തിട്ട് റൂട്ടിനകത്തോട്ട് കൊണ്ടുപോകാം. അപ്പോൾ എന്ത് വരും? ജി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഡിവൈഡഡ് ബൈ ജി സ്ക്വയർ ദ ഹോൾ റേസ് ടു 1/4 എന്ന് വരും അല്ലേ? കാരണം ഇതിലും സ്ക്വയർ കൊടുത്താൽ ഇവിടെ റൂട്ട് വരും. റൂട്ട് വന്നാൽ മൊത്തത്തിൽ 2 റൂട്ട് വരും. 2 റൂട്ട് വരിക എന്ന് പറഞ്ഞാൽ റേസ് ടു 1/4 ആണ് വരുന്നത്. ഈക്വൽ ടു 60.5 ഡിവൈഡഡ് ബൈ 60. ഓക്കെ അല്ലേ? ഇതൊക്കെ ചെയ്യാൻ നിൽക്കരുത്. ഓക്കെ അല്ലേ? നമ്മൾ ഇതൊക്കെ ന്യൂമറിക്കൽ ചെയ്യാൻ നിന്ന് നമ്മൾ വെറുത്ത് പോകും. അപ്പോൾ എന്തായാലും ജി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ ജി സ്ക്വയർ ഓൾ റേസ് ടു 1/4. അപ്പോൾ നമുക്ക് എ ആണ് വേണ്ടത്. എ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ റേഷ്യോ നമുക്ക് ഇവിടെ റേസ് ടു 1/4 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് റേസ് ടു 4 എടുക്കാം. റേസ് ടു 4 എടുക്കുമ്പോൾ ജി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഡിവൈഡഡ് ബൈ ജി സ്ക്വയർ എന്ന് പറയുന്നത് എന്ത് വരും? 60.5 ഡിവൈഡഡ് ബൈ 60 ദ ഹോൾ റേസ് ടു 4 എന്ന് വരും. ഓക്കെ അല്ലേ? പൂർത്തിയായല്ലോ. 60.5 ബൈ 60 ദ ഹോൾ റേസ് ടു 4. ഇത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അപ്രോക്സിമേഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് തൊട്ടടുത്തടുത്ത 2 വാല്യൂസ് വന്നിരിക്കുന്നത്. നോക്കിയാൽ 60.5 ബൈ 60 എന്ന് പറയുമ്പോഴത്തേക്കിന് നമുക്ക് അതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. സോ ദിസ് ഇസ് ഈക്വൽ ടു 60.5 60 പ്ലസ് 0.5 എന്ന് എഴുതി ഡിവൈഡഡ് ബൈ 60 ദ ഹോൾ റേസ് ടു 4. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇവിടെ നോക്കിയാൽ 60 ബൈ 60 എത്ര വരുന്നത്? 1 ആണ് വരുന്നത് അല്ലേ? ദിസ് ഇസ് ഈക്വൽ ടു 1 പ്ലസ് പിന്നെ 0.5 ഡിവൈഡഡ് ബൈ 60 ദ ഹോൾ റേസ് ടു 4 എന്ന് വരും. ഓക്കെ ആണല്ലോ? അപ്പോൾ അത് നോക്കിയാൽ 1 പ്ലസ് 0.5 ബൈ 60 1നെ വെച്ച് നോക്കുമ്പോൾ 0.5 ബൈ 60 നമുക്ക് അടുത്ത് വെക്കാൻ കൊള്ളുമോ? ഇല്ല, നാണക്കേടാവത്തില്ലേ? 1ഉം 0.5 ബൈ 60 നിങ്ങൾ ആലോചിച്ച് നോക്കുക. 0.5നെ വീണ്ടും 60 തവണയായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുവാണ്. അപ്പോൾ 0.5 ബൈ 60 എന്ന് പറഞ്ഞാൽ വെരി മച്ച് ലെസ് ദാൻ 1 ആണ്. അപ്പോൾ 1 പ്ലസ് എ നമ്പർ ദാറ്റ് ഈസ് വെരി മച്ച് ലെസ് ദാൻ 1 റേസ് ടു n നമുക്ക് ബൈനോമിയൽ അപ്രോക്സിമേഷൻ യൂസ് ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് പറഞ്ഞു വന്നത്. സോ 1 പ്ലസ് എക്സ് ദ ഹോൾ റേസ് ടു എന്നിനെ നമ്മൾ ബൈനോമിയൽ അപ്രോക്സിമേഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ 1 പ്ലസ് എൻ എക്സ് ആയിട്ട് നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്യാം. ദിസ് ഹോൾസ് ഓൺലി ഇഫ് എക്സ് ഇസ് മച്ച് ലെസ് ദാൻ 1. ഓക്കെ അല്ലേ? എക്സിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ 1നേക്കാൾ വളരെ താഴെയായിരിക്കണം. അത് തീർച്ചയായിട്ടും അതെ. 0.5 ബൈ 60 എന്ന് പറഞ്ഞാൽ 1നേക്കാളും തീരെ ചെറുതാണ്. അപ്പോൾ ഇവിടെ 1 പ്ലസ് എക്സിന് പകരം കിടക്കുന്ന 0.5 ബൈ 60 ആണ്. എന്നിന് പകരം കിടക്കുന്ന 4 ആണ്. അപ്പോൾ നമുക്കതിന് 1 പ്ലസ് എൻ എക്സിന് അപ്രോക്സിമേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ജി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഡിവൈഡഡ് ബൈ ജി സ്ക്വയർ എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് എന്നിന് പകരം 4 ഇൻറ്റു 0.5 ബൈ 60 എന്ന് എഴുതാം. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ വരും? ജി സ്ക്വയർ വെച്ച് ഡിവൈഡ് ചെയ്താൽ 1 പ്ലസ് എ സ്ക്വയർ ബൈ ജി സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 പ്ലസ് 4 ഇൻറ്റു 0.5 ഇസ് 2 ഡിവൈഡഡ് ബൈ 60 എന്ന് വരും. 1 നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ അതിൽ നിന്ന് എ സ്ക്വയർ ബൈ ജി സ്ക്വയർ എന്താണെന്ന് കിട്ടി? 1/30 എന്ന് കിട്ടി അല്ലേ? അപ്പോൾ എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കിട്ടും? ജി സ്ക്വയർ ബൈ 30 ആണെന്ന് കിട്ടും. അതിൽ നിന്ന് എ എന്താണെന്ന് കിട്ടും? എ ഇസ് ഈക്വൽ ടു ജി ബൈ റൂട്ട് 30 ആണ് വരുന്നത്. റൂട്ട് 30 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 5 പോയിൻറ്റ് സംതിങ് ആണ് വരുന്നത്. അപ്പോൾ ക്ലോസസ്റ്റ് വാല്യൂ എന്ന് പറയുമ്പോഴത്തേക്കിന് അപ്രോക്സിമേറ്റ്ലി നമ്മൾ എന്തായിട്ട് എഴുതാം? ജി ബൈ 5 ആയിട്ട് എടുക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ക്ലോസസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ ജി ബൈ 5-നടുത്തായിരിക്കും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ആൻസർ വരുന്നത് എന്താ? ആൻസർ വരുന്നത് ജി ബൈ 5 ആണ്. ജി ബൈ 5 ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ കുറച്ച് ചെയ്യാനുണ്ടായിരുന്നു അല്ലേ? അപ്പം ഈ ഒരു പ്രോബ്ലത്തിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് അറിയാം. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ടെൻഷൻ ഡയറക്റ്റ് ഫോർമുല അറിയാമെന്നുണ്ടെങ്കിൽ ഇത്തരം സ്റ്റെപ്പ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. കുറേയൊക്കെ പ്രോബ്ലംസ് ചെയ്ത് വരുമ്പോൾ അതിനാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് പറയുന്നത്. കുറേ പ്രോബ്ലംസ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ സ്റ്റാൻഡേർഡ് ക്വസ്റ്റൻസ് ആണെന്നുള്ളതും ആ സ്റ്റാൻഡേർഡ് ക്വസ്റ്റൻസിലെ പല ഫോർമുലകളും വേറെ പ്രോബ്ലത്തിൽ നമുക്ക് എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നുള്ള കാര്യങ്ങളും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് മനസ്സിലോട്ട് കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ ഇത്തരം കാൽക്കുലേഷൻസ്, ഹെക്ടിക് ആയിട്ടുള്ള കാൽക്കുലേഷൻസ് നമുക്ക് ഒഴിവാക്കാം. ഹെക്ടിക് എന്ന് പറയാനില്ല, പക്ഷേ ടൈം കൺസ്യൂമിംഗ് ആണ്, നമുക്കത് ഒഴിവാക്കാൻ സാധിക്കും. പിന്നെ പോയിട്ട് നമുക്ക് ഈ ബൈനോമിയൽ അപ്രോക്സിമേഷൻ അതുകൊണ്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ നോക്കിയാൽ മതി. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലോട്ട് വരണം. ഓക്കെ അല്ലേ? സാധാരണ ഇത്തരത്തിലൊക്കെയുള്ള ചോദ്യങ്ങൾ ഈ കൂടുതൽ മാത്തമാറ്റിക്കലായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളും കാര്യങ്ങളൊക്കെ അഡ്വാൻസിന് ചോദിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ സംടൈംസ് ഇത്തരം ചോദ്യങ്ങൾ JEE മെയിനകത്തും കയറി വരുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റേഴ്സ് നല്ലപോലെ നമ്മൾ ചെയ്ത് പഠിക്കണം. എല്ലാ കോൺസെപ്റ്റുകളും നന്നായിട്ട് തന്നെ കവർ ചെയ്ത് പോകാൻ നോക്കുക. അടുത്ത ക്വസ്റ്റൻ നമ്പർ 18 നോക്കിയേ. A string of length 1 meter and mass 5 gram is fixed at both ends. The tension of the string is 8 Newton. The string is set into vibration using an external vibrator of frequency 100 Hz. The separation between successive notes on the string is close to. അപ്പോൾ വീണ്ടും ഒരു ചോദ്യം വന്നിരിക്കുകയാണ് അല്ലേ? അപ്പോൾ നിങ്ങൾക്കറിയാം സെപ്പറേഷൻ ബിറ്റ്വീൻ 2 സക്സസീവ് നോട്ട്സ് ആൻറ്റി നോട്ട്സ് ഒക്കെ വന്നപ്പോഴേ നമ്മൾ ആലോചിച്ചോണം സ്റ്റാൻഡിങ് വേവ്സ് വന്നു ഇവിടെ അല്ലേ? സ്റ്റാൻഡിങ് വേവ്സ് എന്നുള്ള മറ്റൊരു ചോദ്യമാണ്. അപ്പോൾ ഇവിടെ ഒരു സ്ട്രിങ്ങിൽ ഉണ്ടാകുന്ന സ്റ്റാൻഡിങ് വേവ്സ് ആണ് അല്ലേ? അപ്പോൾ ട്രാൻസ്വേഴ്സ് വേവ്സിൻ്റെ സ്റ്റാൻഡിങ് വേവ്സ് ആണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ലെങ്ത് ഈക്വൽ ടു 1 മീറ്റർ ആണ്. ഇറ്റ് ഇസ് ഫിക്സ്ഡ് അറ്റ് ബോത്ത് എൻഡ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ 2 എൻഡുകൾ ഫിക്സ്ഡ് ആയിട്ടുള്ള സ്ട്രിങ് ആണ്. അതുകൊണ്ട് 2 ഫിക്സ്ഡ് എൻഡുകളിൽ എന്ത് വരണം? 2 ഫിക്സ്ഡ് എൻഡുകളിലും നോഡ് വന്നേ പറ്റുള്ളൂ അല്ലേ? ആ സ്ട്രിങ് ഫിക്സ്ഡ് അറ്റ് ബോത്ത് എൻഡ്സ് നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ 2 അറ്റവും നമ്മൾ റിജിഡ് എൻഡ്സിലോട്ട് ഫിക്സ് ചെയ്തിരിക്കുവാണ്. അതുകൊണ്ട് ആ സ്ട്രിങ്ങിന് തീർച്ചയായിട്ടും
സ്റ്റാൻഡിങ് വേവ്സ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഈ സ്ട്രിങ്ങിൻ്റെ ഈ 2 പോയിന്റുകളിൽ ഡിസ്പ്ലേസ്മെൻറ്റ് എല്ലാ സമയത്തും 0 ആയിരിക്കും. അതുകൊണ്ട് അവിടെ രണ്ടിടത്തും നോട്ട്സ് ഫോം ചെയ്യണം. ഇതാണ് ഇവിടുത്തെ ബൗണ്ടറി കണ്ടീഷൻ അല്ലേ. അപ്പോൾ ഇതിനകത്ത് ഫോം ചെയ്യുന്ന സ്റ്റാൻഡിങ് വേവ് പാറ്റേൺസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, നമുക്കറിയാമല്ലോ. ഇതാണ് ഫണ്ടമെൻ്റൽ മോഡ് ഓഫ് വൈബ്രേഷൻ വരുന്നത് അല്ലേ. ഫണ്ടമെൻ്റൽ മോഡ് ഇങ്ങനെ വരും. അടുത്ത മോഡ് വരാമ്പോൾ നമുക്കറിയാം 2 ലൂപ്പായിട്ടായിരിക്കും സ്ട്രിങ് വൈബ്രേറ്റ് ചെയ്യുന്നത് അല്ലേ. ഇങ്ങനെ ആയിരിക്കും അടുത്ത സ്റ്റാൻഡിങ് വേവ് പാറ്റേൺ വരുന്നത്. അടുത്ത് n=3 കൊടുത്ത തേർഡ് ഹാർമോണിക്കിൽ 3 ലൂപ്പായിട്ട് തന്നെ വൈബ്രേറ്റ് ചെയ്യുന്നത്. നടക്കുള്ള കാര്യങ്ങളെല്ലാം നമുക്കറിയാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ലെങ്ത് 1 മീറ്റർ ആണ്. ആൻഡ് സ്ട്രിങ്ങിൻ്റെ മാസ് 5 ഗ്രാം ആണെന്ന് തന്നിട്ടുണ്ട്. എന്തിനാണ് സ്ട്രിങ്ങിൻ്റെ മാസ് എന്നതെന്ന് ചോദിച്ചാൽ വേവിൻ്റെ വെലോസിറ്റി കണ്ടുപിടിക്കേണ്ട ആവശ്യം വരും. നമുക്കറിയാം ട്രാൻസ്വേഴ്സ് വേവ്സിൻ്റെ വെലോസിറ്റി √T/μ ആണ്. μ എന്ന് പറഞ്ഞാൽ ലീനിയർ മാസ് ഡെൻസിറ്റി ആണ്, മാസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. അപ്പോൾ മാസ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറയുമ്പോൾ 5/1, അപ്പോൾ 5 ഗ്രാം പെർ മീറ്റർ ആണ് വരുന്നത്. ഓക്കെ അല്ലേ. അതായത് μ വരുന്നത് എന്തായിരിക്കും, m/L ആയിരിക്കും. സോ ഇറ്റ് ഇസ് 5 × 10⁻³ / 1. സോ ഇറ്റ് ഇസ് 5 × 10⁻³ കിലോഗ്രാം പെർ മീറ്റർ ആണ് അതിൻ്റെ ലീനിയർ മാസ് ഡെൻസിറ്റി വരുന്നത്. ഇനി ടെൻഷൻ ഓൺ ദ സ്ട്രിങ് നമുക്ക് തന്നിട്ടുണ്ട് 8 ന്യൂട്ടൺ ആണ് തന്നിട്ടുണ്ട്. ടെൻഷൻ ഓൺ ദ സ്ട്രിങ് ഇസ് 8 ന്യൂട്ടൺ. ഓക്കെ അല്ലേ. ആൻഡ് ദ സ്ട്രിങ് ഇസ് സെറ്റ് ഇൻ വൈബ്രേഷൻ യൂസിങ് എൻ എക്സ്റ്റേണൽ ഫ്രീക്വൻസി ഓഫ് 100 ഹെർട്സ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ ഓക്കെ, അപ്പോൾ ടെൻഷൻ നമുക്ക് 8 ന്യൂട്ടൺ ആണെന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ആദ്യം വേവ് വെലോസിറ്റി കണ്ടുപിടിക്കാം. √T/μ. അപ്പോൾ √T/μ എന്ന് പറയുമ്പോൾ √8/5 × 10⁻³ വരും. ശരിയല്ലേ. 8/5 × 10⁻³. അപ്പോൾ നമുക്ക് നോക്കാം. ദിസ് ഈസ് ഈക്വൽ ടു √8 × 10⁻³ എന്നാണ് വരുന്നത് അല്ലേ. അപ്പോൾ ഇറ്റ് ഇസ് √80/5 × 10² നമുക്ക് എഴുതാം. ഇപ്പോൾ 80/5 എന്ത് വരുമായിരിക്കും? സോ V is equal to അല്ലേ 5 1s are 5 വരും, പിന്നെ പോയിട്ട് 30, 16 × 10⁻² എന്ന് വരും. അപ്പോൾ നമുക്ക് 40 m/s എന്നാണ് കിട്ടുന്നത്. അപ്പോൾ വേവിൻ്റെ സ്പീഡ് നമുക്ക് കിട്ടി 40 m/s ആണ്. ഇനി നമുക്ക് ഈ സ്ട്രിങ്ങിനെ വൈബ്രേറ്റ് ചെയ്യുന്നത് 100 ഹെർട്സിലാണ്. അപ്പോൾ അത് ഫോഴ്സ്ഡ് ഓസിലേഷൻ ആണ് അല്ലേ. നിങ്ങളൊരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒരു സ്ട്രിങ്ങിന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മീഡിയത്തിന് നിങ്ങൾ എക്സ്റ്റേണലി വൈബ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ മീഡിയത്തിലുണ്ടാകുന്ന വൈബ്രേഷൻസ് അല്ലെങ്കിൽ മീഡിയത്തിലുണ്ടാകുന്ന വേവിൻ്റെ ഫ്രീക്വൻസി നിങ്ങൾ കൊടുക്കുന്ന എക്സ്റ്റേണൽ ഫ്രീക്വൻസി തന്നെ ആയിരിക്കും, 100 ഹെർട്സ് തന്നെ ആയിരിക്കും. അപ്പോൾ 100 ഹെർട്സിലാണ് അത് വൈബ്രേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് അതിൽ സ്റ്റാൻഡിങ് വേവ് ഉണ്ടായി എന്ന് പറയുമ്പോൾ ഈ 100 ഹെർട്സ് എന്ന് പറയുന്നത് സ്ട്രിങ്ങിൻ്റെ ഒരു റെസൊണൻസ് ഫ്രീക്വൻസിയാണ്, അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡിങ് വേവിൻ്റെ ഫ്രീക്വൻസിയാണ്. ശരിയല്ലേ. അപ്പോൾ ഫ്രീക്വൻസി നമുക്ക് തന്നിട്ടുണ്ട് 100 ഹെർട്സ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? അങ്ങനെയാണെങ്കിൽ കണ്ടുപിടിക്കേണ്ടത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 സക്സസീവ് നോട്ട്സ് ആണ്. നമ്മൾ പറഞ്ഞായിരുന്നു 2 അടുത്തടുത്ത നോഡുകൾക്കിടയിലുള്ള ദൂരം λ/2 ആണ്. അപ്പോൾ λ കിട്ടണം. λ കിട്ടാനായിട്ട് നിങ്ങൾക്ക് വേവിൻ്റെ സ്പീഡും അറിയാം, ഫ്രീക്വൻസി അറിയാം. അപ്പോൾ നമുക്ക് λ കിട്ടാൻ എന്ത് ചെയ്യുന്നത്? V = f λ അല്ലേ. അപ്പോൾ λ എന്ന് പറഞ്ഞാൽ V/f വരും. സോ ഇറ്റ് ഇസ് 40/100 വരും, വിച്ച് ഇസ് 0.4 മീറ്റർ എന്ന് പറയും, അല്ലെങ്കിൽ 40 സെൻറ്റിമീറ്റർ എന്ന് വരും. 0.4 മീറ്റർ അല്ലെങ്കിൽ 40 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 സക്സസീവ് നോട്ട്സ് എന്താ വരുന്നത്? λ/2 ആണ് വരുന്നത്. അപ്പോൾ 40 cm/2 വരും. എത്ര വരും? 20 സെൻറ്റിമീറ്റർ എന്ന് ഉത്തരം വരും. ഓക്കെ അല്ലേ. അപ്പോൾ 2 അടുത്തടുത്ത നോട്ട്സിൻ്റെ ഇടയിലുള്ള ദൂരം എത്ര വരും? 20 സെൻറ്റിമീറ്റർ ആണ് ഉത്തരം വരുന്നത്. അപ്പോൾ ഇതും വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. അങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല ഇതിനകത്ത്. 20 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 19. A closed organ pipe has a fundamental frequency of 1.5 kHz. The number of overtones that can be distinctly heard by the person with this organ pipe will be. Okay അല്ലേ. Assume the highest frequency a person can hear is 20,000 Hz. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു ക്ലോസ്ഡ് ഓർഗൻ പൈപ്പ് ആണ് അല്ലേ. ക്ലോസ്ഡ് ഓർഗൻ പൈപ്പ് ആണ്. അതിൻ്റെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി 1.5 kHz ആണ് ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി. അപ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതൊരു ക്ലോസ്ഡ് ഓർഗൻ പൈപ്പ് ആണ്. ക്ലോസ്ഡ് ഓർഗൻ പൈപ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അവിടെ ഓഡ് ഹാർമോണിക്സ് മാത്രമേ കിട്ടുകയുള്ളൂ. ഓപ്പൺ ഓർഗൻ പൈപ്പിൽ എല്ലാ ഹാർമോണിക്സും കിട്ടുമെന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. പക്ഷേ ക്ലോസ്ഡ് ഓർഗൻ പൈപ്പിൽ ഓഡ് ഹാർമോണിക്സ് മാത്രമേ കിട്ടുള്ളൂ. അത് ഫണ്ടമെൻ്റൽ ഹാർമോണിക് കഴിഞ്ഞാൽ പിന്നെ 3rd ഹാർമോണിക്, 5th ഹാർമോണിക്, 7th ഹാർമോണിക്, 9th ഹാർമോണിക് അങ്ങനെ കിട്ടുകയുള്ളൂ. ഓക്കെ അല്ലേ. അപ്പോൾ അവിടെ ഈവൻ ഹാർമോണിക്സ് ഇല്ല. അപ്പോൾ ക്ലോസ്ഡ് ഓർഗൻ പൈപ്പ് ആണ്. ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി 1.5 kHz ആണ് തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ. 1.5 kHz ആണ് ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി. അപ്പോൾ ബാക്കി ഫ്രീക്വൻസികൾ എന്തായിരിക്കും? ബാക്കി ഫ്രീക്വൻസികൾ എന്ന് പറഞ്ഞാൽ, ബാക്കി ഹാർമോണിക്സ് എന്ന് പറഞ്ഞാൽ n ടൈംസ് ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ആയിരിക്കും. ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, ഇവിടെ n എന്ന് പറഞ്ഞാൽ ഓഡ് നമ്പേഴ്സ് ആയിരിക്കണം. ഓക്കെ അല്ലേ. 1 3 5 7 എക്സെട്ര ആയിരിക്കണം. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ദ നമ്പർ ഓഫ് ഓവർ ടോൺസ്, ദ നമ്പർ ഓഫ് ഫ്രീക്വൻസീസ് എന്നല്ല, ദ നമ്പർ ഓഫ് ഓവർ ടോൺസ് ദാറ്റ് ക്യാൻ ബി ഡിസ്റ്റിങ്ക്ട്ലി ഹേർഡ് ബൈ ദ പേഴ്സൺ വിത്ത് ദിസ് ഓർഗൻ പൈപ്പ്. ഏതൊക്കെ ഓവർ ടോണുകൾ കേൾക്കാമെന്നാണ് ചോദ്യം അല്ലേ.
ഈ എക്സൈറ്റഡ് സ്റ്റേറ്റ് പോലെ തന്നെയാണ് ഈ ഓവർടോൺ എന്ന് പറയുന്നത്. ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസിക്ക് മേളിലോട്ടുള്ള ഫ്രീക്വൻസികളാണ് ഓവർടോൺസ് എന്ന് പറയുന്നത് കേട്ടോ. ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസിക്ക് മുകളിലോട്ടുള്ള ഫ്രീക്വൻസീസ് ആണ് ഓവർടോൺസ് എന്ന് പറയുന്നത്. അത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. ഹാർമോണിക്സ്, എത്ര ഹാർമോണിക്സ് കിട്ടുമെന്ന് ചോദിച്ചാലും കുഴപ്പമില്ല. കാരണം ഫണ്ടമെൻ്റൽ മോഡ് എന്ന് പറയുന്നതാണ് ഫസ്റ്റ് ഹാർമോണിക്, സെക്കൻഡ് ഹാർമോണിക് എന്ന് പറയുന്നതാണ് ഫസ്റ്റ് ഓവർടോൺ, തേർഡ് ഹാർമോണിക് എന്ന് പറയുന്നതാണ് സെക്കൻഡ് ഓവർടോൺ. ശരിയല്ല. അപ്പോൾ എത്ര ഓവർടോൺസ് കിട്ടും എന്നുള്ളതാണ് ചോദ്യം. അതായത് ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസിക്ക് മുകളിൽ എത്ര ഫ്രീക്വൻസികൾ കേൾക്കാൻ സാധിക്കുമെന്നാണ് ചോദ്യം. അപ്പോൾ എന്തായാലും ഇവിടെ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യേണ്ടതുള്ളത്. അത് നമ്മൾ പറയുന്നുണ്ട്, അസ്യൂം ദ ഹയസ്റ്റ് ഫ്രീക്വൻസി എ പേഴ്സൺ ക്യാൻ ഹിയർ ഇസ് 20 kHz. 20 kHz ആണ് ഹയസ്റ്റ് ഫ്രീക്വൻസി ആൾക്ക് കേൾക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇൻക്ലൂഡിങ് 20 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഇത്രയേ ഉള്ളൂ, ഏതൊക്കെ ഫ്രീക്വൻസികൾ അയാൾക്ക് 20 kHz വരെ കേൾക്കാം എന്നുള്ളതാണ് നമുക്ക് നോക്കണം. അല്ലെ 20 kHz താഴെ വരുന്ന ഇതിനകത്തെ ഫ്രീക്വൻസീസ് ഏതൊക്കെയാണെന്നുള്ളതാണ്, ഹാർമോണിക് ഫ്രീക്വൻസീസ് ഏതൊക്കെയാണെന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ന്യൂട്ടൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 20 kHz ആയിരിക്കണം. അതുവരെ കേട്ടാൽ മതി. അതായത് n ടൈംസ് ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 20 kHz ആയിരിക്കണം. ഓക്കെ അല്ലേ. അപ്പോൾ എന്നിൻ്റെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 20 ഡിവൈഡഡ് ബൈ ന്യൂട്ടൺ ആയിരിക്കണം. അപ്പോൾ 20 ഡിവൈഡഡ് ബൈ ന്യൂട്ടൺ ഈസ് 1.5 അല്ലേ. അപ്പോൾ നമുക്ക് 200 ഡിവൈഡഡ് ബൈ 15 എന്ന് എഴുതാം. ഓക്കെ അല്ലേ. അപ്പം നമുക്ക് 5 വെച്ച് വെട്ടാം. 5 വെച്ച് വെട്ടുവാണെങ്കിൽ 40 ഡിവൈഡഡ് ബൈ 3 എന്ന് വരും. ഓക്കെ അല്ലേ. 40/3 എന്ന് പറഞ്ഞാൽ 4 വരും. 13.3 സംതിങ് ആണ് വരുന്നത്. അപ്പോൾ 13.3 സംതിങ് വരും. ഓക്കെ അല്ലേ. അപ്പോൾ n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 13.3 ആയിരിക്കണം. എന്ന് പറയുമ്പോൾ ഏതൊക്കെ ഫ്രീക്വൻസികളുണ്ട്, 20 kHz താഴെ ഏതൊക്കെ ഫ്രീക്വൻസികൾ വരും, അതായത് n ഈസ് ഈക്വൽ ടു 1 വരും. 2 എന്ന് പറയരുത്, കാരണം ഈവൻ ഹാർമോണിക്സ് ഇവിടെ ഇല്ല. പിന്നെ n 1 കഴിഞ്ഞാൽ പിന്നെ 3 ഉള്ളൂ. 5, 7, 9, 11 അതുപോലെ 13. കാരണം 13.3 വരെ ഓക്കെയാണ്. 20 kHz വരെ അയാൾക്ക് കേൾക്കാം. അപ്പോൾ 13 വരെ ഓക്കെയാണ്. ഓക്കെ അല്ലേ. അപ്പോൾ 13 മേളിലോട്ട് പോകാൻ പാടില്ല. ഇനി ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 3, 3, 6, 1, 7 എന്ന് എഴുതരുത്. കാരണം എത്ര ഹാർമോണിക്സ് അല്ല എത്ര ഫ്രീക്വൻസികൾ വരെ കേൾക്കാം എന്നല്ല ചോദ്യം, എത്ര ഓവർടോൺസ് കേൾക്കാം എന്നാണ് ചോദ്യം. അപ്പോൾ n ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ ഫണ്ടമെൻ്റൽ മോഡാണ്. ബാക്കിയുള്ള ഫ്രീക്വൻസീസ് ആണ് ഓവർടോൺസ് ആയിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ ബാക്കി എത്ര കേൾക്കാൻ പറ്റും, ബാക്കി 6 ഫ്രീക്വൻസികൾ കേൾക്കാൻ പറ്റും. അപ്പോൾ 6 ഓവർടോൺസ് അയാൾക്ക് കേൾക്കാൻ സാധിക്കും. ഓക്കെ അല്ലേ. അപ്പോൾ അത് ആൻസർ 6 ആണ് വരുന്നത് കേട്ടോ. ഓപ്ഷൻ 3 6 ആണ് വരുന്നത്. അത് ശ്രദ്ധിച്ചോണേ. ഇപ്പോൾ നമ്മുടെ അടുത്ത ചോദ്യം, ട്രാവലിംഗ് ഹാർമോണിക് വേവ് ഇസ് റെപ്രസെൻറ്റഡ് ബൈ ദ ഇക്വേഷൻ y of x t equal to 10⁻³ 10⁻³ sin 50t plus 2x, where x and t are in meter and t is in seconds. Which of the following statement is a correct statement about the wave? അപ്പോൾ നമുക്കൊരു ട്രാവലിംഗ് ഹാർമോണിക് വേവ് ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ y ഈക്വൽ ടു a sin ω t plus kx എന്നുള്ള ഫോമിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് ഫംഗ്ഷൻ നമുക്ക് എഴുതാം. y of x t is equal to 10⁻³ sin 50t plus 2x എന്നാണ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ എക്സും വൈയും മീറ്ററിലാണ്, ടി സെക്കൻഡ്സിലാണ് നമുക്ക് തന്നിട്ടുണ്ട്. എല്ലാം SI യൂണിറ്റിലാണ്. അപ്പോൾ അത് നോക്കി, ഇതിപ്പോൾ ഏത് ഫോമിലാണ് കിടക്കുന്നത്, ദിസ് ഓഫ് ദി ഫോം y of x t is equal to a sin ω t plus kx എന്നുള്ള ഫോമിലല്ലേ കിടക്കുന്നത് അല്ലേ. a sin ω t plus kx എന്നുള്ള ഫോമിലാണ് കിടക്കുന്നത്. അപ്പോൾ നോക്കിയാൽ നമുക്കറിയാം ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എത്ര വരും, 10⁻³ മീറ്റർ ആണ്. ഒമേഗ എന്ന് പറഞ്ഞാൽ എത്ര വരും, 50 റേഡിയൻ പെർ സെക്കൻഡ് ആണ്. കെ എന്ന് പറഞ്ഞാൽ 2 റേഡിയൻ പെർ മീറ്റർ ആണ് വരുന്നത് അല്ലേ. നമുക്കെല്ലാം ഡയറക്റ്റ് പറയാൻ പറ്റും. അപ്പോൾ ω t plus kx ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ദിസ് ഇസ് എ പ്ലെയിൻ പ്രോഗ്രസീവ് വേവ് അല്ലേ. എ സൈൻ സിനുസോഡൽ വേവ്സ് നമുക്കറിയാം പ്ലെയിൻ പ്രോഗ്രസീവ് വേവ്സ് ആണ്. അവർക്ക് കോൺസ്റ്റന്റ് ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കും, പ്ലെയിൻ വേവ്സ് ആയിരിക്കും അവർ. അപ്പോൾ എ സൈൻ ω t plus kx എന്നുള്ള ഫോമിലാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറ്റ് ഇസ് എ വേവ് ട്രാവലിംഗ് ഇൻ ദ നെഗറ്റീവ് എക്സ് ഡയറക്ഷൻ ആയിരിക്കും. നമുക്കറിയാവുന്നതാണ്, പോസിറ്റീവ് എക്സ് ഡയറക്ഷനാണ് പോകുന്നുണ്ടെങ്കിൽ ഈ ടിയുടെയും എക്സിൻ്റെയും ഇടയിൽ ഒരു മൈനസ് സൈൻ വരണം. ശരിയല്ലേ. അതായത് ω t മൈനസ് kx എന്നോ അല്ലെങ്കിൽ kx മൈനസ് ω t എന്ന് വരണം. അങ്ങനെയാണെങ്കിൽ അത് പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ പോകുന്ന വേവാണ്. പക്ഷെ ഇത് ω t പ്ലസ് kx, അത് ടൈമിൻ്റെയും എക്സിൻ്റെയും ടൈമിൻ്റെ ഇടയിൽ പ്ലസ് സൈനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ kx പ്ലസ് ω t അല്ലെങ്കിൽ ω t പ്ലസ് kx എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷോസ് എ വേവ് പ്രൊപ്പഗേറ്റിംഗ് ഇൻ ദ നെഗറ്റീവ് എക്സ് ഡയറക്ഷനാണ്. അപ്പം നെഗറ്റീവ് എക്സ് ഡയറക്ഷനിലാണ് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ. ദ വേവ് ഈസ് പ്രൊപ്പഗേറ്റിംഗ് അലോങ് ദി നെഗറ്റീവ് എക്സ് ഡയറക്ഷനാണ്. ഇനി അപ്പോൾ നെഗറ്റീവ് എക്സ് ഡയറക്ഷനാണ് വേവ് പ്രൊപ്പഗേഷൻ ഡയറക്ഷൻ. നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഇതിനിപ്പോൾ ഇത് സ്പീഡ് ചോദിച്ചിട്ടുണ്ട് അല്ലേ. സ്പീഡ് കണ്ടുപിടിക്കാനായിട്ട് എളുപ്പമല്ലേ. സ്പീഡ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്തുണ്ട്, ഇതാണ് ഇവിടുത്തെ ω 50 ആണ്, k എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ വേവിൻ്റെ സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ, ω/k. f λ ഉപയോഗിക്കാം അല്ലെങ്കിൽ ω/k. ω എന്ന് പറയുന്നത് എത്രയാണ്, 50 ആണ്, ഡിവൈഡഡ് ബൈ k എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ 25 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടുമല്ലോ അല്ലേ. സോ ഇറ്റ് ഷോസ് എ വേവ് പ്രൊപ്പഗേറ്റിംഗ് അലോങ് ദ നെഗറ്റീവ് എക്സ് ഡയറക്ഷൻ വിത്ത് എ സ്പീഡ് ഓഫ് 25 മീറ്റർ പെർ സെക്കൻഡ് ആണ് ഉത്തരം വരുന്നത്. അപ്പോൾ ഏത് വരും, അപ്പോൾ നെഗറ്റീവ് എക്സ് ആക്സിസ് ആണ് വരേണ്ടത്. സ്പീഡ് എന്ന് പറയുന്നത് എത്ര വരണം,
25 മീറ്റർ പെർ സെക്കൻഡ് ആണ് നമുക്ക് ഉത്തരം വരേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓപ്ഷനാണ് നമുക്ക് വരുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ നെഗറ്റീവ് എക്സ് ആക്സിസ് വിത്ത് സ്പീഡ് ഓഫ് 25 മീറ്റർ പെർ സെക്കൻഡ് ആണ് ഉത്തരം വരുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ അതും വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യമായിരുന്നു അല്ലേ? ട്രാവലിംഗ് വേസ് എന്നുള്ള വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് നമുക്ക് ചോദിച്ചത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. A string is clamped at both ends and is vibrating in its fourth harmonic. The equation of the stationary wave is y is equal to 0.3 sin 0.157x cos 200 pi t. The length of the string is. അപ്പോൾ വീണ്ടും സ്ട്രിങ്ങിലെ സ്റ്റാൻഡിംഗ് വേവ്സിനെ പറ്റിയാണ് ചോദ്യം. അപ്പോൾ സ്ട്രിങ് ഫിക്സ്ഡ് അറ്റ് ബോത്ത് എൻഡ്സ് ആണ്, രണ്ട് എൻഡുകളും ഫിക്സ് ചെയ്ത സ്ട്രിങ്സ് ആണ്. അപ്പോൾ നമുക്കറിയാം രണ്ട് എൻഡുകളിൽ നോഡ് ഫോം ചെയ്യണം. അപ്പോൾ അവിടെ എല്ലാ ഹാർമോണിക്സും ഫോം ചെയ്യുന്നുള്ള കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് വൈബ്രേറ്റിംഗ് ഇൻ ഇറ്റ്സ് ഫോർത്ത് ഹാർമോണിക്. അതിൻ്റെ ഫോർത്ത് ഹാർമോണിക്കിലാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്. അതായത് എന്നിൻ്റെ വാല്യൂ 4 ആണ്. ഓക്കെ അല്ലേ? അപ്പം എന്നിൻ്റെ വാല്യൂ ഇവിടെ 4 ആണ്. എന്നിൻ്റെ വാല്യൂ 4. ദ ഇക്വേഷൻ ഓഫ് ദ സ്റ്റേഷനറി വേവ് ഇസ് y ഈക്വൽ ടു 0.3 സൈൻ. അപ്പം നമ്മൾ നോക്കിയേ, y ഈക്വൽ ടു എ സൈൻ കെ എക്സ് കോസ് ഒമേഗ ടി എന്നുള്ള ഫോമിലല്ലേ തന്നിരിക്കുന്നത്. y ഈക്വൽ ടു എ സൈൻ കെ എക്സ് കോസ് ഒമേഗ ടി. നമുക്കറിയാം കെ എക്സ് ഒമേഗ ടിയും സെപ്പറേറ്റഡ് ആണെങ്കിൽ അത് ട്രാവലിംഗ് വേവ് ആയിരിക്കത്തില്ല അല്ലേ? ട്രാവലിംഗ് വേവ് ആയിരിക്കണമെങ്കിൽ കെ എക്സ് ഒമേഗ ടിയും ഒരേ ടൈമിൽ കയറി വരണം. കെ എക്സ് ഒമേഗ ടിയും ഒരേ ടൈമിൽ വന്നെങ്കിലേ അത് ട്രാവലിംഗ് വേവ് ആയിരിക്കത്തുള്ളൂ. പക്ഷേ ഇവിടെ ട്രാവലിംഗ് വേവ് ആണോ വന്നിരിക്കുന്നത്? ഇവിടെ ട്രാവലിംഗ് വേവ് അല്ല വന്നിരിക്കുന്നത്, സ്റ്റാൻഡിംഗ് വേവ് ആണ്. ഓക്കെ അല്ലേ? കാരണം എ സൈൻ കെ എക്സ് കോസ് ഒമേഗ ടി എന്ന് പറയുന്നത് സ്റ്റാൻഡിംഗ് വേവിൻ്റെ ഇക്വേഷൻ ആണ്. അപ്പോൾ y of x is equal to 0.3 sin 0.157x cos 200 pi t എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് ഇക്വേഷനായിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ y is equal to a sin kx cos omega t. ഇതാണ് സ്റ്റാൻഡിംഗ് വേവിൻ്റെ ഇക്വേഷൻ നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ലെങ്ത് ഓഫ് ദ സ്ട്രിങ് എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ ഇത്രയും ഇൻഫർമേഷൻ നമുക്ക് തന്നിരിക്കുന്നത്. എന്നിട്ട് സ്ട്രിങ്ങിൻ്റെ നീളം നമ്മളോട് ചോദിച്ചിരിക്കുകയാണ് അല്ലേ? സ്ട്രിങ്ങിൻ്റെ നീളവും വേവ് ലെങ്തും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഫോർമുല നമുക്കറിയാം. എന്താണ്? nth ഹാർമോണിക്കിൽ വൈബ്രേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രിങ്ങിൻ്റെ ലെങ്തും വേവ് ലെങ്തും കണക്ട് ചെയ്യുന്ന ഫോർമുല എന്താ? nth മോഡിൻ്റെ വേവ് ലെങ്ത് ലാംഡ n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു 2l/n ആണ് ഫോർമുല അല്ലേ? അപ്പോൾ ഒരു സ്ട്രിങ് അതിൻ്റെ nth ഹാർമോണിക്കിൽ വൈബ്രേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് 2l/n ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ n 4 ആണ്. അതുകൊണ്ട് ലാംഡ 4 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 2l/4 ആയിരിക്കും വരുന്നത്, വിച്ച് ഇസ് l/2 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ ലെങ്ത് ഓഫ് ദ സ്ട്രിങ് എന്തായിരിക്കും? 2 times ലാംഡ 4 ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ഫോർത്ത് മോഡിൻ്റെ ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ലാംഡ കിട്ടുവാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് 2 ഇട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഉത്തരവായില്ലേ? അപ്പോൾ ചോദ്യം ഇതാണ്, ലാംഡ എങ്ങനെ കണ്ടുപിടിക്കും? ലാംഡയെ പറ്റിയുള്ള ഇൻഫർമേഷൻ ഇതിനകത്ത് ഏത് ടൈമിനകത്താണ് ഉള്ളത്? നിങ്ങൾക്ക് കമ്പയർ ചെയ്തറിയാം. എ സൈൻ കെ എക്സ്, കെ എന്ന് പറഞ്ഞാൽ 2π/λ അല്ലേ? കെ എന്ന് പറഞ്ഞാൽ 2π/λ ആണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് എന്ത് കിട്ടും? ലാംഡയെ പറ്റിയുള്ള ഇൻഫർമേഷൻ ഉണ്ട്. അതുകൊണ്ട് ഇവിടെ കെയുടെ വാല്യൂ നമുക്കറിയാം. കെ ഇസ് ഈക്വൽ ടു 0.157 ആണ് വരുന്നത്, റേഡിയൻ പെർ മീറ്റർ ആണ് വരുന്നത് അല്ലേ? 0.157. അപ്പോൾ ഈ 0.157 എന്നുള്ള വാല്യൂ നിങ്ങൾ നോക്കുവാണെങ്കിൽ യു ക്യാൻ റൈറ്റ് ദിസ് as 1.57 ഡിവൈഡഡ് ബൈ 10 അല്ലേ? 1.57 ഡിവൈഡഡ് ബൈ 10 വലിയ കാര്യമായിപ്പോയി. അപ്പോൾ 1.57 എന്ന് പറഞ്ഞാൽ 3.14ൻ്റെ പകുതിയാണ്. 3.14 എന്ന് പറഞ്ഞാൽ പൈ ആണ് അല്ലേ? അപ്പോൾ പൈയുടെ പകുതിയാണ്, ഡിവൈഡഡ് ബൈ 10 കൂടെ വരുമ്പോൾ π/20 ആവും. അപ്പോൾ π/20 ആണ് ഇവിടെ വാല്യൂ വരുന്നത്. ഓക്കെ ആണല്ലോ? കെയുടെ വാല്യൂ π/20 ആണ്. ഇനി കെ എന്ന് പറഞ്ഞാൽ ഇവിടെ 2π/λ ആണ്. പക്ഷേ ഫോർത്ത് മോഡ് ആയതുകൊണ്ട് ലാംഡ 4 ആയിരിക്കും ഇത്. ദാറ്റ് ഇസ് ഈക്വൽ ടു π/20 എന്ന് വരും. അപ്പോൾ പൈ നമുക്ക് ക്യാൻസൽ ചെയ്യാം. അതിൽ നിന്ന് ലാംഡ 4 എത്ര എന്ന് കിട്ടി? ലാംഡ 4 ഇസ് ഈക്വൽ ടു 40 മീറ്റർ എന്ന് കിട്ടി. ലാംഡ 4 എന്ന് പറഞ്ഞാൽ 40 മീറ്റർ ആണെന്ന് കിട്ടി. ലാംഡ 4 40 മീറ്റർ ആണെങ്കിൽ ലെങ്ത് ഓഫ് ദ സ്ട്രിങ് എത്ര ആയിരിക്കും? ലെങ്ത് ഓഫ് ദ സ്ട്രിങ് ഈസ് 2 × 40 ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു 80 മീറ്റർ ആയിരിക്കും. ഓക്കെ അല്ലേ? ലെങ്ത് ഓഫ് ദ സ്ട്രിങ് എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 80 മീറ്റർ ആയിരിക്കും. അപ്പോൾ അത് നമുക്ക് 80 മീറ്റർ ആണ് ആൻസർ വരുന്നത്. അപ്പം അതും ഒരുപാടൊക്കെ ചെയ്യാനുണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല അല്ലേ? വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ചോദിച്ചത്. അപ്പോൾ സ്റ്റാൻഡിംഗ് വേവിൻ്റെ ഇക്വേഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഇക്വേഷനിൽ നിന്ന് ലാംഡ കണ്ടുപിടിക്കണം എന്നുള്ള കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇതിനകത്ത്. പക്ഷേ വളരെ ഡയറക്റ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ് ചോദിച്ചത്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കുവാണെങ്കിൽ a 2 meter long and fixed a string 2 meter long and fixed at its ends is driven by a 240 Hz vibrator. The string vibrates in its third harmonic mode. The speed of the wave and its fundamental frequencies. അപ്പോൾ നമ്മളിവിടെ നോക്കുവാണെങ്കിൽ ഒരു സ്ട്രിങ് ഉണ്ട്, ദാറ്റ് ഇസ് 2 meter long and fixed at its ends is driven by a 240 Hz vibrator എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് നമുക്കറിയാം 2 meter ആണ്. സ്ട്രിങ്ങിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 2 meter ആണ്. ഇറ്റ് ഈസ് ഫിക്സ്ഡ് അറ്റ് ഇറ്റ്സ് എൻഡ്സ് എന്ന് പറയുമ്പോൾ രണ്ടറ്റവും ഫിക്സ് ചെയ്തിരിക്കുന്ന സ്ട്രിങ് ആണ് അല്ലേ? ആൻഡ് ഇറ്റ് ഈസ് ഡ്രിവൺ ബൈ എ 240 Hz വൈബ്രേറ്റർ. 240 Hz വൈബ്രേറ്റർ ഉപയോഗിച്ചിട്ട് നമ്മൾ സ്ട്രിങ്ങിനെ വൈബ്രേറ്റ് ചെയ്യിക്കണം. അപ്പോൾ സ്ട്രിങ് വൈബ്രേറ്റ് ചെയ്യുന്ന ഏത് ഫ്രീക്വൻസിയിലായിരിക്കും? 240 Hz തന്നെ ആയിരിക്കും.
അപ്പോൾ ഫ്രീക്വൻസി 240 ഹെർട്സ് ആണ്. ചോദ്യം എന്താ? ദ സ്ട്രിങ് വൈബ്രേറ്റ്സ് ഇൻ ഇസ് തേർഡ് ഹാർമോണിക് മോഡ്. സ്ട്രിങ് അതിൻ്റെ ഏത് മോഡിലാണ്? n=3 എന്ന് പറയുന്ന മോഡിലാണ്, തേർഡ് ഹാർമോണിക്കിലാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സെക്കൻഡ് ഓവർടോണിലാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ സ്പീഡ് ഓഫ് ദി വേവും ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി എത്രയാണ്? അപ്പോൾ സ്പീഡ് ഓഫ് ദി വേവ് കണ്ടുപിടിക്കണം. സ്പീഡ് ഓഫ് ദി വേവ് കണ്ടുപിടിക്കാൻ എന്തെല്ലാം ഇൻഫർമേഷൻ വേണം? നിങ്ങൾക്ക് നോക്കിയറിയാം, ഇവിടെ ഫ്രീക്വൻസി എന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്രീക്വൻസി സ്ട്രിങ്ങിനെ വൈബ്രേറ്റ് ചെയ്യിച്ചപ്പോൾ സ്ട്രിങ് അതിൻ്റെ തേർഡ് മോഡിൽ വൈബ്രേറ്റ് ചെയ്യണം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഈ ഫ്രീക്വൻസി എന്തായിരിക്കണം? അതിൻ്റെ തേർഡ് റെസൊണൻസ് ഫ്രീക്വൻസി ആയിരിക്കണ്ടേ, അല്ലെങ്കിൽ തേർഡ് മോഡിൻ്റെ ഫ്രീക്വൻസി ആയിരിക്കണം. ശരിയല്ലേ? സോ ഈ എഫ് എന്ന് പറയുന്നത് ഇവിടെ ഈ സ്ട്രിങ്ങിൻ്റെ തേർഡ് മോഡിൻ്റെ ഫ്രീക്വൻസി ആയിരിക്കണം. അതുകൊണ്ടാണ് ആ ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യിച്ചപ്പോൾ സ്ട്രിങ് തേർഡ് മോഡിൽ വൈബ്രേറ്റ് ചെയ്തത്. ഓക്കെ ആണല്ലോ? അപ്പോൾ നിങ്ങൾക്ക് ν3 അറിയാം, ലെങ്ത് അറിയാം, n അറിയാം. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ലാംഡ n കണ്ടുപിടിക്കാനുള്ള ഫോർമുല 2l/n. അപ്പോൾ λ3 എന്തായിരിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു 2l/3 ആയിരിക്കും. സോ ഇറ്റ് ഇസ് 2 × 2 മീറ്റർ ഡിവൈഡഡ് ബൈ 3 എന്ന് വരും. എത്ര വന്നു? 4/3 മീറ്റർ എന്ന് വന്നു. ശരിയല്ലേ? 4/3 മീറ്റർ എന്ന് നമുക്ക് വന്നു. അപ്പോൾ λ3 എന്ന് പറയുന്നത് 4/3 മീറ്റർ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേവിൻ്റെ സ്പീഡ് കണ്ടുപിടിക്കരുതോ? നിങ്ങൾക്കിപ്പോൾ ഫ്രീക്വൻസി അറിയാം, വേവ് ലെങ്ത് അറിയാം. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ തേർഡ് മോഡിൻ്റെ ഫ്രീക്വൻസിയും തേർഡ് മോഡിൻ്റെ വേവ് ലെങ്ത് മൾട്ടിപ്ലൈ ആവുള്ളൂ. ഓക്കെ അല്ലേ? കാരണം ഇതിനകത്ത് എല്ലാ മോഡുകളുടെയും സ്പീഡ് നമ്മൾ സെയിം തന്നെയാണ് പറയുന്നത്, വി സെയിം തന്നെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ν3യും λ3യും നമ്മൾ മൾട്ടിപ്ലൈ ആവുള്ളൂ, λ1 എടുത്ത് ചെയ്യരുത്. ഓക്കെ ആണല്ലോ? അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ν3യും λ3യും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ ν2യും λ2യും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ ν1ഉം λ1ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ വേവിൻ്റെ സ്പീഡ് എന്ന് പറയുമ്പോഴത്തേക്കിന് എന്ത് വരും? ദാറ്റ് ഈസ് ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെങ്ത് ആണ്. സോ ഫ്രീക്വൻസി 240 ആണ്, ഇൻറ്റു വേവ് ലെങ്ത് ഈസ് 4/3 ആണ്. അപ്പോൾ 3 × 240 നമുക്ക് വെട്ടാം, 80 വരും. 80 × 4 എന്ന് പറഞ്ഞാൽ 320 വരും അല്ലേ? അപ്പോൾ 320 m/s ആണ് വേവിൻ്റെ സ്പീഡ്. അപ്പോൾ വേവ് സ്പീഡ് എന്ന് പറഞ്ഞാൽ 320 m/s ആണ്. ഓക്കെ, അപ്പോൾ വേവിൻ്റെ സ്പീഡ് കിട്ടി. ഇനി ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി കൂടെ കണ്ടുപിടിക്കണം. ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി എങ്ങനെ കണ്ടുപിടിക്കും? ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ എളുപ്പമാണ്, കാരണം തേർഡ് മോഡിൻ്റെ ഫ്രീക്വൻസി നമുക്കറിയാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ടൈംസ് ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസിയാണ് അല്ലേ? കാരണം nth ഹാർമോണിക്കിൻ്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ n ടൈംസ് ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ആണെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അതിൽ നിന്ന് ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി എന്താണെന്ന് കിട്ടും? ദാറ്റ് ഈസ് ഈക്വൽ ടു ν3 ഡിവൈഡഡ് ബൈ 3 എന്ന് വരും. ഓക്കെ അല്ലേ? ν3 240 ഹെർട്സ് ആണ്, ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര വരും? 80 ഹെർട്സ് ആണ് വരുന്നത്. അപ്പോൾ 80 ഹെർട്സ് ആണ് ഇവിടുത്തെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി വരുന്നത്. അപ്പോൾ വേവിൻ്റെ സ്പീഡ് 320 m/s, അതുപോലെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി വരുന്നത് 80 ഹെർട്സും ആണ് വരുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഓപ്ഷൻ 4 ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ, അടുത്ത ക്വസ്റ്റ്യനിൽ a progressive wave traveling along the positive x direction is represented by y of x is equal to a sin kx minus omega t plus y. Its snapshot at t equal to 0 is given in the figure. For this way the phase phi is. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ ഉത്തരം പറയാൻ പറ്റുന്നതാണ് അല്ലേ? ഒരു സിമ്പിൾ ട്രിഗ്നോമെട്രിക് ഐഡൻറ്റിറ്റി ആണ്. അപ്പം നിങ്ങൾ തന്നെ ഒന്ന് പറയാൻ ശ്രമിക്കുക എന്തുവരും ഉത്തരം എന്നുള്ളത്. ഓക്കെ അല്ലേ? ഒന്ന് നോക്കി എന്തായിരിക്കും ആൻസർ വരുന്നത്. അപ്പോൾ ഇതധികം ചിന്തിക്കേണ്ട കാര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല, ഗ്രാഫ് ഡയറക്റ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉത്തരം പറയാമെന്നുള്ളതേ ഉള്ളൂ. എങ്ങനെ വരണം? നമുക്ക് എങ്ങനെ ആയിരിക്കും വരുന്നത്? ഗ്രാഫിൽ നിന്ന് നോക്കി പറയാമോ? ഇപ്പോൾ പ്രോഗ്രസീവ് വേവ് നമുക്ക് തന്നിട്ടുണ്ട്, എക്സ്പ്രഷൻ സിനുസോയിഡലായിട്ട് തന്നിരിക്കുന്നത്. a sin kx minus omega t plus phi എന്നുള്ള ഫോമിലാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതിൻ്റെ സ്നാപ്ഷോട്ട് നമ്മൾ t equal to 0 എടുക്കുവാണ് അല്ലേ? t equal to 0 നമ്മൾ എടുത്തിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അതായത് t equal to 0 വേവിൻ്റെ പടമാണ് ഈ കൊടുത്തിരിക്കുന്നത്, y x ഗ്രാഫാണ് ഈ കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫേസ് ഫൈ എത്ര എന്നുള്ളത് കണ്ടുപിടിക്കണം. ഫേസ് ഫൈ എന്ത് വരും പറഞ്ഞേ? അപ്പോൾ ഫേസ് ഫൈ വരുന്നത് ഇത് നോക്കിയേ, നിങ്ങൾക്ക് ഗ്രാഫിൻ്റെ ഷേപ്പ് കണ്ടിട്ട് എന്താ തോന്നുന്നത്? ഇത് മൈനസ് സൈൻ എക്സിൻ്റെ ഗ്രാഫ് അല്ലേ വരുന്നത് അല്ലേ? മൈനസ് സൈൻ എക്സിൻ്റെ ഗ്രാഫാണ് വരുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ സൈൻ എക്സിൻ്റെ ഗ്രാഫ് ആയിരുന്നുണ്ടെങ്കിൽ ഇത് കുറച്ചുകൂടെ ഇങ്ങോട്ടേക്ക് വരണമായിരുന്നു അല്ലേ? ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമായിരുന്നു. പക്ഷേ സൈൻ്റെ ഗ്രാഫ് എന്താണോ അതിൻ്റെ നേരെ നെഗറ്റീവ് ഗ്രാഫാണ് നമുക്ക് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ സൈൻ്റെ ഗ്രാഫിൻ്റെ നേരെ നെഗറ്റീവ് ഗ്രാഫാണ്, കറക്റ്റായിട്ടുള്ള ആൻസറാണ് വരുന്നത്. അപ്പോൾ എന്തായാലും സൈൻ്റെ ഗ്രാഫ് നമുക്ക് നെഗറ്റീവാണ് വരുന്നത്. സൈൻ്റെ നെഗറ്റീവ് ഗ്രാഫാണ് വരുന്നത്. സൈൻ്റെ നെഗറ്റീവ് ഗ്രാഫ് എന്ന് പറയുമ്പോഴത്തേക്കിനും നമുക്കറിയാം മൈനസ് a sin kx minus omega t എന്നുള്ള ഫോമിലാണ് വരേണ്ടത് അല്ലേ? അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാവുന്നത്, അപ്പോൾ t equal to 0 എന്തായിരിക്കണം? t equal to 0 നമുക്ക് y is equal to yയുടെ ഫോർമുല എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? മൈനസ് a sin kx ആയിരിക്കണം അല്ലേ? കാരണം അത് നെഗറ്റീവ് സൈൻ്റെ ഗ്രാഫാണ്, അതുകൊണ്ട് മൈനസ് a sin kx എന്നാണ് വരേണ്ടത്. മൈനസ് a sin kx നമുക്ക് എങ്ങനെ എഴുതാം?
മൈനസ് സൈൻ തീറ്റ നമുക്ക് സൈൻ പൈ പ്ലസ് തീറ്റ എന്ന് എഴുതാം. എന്ന് പറയുന്ന പോലെ എ സൈൻ കെ എക്സ് പ്ലസ് പൈ എന്ന് നമുക്ക് എഴുതാം അല്ലേ. എ സൈൻ കെ എക്സ് പ്ലസ് പൈ ആണ് മൈനസ് എ സൈൻ കെ എക്സ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ നോക്കുക, അതാണ് ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഇത് ടി ഈക്വൽ ടു 0യിൽ വൈ എന്താന്ന് പറഞ്ഞേ, ഫ്രം ദ ഗിവൺ ഫംഗ്ഷൻ ടി ഈക്വൽ ടു 0യിൽ വൈയുടെ എന്ത് വരും, എ സൈൻ കെ എക്സ് മൈനസ് ഒമേഗ ടി എന്നുള്ള ടേം 0 ആവും പ്ലസ് ഫൈ എന്ന് വരും അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് തമ്മിൽ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഫൈയുടെ വാല്യൂ എത്രയാണെന്ന് കിട്ടും, ഫൈയുടെ വാല്യൂ നമുക്ക് പൈ ആണെന്ന് കിട്ടും. ഓക്കെ ആണല്ലോ, ഫൈയുടെ വാല്യൂ നമുക്ക് പൈ ആണെന്ന് വരും. അപ്പോൾ ഫൈയുടെ വാല്യൂ നമുക്ക് പൈ ആണ്. ഓക്കെ അല്ലേ, ഫൈയുടെ വാല്യൂ പൈ ആണ്. അപ്പോൾ ഇത്രയൊന്നും ചെയ്ത് നോക്കേണ്ട കാര്യമില്ല, ഡയറക്റ്റ് ഗ്രാഫിൽ നിന്ന് തന്നെ നമുക്ക് പറയാമെന്നുള്ളതേ ഉള്ളൂ. എന്നാൽ ഇൻ കേസ് നിങ്ങൾക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ന് മാത്രം നമുക്ക് പറഞ്ഞതാണ്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യനിൽ 24 നോക്കി. 24 നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ട്യൂണിംഗ് ഫോർക്ക് ഓഫ് ഫ്രീക്വൻസി 480 Hz is used in an experiment for measuring speed of sound in air by resonance tube method. Resonance is observed to occur at 2 successive lengths of the air column, L1 equal to 30 cm, L2 equal to 70 cm. Then V is equal to. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു ട്യൂണിംഗ് ഫോർക്ക് ഉണ്ട് അല്ലേ, റെസണൻസ് കോളം ആയിട്ടുള്ള എക്സ്പെരിമെൻ്റ് എന്നുള്ള ചോദ്യമാണ്. ഓക്കെ അല്ലേ, റെസണൻസ് കോളം, സോണോമീറ്റർ ഇതൊക്കെ പഠിച്ചോണം. ഓക്കെ അല്ലേ, ഇത്തവണ നമുക്ക് എക്സ്പെരിമെൻ്റലെല്ലാം നമ്മുടെ സിലബസിലോട്ട് കയറി വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും റെസണൻസ് കോളം എക്സ്പെരിമെൻ്റ് എല്ലാവരും നോക്കിയിരിക്കണം. റെസണൻസ് കോളം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ക്ലോസ്ഡ് ഓർഗൻ പൈപ്പിൻ്റെ പ്രിൻസിപ്പിൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആണ്. ഇറ്റ് ഈസ് യൂസ് ടു ഫൈൻഡ് ഔട്ട് ദ വെലോസിറ്റി ഓഫ് സൗണ്ട് വേവ്സ് ഇൻ എയർ. അപ്പം റൂം ടെമ്പറേച്ചറിൽ സൗണ്ടിൽ എയറിലോടുള്ള സൗണ്ടിൻ്റെ സ്പീഡ് എത്ര എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആണ് റെസണൻസ് കോളം എക്സ്പെരിമെൻറ്റ്. അപ്പോൾ റെസണൻസ് കോളം എക്സ്പെരിമെൻറ്റ് നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് ബേസിക്കലി ഒരു ട്യൂബാണ്. ഓക്കെ അല്ലേ, അപ്പോൾ ആ ട്യൂബ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഐദർ ഇമേഴ്സ്ഡ് ഇൻ അനദർ ലോങ്ങർ ട്യൂബ്, ലാർജർ ട്യൂബിലോട്ട് നമ്മളിത് ഇമേഴ്സ് ചെയ്ത് വെച്ചിരിക്കുമായിരിക്കും. എന്നിട്ട് നമുക്ക് അതിനൊരു ലിക്വിഡ് ആഡ് ചെയ്ത് നമുക്ക് ഈ ട്യൂബിൻ്റെ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ, അപ്പോൾ അത് ഓപ്പൺ ഒരു ക്ലോസ്ഡ് ഓർഗൻ പൈപ്പിൻ്റെ പ്രിൻസിപ്പിളാണ് റെസണൻസ് കോളത്തിന് വരുന്നത്, ക്ലോസ്ഡ് ഓർഗൻ പൈപ്പിൻ്റെ പ്രിൻസിപ്പിൾ. ഓക്കെ അല്ലേ, അപ്പോൾ അതിൻ്റെ ബാക്കി അറേഞ്ച്മെൻറ്റ്സ് ഒന്നും ഞാൻ വരയ്ക്കുന്നില്ല. ഇത് ബേസിക്കലി ഒരു ക്ലോസ്ഡ് ഓർഗൻ പൈപ്പാണെന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ അല്ലേ, അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ലിക്വിഡ് ലെവൽ എടുത്തു കഴിഞ്ഞാൽ ആ ലിക്വിഡ് ലെവലിൽ അത്രയും ഭാഗത്ത് വരെ നമുക്ക് എയറിന് എക്സിസ്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല എന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ ഇത്രയും ഭാഗത്ത് എയർ ഉണ്ടായിരിക്കത്തില്ല. അപ്പോൾ ഈ ലിക്വിഡിൻ്റെ ലെങ്ത്ത് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് അതിന് നിങ്ങൾക്ക് വെള്ളം ഒന്നില്ലെങ്കിൽ ആഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ലീക്ക് ചെയ്യുകയോ ചെയ്താൽ മതി. ലീക്ക് ചെയ്യുന്നതാണ് കൂടുതൽ കൺവീനിയൻ്റ് ആയിട്ടുള്ള പരിപാടി. അപ്പോൾ നമ്മൾ ഇനിഷ്യലി ട്യൂബിനകത്ത് മുഴുവൻ വെള്ളം നിറയ്ക്കും, എന്നിട്ട് വെള്ളം നമ്മൾ പയ്യെ ലീക്ക് ചെയ്യും. ഓക്കെ അല്ലേ, ഓരോ വെള്ളത്തിൻ്റെ ലെവലിന് നമ്മൾ ഒരു ട്യൂണിംഗ് ഫോർക്ക് എടുത്തിട്ട് നമ്മളിവിടെ എക്സൈറ്റ് ചെയ്തിട്ട് നമ്മളിവിടെ വെച്ച് നോക്കും. ഓക്കെ അല്ലേ, ഒരു ഫ്രീക്വൻസി ഉള്ള നോൺ ഫ്രീക്വൻസി ഉള്ള ട്യൂണിംഗ് ഫോർക്ക് ആയിരിക്കും. അത് എക്സൈറ്റ് ചെയ്തിട്ട് നമ്മളിവിടെ വെച്ച് നോക്കും. അപ്പോൾ ട്യൂണിംഗ് ഫോർക്ക് അതിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ 320 Hz, ഈ ചോദ്യത്തിലാണെങ്കിൽ 480 Hz ആണ്. 480 Hz ഫ്രീക്വൻസിയിൽ അത് വൈബ്രേറ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി, അതിൻ്റെ വൈബ്രേഷൻസ് എന്ത് ചെയ്യും, എയറിലോട്ട്, ഇപ്പോൾ ഇതിനകത്തുള്ള എയർ കോളത്തിലും വൈബ്രേഷൻസ് ഇൻഡ്യൂസ് ചെയ്യും, ഫോഴ്സ്ഡ് ഓസിലേഷൻസ് ഇൻഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇതിനകത്ത് എയർ പാർട്ടിക്കിൾസ് അതേ ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യും അല്ലേ. അപ്പോൾ ഈ ഒരു ട്യൂബിനകത്തുള്ള എയർ പാർട്ടിക്കിൾസ്, അപ്പോൾ ഈ എയർ കോളത്തിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എന്താ, ഇത്രയേ ഉള്ളൂ. ട്യൂബിൻ്റെ ലെങ്ത് ആയിട്ട് എടുക്കരുത് കേട്ടോ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പഴയപ്പോൾ ലെങ്ത് ഓഫ് ദി ട്യൂബ് എല്ലായിട്ട് എടുക്കും. നമ്മൾ എല്ലായിട്ട് എടുക്കുന്ന എയർ കോളത്തിൻ്റെ ലെങ്ത് ആണ്. ഓക്കെ ആണല്ലോ, എയർ കോളത്തിൻ്റെ ലെങ്ത് ആണ് നമ്മൾ എല്ലായിട്ട് എടുക്കേണ്ടത്. ആ ട്യൂബ് മുഴുവൻ എയർ ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ലിക്വിഡ് ഒന്നും ഫില്ല് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലെങ്ത് ഓഫ് ദി ട്യൂബ് തന്നെയാണ് എയർ കോളത്തിൻ്റെ ലെങ്ത് വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്തായാലും ഈ കേസിൽ നമ്മളോട് എൻഡ് കറക്ഷനെ പറ്റിയൊന്നും എന്തായാലും ഇതിനകത്ത് ചോദിച്ചിട്ടില്ല. അപ്പോൾ എൻഡ് കറക്ഷൻ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ എന്തായാലും നിന്ന് നോക്കിയാൽ ഫ്രീക്വൻസിയിൽ നമ്മൾ വൈബ്രേറ്റ് ചെയ്യണം. അപ്പോൾ ഇതിനകത്ത് എയർ കോളത്തിന് വൈബ്രേഷൻസ് സംഭവിക്കും അല്ലേ. അപ്പോൾ ഒരു ക്ലോസ്ഡ് ഓർഗൻ പൈപ്പിനകത്ത് എയർ കോളത്തിൻ്റെ വൈബ്രേഷനാണ് വരുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ ലെങ്ത് പ്രോപ്പറായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തൊരു സ്റ്റാൻഡിംഗ് വേവ് പാറ്റേൺ ഉണ്ടാവും. ഓക്കെ അല്ലേ, സ്റ്റാൻഡിംഗ് വേവ് പാറ്റേൺ ഉണ്ടാവും. അപ്പോൾ അത്തരത്തിൽ അടുത്തടുത്ത 2 റെസണൻസ് ലെങ്തുകളാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ അല്ലേ, അതായത് ഇതിനകത്ത് സ്റ്റാൻഡിംഗ് വേവ് പാറ്റേൺസ് കിട്ടുന്ന അടുത്തടുത്ത 2 ലെങ്തുകൾ ഏതാണെന്ന് കണ്ടുപിടിക്കും. ലെങ്ത് ഓഫ് ദി എയർ കോളം നമ്മൾ കണ്ടുപിടിക്കും. ആ ലെങ്ത് ഓഫ് ദി എയർ കോളത്തിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നമുക്കറിയാം ഒരു സ്റ്റാൻഡിംഗ് വേവ് മോഡും തൊട്ടടുത്ത മോഡും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ λ/2 ആണ്. ഓക്കെ അല്ലേ, കാരണം തൊട്ടടുത്ത മോഡ് എന്ന് പറയുമ്പോൾ ഒരു അഡീഷണൽ ലൂപ്പും കൂടെയാണ് കയറി വരുന്നത്. ഒരു അഡീഷണൽ ലൂപ്പിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം λ/2 ആണ്. അപ്പോൾ ഒരു മോഡിൽ നിന്ന് അടുത്ത മോഡിലോട്ട് പോകുമ്പോഴത്തേക്കിനും ആ അഡീഷണൽ ഡിസ്റ്റൻസ് പറഞ്ഞാൽ λ/2 ആയിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ 2 ലെങ്തുകൾ നമുക്ക് തന്നിട്ടുണ്ട്, L1 L2. അപ്പോൾ L1 30 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ അല്ലേ, അതായത് 30 സെൻറ്റിമീറ്റർ കോളം ലെങ്തിനാണ് ആദ്യത്തെ റെസണൻസ് കിട്ടുന്നത്. രണ്ടാമത്തെ റെസണൻസ് കിട്ടുന്നത് ഏകദേശം 70 സെൻറ്റിമീറ്റർ ലെങ്തിലാണ് വരുന്നത്. ഓക്കെ അല്ലേ, അങ്ങനെയാണെങ്കിൽ ഇവരുടെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം, λ/2 ആയിരിക്കണം. അതാണ് ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ കേട്ടോ. അപ്പം ഇവരുടെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ L2 - L1, അതായത് അടുത്തടുത്ത 2 റെസണൻസ് ലെങ്തുകൾ L1 L2 ആണെങ്കിൽ അതിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ λ/2 ആയിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ λ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും, 2 times L2 - L1 ആയിരിക്കും വരുന്നത്.
ഓക്കെ അല്ലേ? അപ്പോൾ ഇതിനകത്ത് എയർ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ട്യൂണിംഗ് ഫോർക്കിൻ്റെ ഫ്രീക്വൻസി തന്നെയാണ്. അപ്പോൾ ലാംഡ കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേവിൻ്റെ സ്പീഡ് എങ്ങനെ കണ്ടുപിടിക്കാം? വേവിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ എഫ് ലാംഡയാണ് വരുന്നത്. സോ ഇറ്റ് ഈസ് 2f × L2 - L1 എന്ന് വരും. ഓക്കെ അല്ലേ? 2f × L2 - L1 എന്ന് വരും. ഇതാണ് റെസൊണൻസ് കോൾ എക്സ്പെരിമെൻറ്റിൽ വേവിൻ്റെ സ്പീഡ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഫോർമുല. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഈ ഫോർമുല എങ്കിലും നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. 2f × L2 - L1. ഓക്കെ അല്ലേ? അപ്പോൾ 2f × L2 - L1 ഇപ്പോൾ നമുക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പോൾ V എന്ന് പറഞ്ഞാൽ 2 × ഫ്രീക്വൻസി 480 Hz ആണ് ഇൻറ്റു L2 എന്ന് പറയുന്നത് 40 സെൻറ്റിമീറ്റർ, L2 എന്ന് പറയുന്നത് 70 സെൻറ്റിമീറ്റർ, അതുപോലെ L1 30 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ മീറ്റർ ആക്കാൻ ഇൻറ്റു 10⁻², അല്ലേ? അപ്പോൾ 2 × 480 × 40 × 10⁻² എന്നാണ് വരുന്നത്. അപ്പോൾ 10⁻² ഈ രണ്ട് സീറോസ് നമുക്ക് കളയാം. പോയിട്ട് 2 × 48 96 വരും, ഇൻറ്റു 4 ആണ് വരുന്നത്, അല്ലേ? അപ്പോൾ ഏകദേശം 384 ആണ് വരുന്നത്. 384 m/s ആണ് ആൻസർ വരുന്നത്. 384 m/s ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓക്കെ ആണല്ലോ? അപ്പം റെസൊണൻസ് കോളം എല്ലാം തീർച്ചയായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു സാധനമാണ്, ഒരു എക്സ്പെരിമെൻ്റ് ആണ്. അപ്പോൾ അതുപോലെ തന്നെ എൻ കറക്ഷൻ്റെ ഫോർമുലാസ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അതുകൂടെയൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് നോക്കുക. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ a small speaker delivers 2 watt of audio output. At what distance from the speaker will one detect 120 decibel intensity sound? Given reference intensity of sound as 10⁻12 watt/m². ഓക്കെ ആണല്ലോ? അപ്പോൾ എന്തായാലും നമുക്കൊരു സ്മോൾ സ്പീക്കർ ഉണ്ട്. ഒരു സ്മോൾ സ്പീക്കർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ പോയിൻറ്റ് സോഴ്സ് സൗണ്ട് ആണ്. ഓക്കെ ആണല്ലോ? ഒരു പോയിൻറ്റ് സോഴ്സ് സൗണ്ടായിട്ട് നമുക്ക് തന്നെ ട്രീറ്റ് ചെയ്യാം. ഒരു ഐസോട്രോപ്പിക് സോഴ്സായിട്ട് നമ്മൾ സൗണ്ട് ചെയ്യുക. കാരണം ഒരു ഐസോട്രോപ്പിക് പോയിൻറ്റ് സോഴ്സിൽ നിന്ന് എമിനേറ്റ് ചെയ്യുന്ന വേവ് ഫ്രണ്ടുകൾ എങ്ങനെ ആയിരിക്കും? സ്പെറിക്കൽ വേവ് ഫ്രണ്ടുകളായിരിക്കും. പറയുമ്പോൾ വേവ് ഒപ്റ്റിക്സ് ആണ്, പക്ഷേ സെയിം പ്രിൻസിപ്പിളാണ് നമുക്ക് വേവ്സിനകത്തും വരുന്നത്, അല്ലേ? ഒരു പോയിൻറ്റ് സോഴ്സ്, ഒരു ഐസോട്രോപ്പിക്കൽ പോയിൻറ്റ് സോഴ്സ്. എന്താ ഐസോട്രോപ്പിക്കൽ എന്ന് പറഞ്ഞാൽ? ഇറ്റ് എമിറ്റ് സൗണ്ട് യൂണിഫോംലി ഇൻ ഓൾ ഡയറക്ഷൻസ്. എല്ലാ ഡയറക്ഷനും യൂണിഫോം ആയിട്ടാണ് സൗണ്ട് എമിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സോഴ്സ് എടുത്ത് വെച്ചാൽ ആ സോഴ്സിൽ നിന്ന് യൂണിഫോം ആയിട്ട് എല്ലാ ഡയറക്ഷനോട്ട് പോകുമ്പോൾ സ്പെറിക്കൽ വേവ് ഫ്രണ്ടുകളായിട്ടായിരിക്കും വേവ് പോകുന്നത്. സ്പെറിക്കൽ വേവ്സ് ആണ് അവിടെ ഫോം ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ അതിൻ്റെ പവർ നമുക്ക് തന്നിട്ടുണ്ട് 2 വാട്ടാണ് അതിൻ്റെ പവർ. അപ്പോൾ ചോദ്യം, അത്തരത്തിലൊരു സോഴ്സിൽ നിന്നും എത്ര ദൂരെയായിരിക്കും നമുക്ക് 120 ഡെസിബൽ ഇൻറ്റൻസിറ്റി കിട്ടുന്നത്? അപ്പോൾ നോക്കിയേ, ഡെസിബൽസ് ലോഗറിതമിക് സ്കെയിൽ ഓഫ് സൗണ്ട് ഇൻറ്റൻസിറ്റി ആണ് ഡെസിബൽ സ്കെയിലായിട്ട് നമ്മൾ പറയുന്നത്, അല്ലേ? അപ്പോൾ ഡെസിബൽ സ്കെയിലിൽ കൺവേർഷൻസ് ഒക്കെ എങ്ങനെയാണെന്നുള്ളത് പഠിച്ചിരിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് പലതവണ റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതാണ്. ഓക്കെ അല്ലേ? അപ്പോൾ അതൊക്കെ സിമ്പിൾ ഫോർമുലാസ് ആണ്. അപ്പോൾ ഒരു ഐ ഇൻറ്റൻസിറ്റി, ഐ എന്ന് പറഞ്ഞാൽ നമ്മൾ watt/m² അല്ല മെഷർ ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ബാക്കിയുള്ളവർക്ക് ഇത് ചെയ്ത് നോക്കേണ്ട കാര്യമില്ല. ഒരു പക്ഷേ ഡെസിബൽ സ്കെയിലൊക്കെ നല്ല പരിചയമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാം. 120 ഡെസിബൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ടോളറബിൾ സൗണ്ട് ആണ്, ശരിയല്ലേ? ഹ്യൂമൻ ഇയേഴ്സിനെ കൊണ്ട് കേൾക്കാൻ സാധിക്കുന്ന മാക്സിമം ടോളറബിൾ സൗണ്ട് ആണ് നമ്മൾ 120 ഡെസിബൽ ആയിട്ട് പറയുന്നത്. അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ watt/m² പറയുവാണെന്നുണ്ടെങ്കിൽ, അത് ഇൻറ്റൻസിറ്റിയുടെ SI യൂണിറ്റിൽ പറയുവാണെന്നുണ്ടെങ്കിൽ അത് 1 watt/m² ആണ് നമുക്കറിയാം. ഓക്കെ അല്ലേ? 1 watt/m² ആണ് നമുക്ക് ഇൻറ്റൻസിറ്റി വരുന്നത്. 120 ഡെസിബൽസ് എന്ന് പറഞ്ഞാൽ 1 watt/m² ആണ് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഡയറക്റ്റ് കാൽക്കുലേഷൻ ചെയ്ത് പോകാമെന്നുള്ളതേ ഉള്ളൂ, അല്ലേ? അപ്പോൾ എന്തായാലും കൺവേർഷൻ എന്ന് പറഞ്ഞാൽ L = 10 log ആണ് വരുന്നത് കേട്ടോ. കോമൺ ലോഗറിതമാണ്. ലോഗറിതം വിത്ത് ബേസ് 10 ആണ് വരുന്നത്. ഇൻറ്റു I/I0 എന്നാണ് വരുന്നത്. ലോഗ് I/I0. I0 എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ റെഫറൻസ് ഇൻറ്റൻസിറ്റി ആണ്. ഓക്കെ അല്ലേ? I0 എന്ന് പറഞ്ഞാൽ എന്താണ്? I0 ഇസ് എ റെഫറൻസ് ഇൻറ്റൻസിറ്റി ആണ്. അത് സാധാരണയായിട്ട് നമ്മൾ എടുക്കാറുള്ളത് 10⁻12 watt/m² ആണ്. കാരണം അതാണ് ഏറ്റവും ലോവസ്റ്റ് ഇൻറ്റൻസിറ്റി ഓഫ് സൗണ്ട് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ I0യുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 10 watt/m², 10⁻12 watt/m² ആണ്. I എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏത് വാല്യൂനെയാണോ ഡെസിബിൾസിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ടത് ആ വാല്യൂ ആയിരിക്കും ഇൻ watt/m². ഓക്കെ അല്ലേ? ഏത് ഇൻറ്റൻസിറ്റി ആണോ അത് watt/m²ലുള്ള ഒരു വാല്യൂവിനെ നിങ്ങൾക്ക് ലോഗറിതമിക് സ്കെയിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ടുള്ള ഫോർമുലയാണത്. അപ്പോൾ ഇത്രയും ഡെസിബിൾസിനാണ് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ലോഗറിതമിക് സ്കെയിലിന് യൂണിറ്റ് ബെല്ലാണ് വരുന്നത്, അല്ലേ? ബെല്ലെന്നാണ് വരുന്നത്. ഡെസിബൽ ആക്കാൻ വേണ്ടിയാണ് നമ്മളൊരു 10 ഇട്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും എല്ലിൻ്റെ വാല്യൂ 120 dB ആണ്. അപ്പോൾ 120 = 10 log I/I0 10⁻12 ആണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ 120 10 നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഇവിടെ 12 വരും. 12 = log 10⁻12. ഓക്കെ, അപ്പോൾ 10⁻12 എന്ന് പറഞ്ഞിട്ട് വരും, ശരിയല്ലേ? 10⁻12 × I എന്ന് പറഞ്ഞിട്ട് വരും. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്കറിയാം ലോഗ് 10⁻12 എന്ന് പറയുന്നതാണ് നമുക്ക് 12 വരുന്നത്, ശരിയല്ലേ? കോമൺ ലോഗറിതമാണ്. അപ്പോൾ ലോഗ് 10⁻12 ആണ് നമുക്ക് 12 എന്ന് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഐയുടെ വാല്യൂ എത്ര ആയിരിക്കും? ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് 1 ആയിരിക്കും.
ഓക്കെ അല്ലേ, 1 watt per meter squared ആയിരിക്കും. അപ്പോൾ അത് ഡയറക്റ്റ് കൺവേർഷൻ പഠിച്ചിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം 1 watt per meter squared എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 120 decibel ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ സൗണ്ടിൻ്റെ ഇൻറ്റൻസിറ്റി നമുക്ക് കിട്ടി. 1 watt per meter squared ആണ്. അപ്പോൾ 1 watt per meter squared ഏത് ഡിസ്റ്റൻസിലാണ് കിട്ടുന്നതാണ് ചോദ്യം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഫോർ ആൻ ഐസോട്രോപിക് പോയിന്റ് സോഴ്സ്, ഐസോട്രോപിക് പോയിന്റ് സോഴ്സ് ആണെങ്കിൽ അതായത് സോഴ്സ് എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കുന്നത് വിചാരിക്കും. ഇതാണ് നമ്മുടെ സോഴ്സ്. ആൻഡ് ഇറ്റ് ഇസ് എമിറ്റിംഗ് പവർ യൂണിഫോംലി ഇൻ ഓൾ ഡയറക്ഷൻസ്. എല്ലാ ഡയറക്ഷനും യൂണിഫോം ആയിട്ടാണ് പവർ എമിറ്റ് ചെയ്യുന്നതെങ്കിൽ അപ്പം അതിൽ നിന്നും പവർ എമിനേറ്റ് ചെയ്യുന്നത് എങ്ങനെ ആയിരിക്കും? സ്പെറിക്കൽ വേവ്സ് ആയിരിക്കും. കാരണം ഏതൊരു സമയത്തും നമ്മൾ ആ സോഴ്സിനെ സെൻറ്റർ ആക്കിക്കൊണ്ടൊരു സ്പിയർ വരച്ചാൽ ആ എൻറ്റയർ സ്പിയറിലേക്ക് ആ പവർ യൂണിഫോം ആയിട്ടായിരിക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നത്. ശരിയല്ലേ? അപ്പോൾ നമ്മളുടെ R ഡിസ്റ്റൻസ് മാറിയുള്ളൊരു സ്ഥലത്തെ ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ, ഒരു ഐസോട്രോപിക് പോയിന്റ് സോഴ്സിൽ നിന്ന് R ഡിസ്റ്റൻസ് മാറിയുള്ളൊരു സ്ഥലത്തെ ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ആ സോഴ്സിനെ സെൻറ്റർ ആക്കിക്കൊണ്ട് R റേഡിയസ് ഉള്ളൊരു സ്പിയർ വരച്ചാൽ മതി. അപ്പോൾ ആ സ്പിയറിൽ ത്രൂ ഔട്ട് ആയിട്ട് പവർ യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നു. പവർ പെർ യൂണിറ്റ് ഏരിയ ആണ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇൻറ്റൻസിറ്റി ഇസ് ഈക്വൽ ടു പവർ എമിറ്റഡ് ഡിവൈഡഡ് ബൈ ഇവിടെ 4πr² ആണ് സ്പിയറിൻ്റെ സർഫസ് ഏരിയ വരുന്നത്. കാരണം സ്പിയറിൻ്റെ മൊത്തം സർഫസിലേക്ക് യൂണിഫോം ആയിട്ടാണ് P പവർ എമിറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ P/4πr² വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പവർ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇൻറ്റൻസിറ്റിയുടെ വാല്യൂ 1 ആണെന്ന് കിട്ടി. അപ്പോൾ അത് ഏത് ഡിസ്റ്റൻസിൽ R ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ Rൻ്റെ വാല്യൂ എന്ത് വരും? അപ്പോൾ R² ഇസ് ഈക്വൽ ടു P/4π × I എന്ന് വരും. ഓക്കെ അല്ലേ? R² ഇസ് ഈക്വൽ ടു P/4π × I എന്ന് വരും. അപ്പോൾ Pയുടെ വാല്യൂ നമുക്കറിയാം 2 watt ആണ് വന്നിരിക്കുന്നത്. /4π × Iയുടെ വാല്യൂ 1 ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 2/4π എന്ന് വരും, വിച്ച് ഇസ് ഈക്വൽ ടു 1/2π എന്നാണ് വരുന്നത് അല്ലേ? അപ്പം R ഇസ് ഈക്വൽ ടു 1/2π എന്നാണ് വരുന്നത്. ഇനിയിപ്പോൾ നമുക്ക് നോക്കുവാണെങ്കിൽ അപ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ √1/2π നമുക്ക് എടുത്താൽ മതി. അല്ലേ? അപ്പോൾ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ √1/2π നമുക്ക് എടുക്കാം. എന്ത് വരും? R ഇസ് ഈക്വൽ ടു 1/√2π എന്ന് വരും. ഓക്കെ അല്ലേ? 1/√2π എന്ന് പറഞ്ഞിട്ട് അതായത് 1π 2 × 3.14 ആണ് വരുന്നത്. അപ്പം 6.28 വരും. റൗണ്ട് √6 എന്ന് പറയുമ്പോൾ നമുക്ക് റൗണ്ട് ചെയ്യാം. സോ അപ്രോക്സിമേറ്റ്ലി ഇതിൻ്റെ വാല്യൂ നമുക്ക് വരുന്നത് 40 cm ആണ് അല്ലെ? 0.4 മീറ്റർ ആണ് വരുന്നത്, വിച്ച് ഇസ് ഈക്വൽ ടു 40 cm നമുക്ക് എഴുതാം. ഓക്കെ അല്ലേ? 40 cm നമുക്ക് എഴുതാം. അപ്പോൾ ഇതാണ് അതിൻ്റെ വാല്യൂ വരുന്നത്. അപ്പോൾ 40 cm ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ വരുന്നത്. 40 cm ഇസ് എ കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ. അപ്പോൾ ഈ ലോഗരിതം സ്കെയിൽ വെച്ചിട്ടുള്ള ചോദ്യങ്ങളെല്ലാം ഇത് കണക്കൊന്ന് നോക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. കാരണം പലപ്പോഴായിട്ട് നമുക്ക് ചോദിച്ചിട്ടുള്ളതാണ്, അപ്പോൾ എക്സാംസിനെല്ലാം നമുക്ക് ചോദിച്ചിട്ടുള്ളതാണ് ലോഗരിതം വെച്ചിട്ടുള്ള ചോദ്യങ്ങൾ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 26 നോക്കുകയാണെങ്കിൽ വയർ ഓഫ് ലെങ്ത് L ആൻഡ് മാസ് പെർ യൂണിറ്റ് ലെങ്ത് 6 × 10⁻³ kg/m ഈസ് പുട്ട് അണ്ടർ ടെൻഷൻ ഓഫ് 540 Newton. 2 consecutive frequencies that resonates at are 420 Hz and 490 Hz. Then L in meters is അല്ലേ? അപ്പോൾ 2020 ചോദിച്ചൊരു ചോദ്യമാണ്. അപ്പം ഒരു വയറുണ്ട്, അതിൻ്റെ ലെങ്ത് L ആണ്, മാസ് പെർ യൂണിറ്റ് ലെങ്ത് അത് ലീനിയർ മാസ് ഡെൻസിറ്റി നമുക്ക് തന്നിട്ടുണ്ട് 6 × 10⁻³ kg/m ആണ്. ആൻഡ് ഇറ്റ് ഇസ് പുട്ട് അണ്ടർ ടെൻഷൻ ഓഫ് 540 Newton അല്ലേ? 540 Newton ആണ് സ്ട്രിങ്ങിലെ ടെൻഷൻ. ആൻഡ് 2 consecutive frequencies that resonates at are 420 Hz and 490 Hz. അപ്പോൾ അത് റെസനേറ്റ് ചെയ്യുന്ന രണ്ട് അടുത്തടുത്ത ഫ്രീക്വൻസികൾ, അപ്പോൾ സ്ട്രിങ്ങിൻ്റെ റെസനൻറ്റ് ഫ്രീക്വൻസികൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ എന്ന് പറയുമ്പോൾ സ്റ്റാൻഡിംഗ് വേവ്സിൻ്റെ ഫ്രീക്വൻസികളാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം രണ്ട് അടുത്തടുത്ത സ്റ്റാൻഡിംഗ് വേവ് മോഡുകളുടെ ഫ്രീക്വൻസീസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് 420 490 ആണ്. പക്ഷേ ഏത് മോഡുകളാണെന്ന് പറഞ്ഞിട്ടില്ല അല്ലേ? അപ്പോൾ ഒരു സ്ട്രിങ് ആണ്, അപ്പോൾ അതിനകത്ത് ഒരുപാട് സ്റ്റാൻഡിംഗ് വേവ് മോഡ്സ് ഉണ്ടാകുന്നുണ്ട് അല്ലേ? ഇൻഫിനിറ്റ് എമൗണ്ട് ഓഫ് സ്റ്റാൻഡിംഗ് വേവ് മോഡ്സ് പോസിബിൾ ആണ്. അപ്പോൾ അതിനകത്ത് ഏത് മോഡ് ഏത് ഹാർമോണിക്കാണെന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല. എന്തായാലും അടുത്തടുത്ത രണ്ട് ഹാർമോണിക്കുകളാണ് 420 490 Hz എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ L എത്ര എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്തായാലും നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷനിൽ നോക്കാം. മ്യൂ എന്ന് പറയുന്നത് 6 × 10⁻³ kg/m ആണ്. ആൻഡ് ടെൻഷൻ ഓഫ് ദ സ്ട്രിങ് ഇസ് 540 Newton അല്ലേ? അപ്പോൾ ഈ രണ്ട് ഇൻഫർമേഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് വേവിൻ്റെ സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യും. വേവിൻ്റെ സ്പീഡ് എന്ത് വരും? വേവിൻ്റെ സ്പീഡ് ഇസ് √T/μ ആയിരിക്കും വരുന്നത്. സോ ഇറ്റ് ഇസ് √540 / 6 × 10⁻³ എന്ന് വരും അല്ലേ? അപ്പോൾ 540 / 6 × 10⁻³. അപ്പോൾ 6 × 90 ആണ് 540 വരുന്നത്. × 10⁻³ വരുമ്പോൾ 9 × 10⁻⁴ വരും. അപ്പോൾ √9 × 10⁻⁴ ആണ് എന്ന് പറയുമ്പോൾ എത്ര വരും? 300 വരും അല്ലേ? 300 m/s ആണ് വരുന്നത്. അപ്പോൾ ഇതാണ് വേവിൻ്റെ സ്പീഡ്. 300 m/s ആണ് വേവിൻ്റെ സ്പീഡ്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് രണ്ട് അടുത്തടുത്ത ഫ്രീക്വൻസികൾ 420 Hz ഉം 490 Hz ആണെന്ന് പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ നമുക്കറിയില്ല ഏത് മോഡാണെന്ന്. സോ നമ്മൾ അസ്യൂം ചെയ്യുന്നു nth മോഡാണെന്ന് അസ്യൂം ചെയ്യുന്നു. 420 ഹെർട്സ് എന്ന് പറയുന്നത് nth മോഡിൻ്റെ ഫ്രീക്വൻസിയാണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ഓക്കെ അല്ലേ? സോ ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് n ടൈംസ് ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി എന്ന് എഴുതാം. ഓക്കെ അല്ലേ? nth മോഡിൻ്റെ ഫ്രീക്വൻസി ആയതുകൊണ്ട് n ടൈംസ് ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി നമുക്ക് എഴുതാൻ സാധിക്കും. ഇനി അടുത്തത് അപ്പം തൊട്ടടുത്ത മോഡാണ് 490 ഹെർട്സ്. അപ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി എന്തായിരിക്കും? n+1 ആയിരിക്കും അല്ലേ? കാരണം ഒരു സ്ട്രിങ് ഫിക്സഡ് ബോത്തൻസ് ആണ്, അല്ലെ സ്ട്രിങ് ആൻഡ് ടെൻഷനാണ്. അവിടെ എല്ലാ ഹാർമോണിക്സും കിട്ടും. അപ്പോൾ എന്ത് ഹാർമോണിക് കഴിഞ്ഞാൽ തൊട്ടടുത്ത ഹാർമോണിക് എന്ന് പറഞ്ഞാൽ n+1 ഹാർമോണിക് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ 6th ഹാർമോണിക് ആണെങ്കിൽ തൊട്ടടുത്തതെന്ന് പറയുമ്പോൾ 7th ഹാർമോണിക് ആയിരിക്കും. അത് 490 ഹെർട്സ് ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു n+1 ടൈംസ് ν1 ആണ്. ഓക്കെ അല്ലേ? n+1 ടൈംസ് ν1 ആണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയേ, നമുക്ക് എന്തായാലും ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിൽ നിന്ന് ν1 നമുക്കറിയില്ല, പക്ഷേ കുഴപ്പമില്ല, നമുക്ക് ഇതിൻ്റെ റേഷ്യോ എടുക്കുക. റേഷ്യോ എടുക്കുമ്പോൾ എന്ത് വരും? n+1 ഡിവൈഡഡ് ബൈ n എന്ന് പറയുന്നത് 490 ഡിവൈഡഡ് ബൈ 420 എന്ന് വരും. ഓക്കെ അല്ലേ? അപ്പോൾ 49/42 നമുക്ക് 7 വെച്ച് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമുക്ക് 7/6 എന്ന് കിട്ടി. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 6n + 6 ഈക്വൽ ടു 7n എന്ന് വരും. അപ്പോൾ അതിൽ നിന്ന് n എത്രയാണെന്ന് കിട്ടി? n ഈക്വൽ ടു 6 എന്ന് കിട്ടി. n 6 ആണ്. അപ്പോൾ n 6 ആണെന്ന് നമുക്ക് മനസ്സിലായി. അതായത് 6th ഹാർമോണിക്കിൻ്റെ ഫ്രീക്വൻസിയാണ് 420 ഹെർട്സ് എന്ന് പറയുന്നത്. 7th ഹാർമോണിക്കിൻ്റെ ഫ്രീക്വൻസിയാണ് 490 ഹെർട്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ അതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? 6th ഹാർമോണിക്കിൻ്റെ ഫ്രീക്വൻസിയാണ് 420 ഹെർട്സ്. അപ്പോൾ ν6 ആണ് 420 എന്ന് പറയുന്നത്. നമുക്കറിയാം ദാറ്റ് ഇസ് 6 ടൈംസ് ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസിയാണ് അല്ലേ? അതിൽ നിന്ന് ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി എന്താണെന്ന് കിട്ടും? ദാറ്റ് ഇസ് 420/6 എന്ന് വരും, വിച്ച് ഇസ് 70 ഹെർട്സ് എന്ന് വരും. അപ്പോൾ 70 ഹെർട്സ് ആണ് ഇതിൻ്റെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി. ഇനി ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി നമുക്ക് ലെങ്ത് കണ്ടുപിടിക്കാം. എന്താ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ഓഫ് എ വൈബ്രേഷൻസ് ഓഫ് എ സ്ട്രിങ് ഫിക്സഡ് ബോത്തൻസ് വരുന്നത്? ν1 = v/2l എന്നാണ് ഫോർമുല വരുന്നത് അല്ലേ? ഇവിടെ L എന്ന് പറയുന്നത് ക്യാപിറ്റൽ L ആണ്, 2l എന്നാണ് ഫോർമുല. അപ്പോൾ ഇതിൽ നിന്ന് L എന്താണെന്ന് കിട്ടും? ദാറ്റ് ഇസ് = v ഡിവൈഡഡ് ബൈ 2 ടൈംസ് ν1 ആണ്. സോ v ഈസ് എത്ര നമുക്ക് തന്നിരിക്കുന്നത്? വെലോസിറ്റി ഓഫ് സൗണ്ട് നമുക്ക് തന്നിരിക്കുന്നത് എത്രയാണ്? വെലോസിറ്റി സൗണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് 300 ആണ് അല്ലേ? അപ്പോൾ 300 ഡിവൈഡഡ് ബൈ 2 × 70 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് കേട്ടാൽ 15 വരും. 15/7 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 2.1 ആണ് വരുന്നത് അല്ലേ? അപ്പോൾ ലെങ്ത് ഓഫ് ദ സ്ട്രിങ് നമുക്ക് എത്രയാണെന്ന് കിട്ടി? 2.1 മീറ്റർ ആണ് നമുക്ക് കിട്ടി. ഓക്കെ അല്ലേ? അപ്പോൾ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 2.1 മീറ്റർ ആണ് വരുന്നത്. സോ 2.1 മീറ്റർ ഇസ് എ കറക്റ്റ് ആൻസർ. അപ്പോൾ അതും വളരെ ബേസിക് ആയിട്ടുള്ള ചോദ്യമാണ്. സ്ട്രിങ് വൈബ്രേഷൻസ് എന്നുള്ള ചോദ്യമായിരുന്നു. ഇനിയിപ്പോൾ അടുത്തത് ബീറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ് അല്ലേ? ട്യൂണിംഗ് ഫോർക്ക് ഓഫ് അൺനോൺ ഫ്രീക്വൻസി പ്രൊഡ്യൂസസ് 5 beats per second with a fork of non frequency 340 Hz. When 4K is filed, the beat frequency decreases to 2 beats per second. What is the frequency of 4K? അപ്പോൾ ഇത് ബീറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ NCERT-ൽ തന്നെയുള്ളൊരു സോൾഡ് എക്സാമ്പിളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ ബീറ്റ്സ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്, വളരെ കോമൺ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമുക്ക് 2 ട്യൂണിംഗ് ഫോർക്കുകളുണ്ട് അല്ലേ? ഒരെണ്ണത്തിൻ്റെ ഫ്രീക്വൻസി നമുക്ക് അറിയില്ല. എ എന്ന് പറയുന്ന അൺനോൺ ഫ്രീക്വൻസി ഉള്ള ട്യൂണിംഗ് ഫോർക്ക്, അതാണ് കണ്ടുപിടിക്കേണ്ടത്. എയുടെ ഫ്രീക്വൻസി എത്ര നമുക്ക് അറിയില്ല, ആൻഡ് അത് നമുക്ക് FA എന്ന് വിളിക്കാം. എയുടെ ഫ്രീക്വൻസി നമുക്ക് അറിയില്ല, FA. ആൻഡ് അനദർ ട്യൂണിംഗ് ഫോർക്ക് ഉണ്ട് ബിയുടെ ഫ്രീക്വൻസി എത്രയാണ്? 340 ഹെർട്സ് ആണ്. ബിയുടെ ഫ്രീക്വൻസി 340 ഹെർട്സ് ആണ്. ആൻഡ് ടുഗദർ സൗണ്ടഡ് ദേ പ്രൊഡ്യൂസ് 5 beats per second അല്ലേ? രണ്ടുപേരും ഒന്നിച്ച് സൗണ്ട് ചെയ്യുമ്പോൾ അവർ 5 beats പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ബീറ്റ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 2 ട്യൂണിംഗ് ഫോർക്കുകളുടെ ഫ്രീക്വൻസികളുടെ വ്യത്യാസമാണ് ബീറ്റ് ഫ്രീക്വൻസി വരുന്നത് അല്ലേ? അപ്പം FBയുടെയും ഡിഫറൻസ് ആണ് 340 ഹെർട്സ് വരുന്നത്. അപ്പം ബീറ്റ് ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ FA - FBയുടെ മാഗ്നിറ്റ്യൂഡാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 5 ഹെർട്സ് ആണ് വരുന്നത്. ഓക്കെ അല്ലേ? അതായത് FA - FB 340 ആണ്, 5 ഹെർട്സ് ആണ്. അപ്പോൾ എന്ന് പറയുമ്പോൾ FA എന്ന് പറയുന്നത് 340യെക്കാട്ടിലും 5 കൂടുതലായിരിക്കാം, കുറവായിരിക്കാം. കാരണം 5 ഡിഫറൻസ് വന്നാൽ മതി. 5 ഡിഫറൻസ് പറയുമ്പോൾ 5 കൂടുതലാകാം അല്ലെങ്കിൽ 5 കുറവാകാം. ഇപ്പോൾ 2 പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ എന്ന് പറയുമ്പോൾ FA എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഐദർ 335 ഓർ 345 ആണ്. ഓക്കെ അല്ലേ? 335 അല്ലെങ്കിൽ 345 ആണ്. അതിലെത്ര നമുക്കറിയില്ല. അപ്പം അതിലേതോ ഒന്നാണ് ഉത്തരം. ആ ഉത്തരത്തിലോട്ട് നമുക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നോക്കണം. അടുത്ത സ്റ്റേറ്റ്മെൻറ്റിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? വെൻ ട്യൂണിംഗ് ഫോർ കെ ഈസ് ഫയൽ ചെയ്യുക എന്ന് പറയുമ്പോഴത്തേനും പിച്ച് കൂട്ടുകയാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ? പിച്ച് കൂട്ടുക എന്ന് പറയുമ്പോഴത്തേനും ഫ്രീക്വൻസി കൂടും. അപ്പോൾ എ നമ്മൾ ഫയൽ ചെയ്യുമ്പോൾ എയുടെ ഫ്രീക്വൻസി കൂടും. അപ്പോൾ പുതിയ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ പഴയ ഫ്രീക്വൻസിയെക്കാളും കൂടുതലായിരിക്കും. ഓക്കെ ആണല്ലോ? അപ്പോൾ ബീറ്റ് ഫ്രീക്വൻസി എത്രയാണ്? ബീറ്റ് ഫ്രീക്വൻസി കുറഞ്ഞു എന്നാണ് പറയുന്നത്. അതായത് എയെ നമ്മൾ ഫയൽ ചെയ്യുന്നു, ഫയൽ ചെയ്തിട്ട് അത് വീണ്ടും ബിയുമായിട്ട് നമ്മൾ ഒന്നിച്ച് സൗണ്ട് ചെയ്യുവാണ്. സൗണ്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ കേട്ട ബീറ്റ് ഫ്രീക്വൻസി 5ൽ നിന്നും കുറഞ്ഞ് എത്രയായി? 2 ആയിട്ട് മാറി. ഓക്കെ അല്ലേ?
അപ്പോൾ പുതിയ ബീറ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്, അതായത് പുതിയ ഫ്രീക്വൻസി -340 ഹെർട്സ് എന്ന് പറയുന്നത് 2 ഹെർട്സ് ആണ്. അത് ബീറ്റ് ഫ്രീക്വൻസി കുറഞ്ഞു. ഓക്കെ അല്ലേ? അപ്പോൾ വ്യത്യാസം വന്നത് എത്രയാണ്? 5-ന് 2 ആണെന്നുണ്ടെങ്കിൽ ഇതിനകത്തുള്ള എയുടെ ഫ്രീക്വൻസിക്ക് 3 വ്യത്യാസം വന്നിട്ടുണ്ട് അല്ലേ? 3 ഹെർട്സിൻ്റെ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ ആ 3 ഹെർട്സിൻ്റെ വ്യത്യാസം മേളിലോട്ടാണോ താഴേക്കാണെന്നുള്ളതാണ്. നമുക്ക് താഴേക്കാണെന്നുള്ളതാണ് കിട്ടുന്നത് അല്ലേ? എയുടെ ഫ്രീക്വൻസി എന്ത് ചെയ്യുന്നു? എയുടെ ഫ്രീക്വൻസി എഫ് എ ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ഫ്രീക്വൻസിയേക്കാൾ കൂടുതലായിരിക്കണം. അപ്പം ആ ഒരു ബീറ്റ് ഫ്രീക്വൻസിയിലെ ഡിഫറൻസ് 3 ഹെർട്സ് ആയതുകൊണ്ട് എയുടെ ഫ്രീക്വൻസിക്ക് ഉണ്ടാകുന്ന വേരിയേഷൻ 3 ഹെർട്സ് ആയിരിക്കും. അപ്പോൾ അതിലേതാണ് കറക്റ്റായിട്ടുള്ളതെന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ 2 ട്രയൽസും ചെയ്ത് നോക്കണം. അപ്പോൾ ട്രയൽ 1 എന്ന് പറയുന്നത് നമ്മൾ അസ്യൂം ചെയ്യുന്നു FA 335 ഹെർട്സ് ആണ്. FA 335 ഹെർട്സ് നമ്മൾ അസ്യൂം ചെയ്യുവാണ്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ ഫയൽ ചെയ്യുമ്പോഴത്തേക്കും നമുക്കറിയാം 3 ഹെർട്സിൻ്റെ വ്യത്യാസമാണ് വരുന്നത്. 3 ഹെർട്സ് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പുതിയ ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ 338 ആവും. ശരിയല്ലേ? 338 ആവും. എന്നിട്ട് നമ്മൾ 340 ആയിട്ട് ഡിഫറൻസ് എടുത്താൽ എന്ത് വരും? 338 - 340 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഹെർട്സ് ഉത്തരം വന്നു. ഓക്കെ അല്ലേ? 2 ഹെർട്സ് ഉത്തരം വന്നു. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള ഉത്തരം കിട്ടുന്നുണ്ടല്ലോ. ഇനി നിങ്ങൾ 345 ആയിരുന്നു എടുത്തതെങ്കിൽ അതുകൂടെ ചെയ്ത് കാണിക്കാം. ട്രയൽ 2 എങ്ങനെയാണെന്നുള്ളത് നോക്കാം. നമ്മൾ ആദ്യം ഇപ്പോൾ 345 ആയിരുന്നു എടുത്തതെങ്കിൽ, അതായത് എയുടെ ഫ്രീക്വൻസി നമ്മൾ 345 ആണെന്ന് പറഞ്ഞാണ് ചെയ്ത് തുടങ്ങിയതെങ്കിൽ നമ്മൾ ഫയൽ ചെയ്യുമ്പോൾ ഫ്രീക്വൻസി കൂടും അല്ലേ? അപ്പോൾ പുതിയ ഫ്രീക്വൻസി എത്ര വരും? 3 കൂടണം. 3 കൂടുമ്പോൾ 348 ആവും. 348 ആയിട്ട് ഇനി നമ്മൾ സൗണ്ട് ചെയ്യുവാണെങ്കിൽ, ബി യു ആയിട്ട് സൗണ്ട് ചെയ്യുവാണെങ്കിൽ 348 - 340 ആയിരിക്കും ബീറ്റ് ഫ്രീക്വൻസി വരുന്നത്, വിച്ച് ഇസ് ഈക്വൽ ടു 8 ഹെർട്സ് ആണ്. അത് 5 ഹെർട്സിനേക്കാൾ കൂടുതലാണ്. അങ്ങനെയല്ല ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഈ ഇൻഫർമേഷൻ തെറ്റാണ്. നമ്മൾ ഈ എടുത്തിരിക്കുന്ന വാല്യൂ തെറ്റാണ്. ഓക്കെ ആണല്ലോ? ഇത് തെറ്റാണ്. അപ്പോൾ കറക്റ്റായിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? കറക്റ്റായിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് എയുടെ ഫ്രീക്വൻസി എത്ര ആയിരിക്കണം? 335 ഹെർട്സ് ആയിരിക്കണം. മനസ്സിലായല്ലോ? എയുടെ ആക്ച്വൽ ഫ്രീക്വൻസി 335 ഹെർട്സ് ആയിരിക്കണം. അപ്പോൾ ഇങ്ങനെ ഒരു മനക്കണക്ക് വെച്ച് ചെയ്യാവുന്നൊരു ചോദ്യമാണ്. എയുടെ ആക്ച്വൽ ഫ്രീക്വൻസി ഈസ് 335 ഹെർട്സ്. ഓക്കെ. ഇപ്പോൾ അടുത്തത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇക്വേഷൻസ് റെപ്രസെൻറ്റ് ട്രാവലിംഗ് വേവ്? ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് പറയാമെന്നുള്ളേ ഉള്ളൂ. ഇതിനകത്ത് ഏത് ഇക്വേഷനാണ് ട്രാവലിംഗ് വേവിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ചോദ്യം. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ A sin 15x - 2t എന്നുള്ളത്, അതായത് A sin kx - ωt എന്നുള്ള ഫോമിലാണ് നമ്മൾ പറയുന്നത് അല്ലേ? A sin kx - ωt എന്നുള്ള ഫോമിലാണ്. നമുക്കറിയാം ദാറ്റ് ഇസ് എ ട്രാവലിംഗ് വേവ്. അതൊരു പ്ലെയിൻ പ്രോഗ്രസീവ് വേവ് ആണ്. ഇറ്റ് ഇസ് എ ട്രാവലിംഗ് വേവ്. അപ്പോൾ ട്രാവലിംഗ് വേവിൻ്റെ ഇക്വേഷൻസ് നമുക്കറിയണ്ട. y of xt എന്ന് പറഞ്ഞാൽ അത് x - vtയുടെ ഫോമിലായിരിക്കണം. ഓക്കെ അല്ലേ? ഇതാണ് ട്രാവലിംഗ് വേവിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഈ ഫോമിൽ വരുന്ന സാധനങ്ങളെല്ലാം ട്രാവലിംഗ് വേവ്സ് ആയിരിക്കും. x ± vtയുടെ ഫംഗ്ഷൻസ് ആയിട്ട് എഴുതാൻ പറ്റുന്നതെല്ലാം ട്രാവലിംഗ് വേവ്സ് ആയിരിക്കും. ഇത് അത്തരത്തിലുള്ളൊരു ഫംഗ്ഷനാണ്. ശരിയല്ലേ? kx - ωt എന്നുള്ള ഫോമിലാണ് വരുന്നത്. അതൊരു പ്ലെയിൻ പ്രോഗ്രസീവ് വേവ് ആണ്, അല്ലെങ്കിൽ ഒരു ട്രാവലിംഗ് വേവ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് ഇക്വേഷൻ തന്നെ നമുക്ക് ഉത്തരം കിട്ടി. ബാക്കിയുള്ള നോക്കുവാണെങ്കിൽ ഇവിടെ ഇപ്പം VT എന്നൊരു ടൈമേ വന്നുള്ളൂ. അപ്പോൾ x² VTയും കണ്ടോ, എക്സും ടിയും സെപ്പറേറ്റഡാണ്. അങ്ങനെ ഒരിക്കലും ട്രാവലിംഗ് വേവിനകത്ത് വരത്തില്ല. ട്രാവലിംഗ് വേവിനകത്ത് എക്സും VTയും ഒരു ഫംഗ്ഷനകത്ത് തന്നെ കയറി വരണം. പിന്നെ ഇവിടെ നോക്കിയാൽ ഇവിടെ അതേ വ്യത്യാസമാണുള്ളത്. എക്സും ടിയും സെപ്പറേറ്റഡ് ആണ്. ഇതും ട്രാവലിംഗ് വേവ് ആയിരിക്കത്തില്ല. പിന്നെ A sin x cos ωt നമുക്കറിയാം അതൊരു സ്റ്റേഷനറി വേവിൻ്റെ ഇക്വേഷനാണ്. ഇറ്റ് ഇസ് നോട്ട് എ ട്രാവലിംഗ് വേവ് ആണ്. അപ്പോൾ കറക്റ്റായിട്ടുള്ള ഉത്തരം വരുന്നത് ഏതാണ്? A sin 15x - 2t എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ വരുന്നത്. ഓക്കെ. A sin 15x - 2t. അടുത്തതായി ട്രാവലിംഗ് വേവ് ഇസ് ഡിസ്ക്രൈബ് ദ ഇക്വേഷൻ y is equal to 0.05 sin 8x - 4t. ദ വെലോസിറ്റി ഓഫ് ദ വേവ് ഈസ്. വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് അല്ലേ? JEE Main തന്നെ ചോദിച്ചാണോ നമുക്ക് സംശയം തോന്നിപ്പോകും. കാരണം വളരെ ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങളും നമുക്കുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല നല്ല ക്വസ്റ്റ്യൻസും കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ എന്തായാലും y of xയുടെ ഫോർമുലയോടെ നോക്കുവാണെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 0.05 sin 8x - 4t എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഏത് ഫോമുല കിടക്കുന്നത്? A sin kx - ωt എന്നുള്ള ഫോമുലല്ലേ കിടക്കുന്നത്? A sin kx - ωt. അപ്പോൾ ഇത് കമ്പയർ ചെയ്യുവാണെങ്കിൽ നമുക്കറിയാം നമുക്ക് കെയുടെ വാല്യൂ എത്രയാണെന്ന് കിട്ടും. കെയുടെ വാല്യൂ എല്ലാം SI യൂണിറ്റിലാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ കെയുടെ വാല്യൂ 8 radian/meter ആയിരിക്കും അല്ലേ? ഒമേഗയുടെ വാല്യൂ എന്തായിരിക്കും? ഒമേഗയുടെ വാല്യൂ 4 radian/second ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ വേവിൻ്റെ സ്പീഡ് എത്ര എന്നാണ് ചോദ്യം. വേവിൻ്റെ വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? ω/k ആണ്. അപ്പോൾ ω4 ആണ് ഡിവൈഡഡ് ബൈ കെയുടെ വാല്യൂ എത്ര വരുന്നത്? കെയുടെ വാല്യൂ എന്ന് പറയുന്നത് 8 ആണ് കേട്ടോ. കെയുടെ വാല്യൂ 8 ആണ്. സോ നമുക്ക് എത്ര വരും? 0.5 m/s വരും. ഓക്കെ അല്ലേ? 0.5 m/s ആണ് വരുന്നത്. സോ 0.5 m/s ഇസ് എ കറക്റ്റ് ആൻസർ. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ബേസ് ചെയ്യുന്നത്.
The distance between two consecutive points with a phase difference of 60 degree in a wave of frequency 500 Hz is 6 meters. The velocity with which the wave is traveling is kilometer per second ലാണ് സ്പീഡ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് എന്താ, ടു കോൺസിക്യൂട്ടീവ് പോയിൻറ്റ്സ് ഹാവിങ് ഫേസ് ഡിഫറൻസ് ഓഫ് 60 ഡിഗ്രി, അവർക്കിടയിലുള്ള പാത്ത് ഡിഫറൻസ് തന്നിട്ടുണ്ട് 6 മീറ്റർ ആണ് അല്ലേ. അപ്പോൾ പാത്ത് ഡിഫറൻസും ഫേസ് ഡിഫറൻസും അതുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള ചോദ്യമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിലേഷൻ നമുക്കറിയാം. നമുക്ക് വേവ് ഒപ്റ്റിക്സിൽ ഒരുപാട് ആവശ്യം വരുന്ന ഫോർമുലയാണ്. നമുക്കറിയാം പാത്ത് ഡിഫറൻസും ഫേസ് ഡിഫറൻസും നമ്മൾ റിലേറ്റ് ചെയ്യുന്ന ഫോർമുല λ/2π ഇൻറ്റു ഫേസ് ഡിഫറൻസ് ആണ് അല്ലേ. പാത്ത് ഡിഫറൻസ് ഈക്വൽ ടു λ/2π ഇൻറ്റു ഫേസ് ഡിഫറൻസ് ആണ്. അപ്പോൾ ഇവിടെ ഫേസ് ഡിഫറൻസ് 60 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട് അല്ലേ. 60 ഡിഗ്രിയാണ്. 60 ഡിഗ്രി എന്ന് പറയുമ്പോൾ നമുക്കറിയാം π/3 റേഡിയൻ ആണ് വരുന്നത്. ഇവിടെ വാല്യൂ കൊടുക്കുമ്പോൾ നിങ്ങൾ റേഡിയനിൽ വേണം കൊടുക്കാനായിട്ട്. അപ്പോൾ ഡെൽറ്റ എക്സിൻ്റെ വാല്യൂ നമുക്കറിയാം 6 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. പാത്ത് ഡിഫറൻസ് 6 മീറ്റർ ആണ്. വേവിൻ്റെ ഫ്രീക്വൻസി നമുക്ക് തന്നിട്ടുണ്ട്. ഫ്രീക്വൻസി എന്ന് പറയുന്നത് 500 Hz ആണ്. അങ്ങനെയാണെങ്കിൽ വേവിൻ്റെ സ്പീഡാണ് കണ്ടുപിടിക്കേണ്ടത്. ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. ഇനിയിപ്പം വേവ് ലെങ്തോടെ കിട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും, വേവിൻ്റെ സ്പീഡ് കിട്ടും. മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ വേവ് ലെങ്ത് കണ്ടുപിടിക്കണം. അതിനാണ് ഈ രണ്ട് ഡേറ്റയും തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ലാംഡയുടെ വാല്യൂ എന്ത് വരും, λ is equal to 2π into delta x by delta phi എന്ന് വരും. സോ ഇറ്റ് ഇസ് 2π into ഡെൽറ്റ എക്സ് 6 മീറ്റർ ആണ്. ഡെൽറ്റ ഫൈ എന്ന് പറഞ്ഞാൽ π/3 ആണ്. അപ്പോൾ പൈ നമുക്ക് ക്യാൻസൽ ചെയ്യാം. സോ ഇതെത്ര വരും, 12 into 3 36 വരും. 36 മീറ്റർ ആണ് വരുന്നത്. ഓക്കെ അല്ലേ. അങ്ങനെയാണെങ്കിൽ വേവിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, വേവിൻ്റെ സ്പീഡ് ഇസ് ഇക്വൽ ടു എഫ് ലാംഡയാണ്. സോ ഇറ്റ് ഇസ് 500 into 36 വരും. ഓക്കെ അല്ലേ. അപ്പോൾ 1000 into 36 3600 വരും. 36,000 വരും. ഡിവൈഡഡ് ബൈ നമുക്ക് 2 കൂടെ വരും. അപ്പോൾ നമുക്ക് 18,000 ആണ് വരുന്നത്. 18,000 മീറ്റർ പെർ സെക്കൻഡ് വരും. വിച്ച് ഇസ് 18 കിലോമീറ്റേഴ്സ് പെർ സെക്കൻഡ് ആണ് വരുന്നത് അല്ലേ. 18 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ് നമുക്ക് ആൻസർ വരുന്നത്. സോ ദ റൈറ്റ് ആൻസർ ഈസ് 18 കിലോമീറ്റേഴ്സ് പെർ സെക്കൻഡ്. ഓക്കെ ആണല്ലോ. അപ്പോൾ അത് 2023. അപ്പോൾ നമുക്കൊരു 2017 തൊട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്നുള്ള നല്ല ചോദ്യങ്ങളെല്ലാം നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമ്മളിതിനകത്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം എല്ലാവർക്കും നന്നായിട്ട് ചെയ്യാൻ പറ്റിയെന്നാണ് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അത്യാവശ്യം എല്ലാവരും ഗ്രൂപ്പിൽ നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു സെഷൻ എല്ലാവർക്കും പ്രയോജനപരമായി എന്ന് വിചാരിക്കുന്നു. അതായത് വേവ്സ് ആൻഡ് ഓസിലേഷൻ എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ എടുത്തത്. അപ്പോൾ തുടർന്നുള്ള JEE എക്സ്പ്രസിൻ്റെ വരുന്ന ടോപ്പിക്സ് കൂടെ നിങ്ങൾ കാണുക. ഓക്കെ അല്ലേ. അപ്പോൾ ഇതുപോലെ തന്നെ മുന്നോട്ടേക്ക് പഠിക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.